ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, എപ്പോഴത്തെയും പോലെ തന്നെ ജസ്നയുടെ ചില വിഷയങ്ങൾ ഇത്തവണയും ഒന്നുകൂടി ഓർമ്മിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അത് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുക എന്നതാണ് ഇന്നത്തെ ഈ ഒരു ലൈവിന്റെ ലക്ഷ്യം. അപ്പോൾ ഇവര് കണ്ണന്റെ ചിത്രം വരച്ചോട്ടെ, വരയ്ക്കാതിരുന്നോട്ടെ, മറ്റെന്തെങ്കിലും തൊഴിൽ ചെയ്തോട്ടെ, ചെയ്യാതിരുന്നോട്ടെ, ഇതൊന്നും നമ്മുടെ വിഷയമല്ല. അവരെ ആരെങ്കിലും ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യാൻ സന്നദ്ധരായി വന്നോട്ടെ, അതുവഴി അവര് കോടികൾ ഉണ്ടാക്കിക്കോട്ടെ, ഇതൊന്നും നമ്മുടെ വിഷയമല്ല. എന്തെങ്കിലും ഒരു പ്രത്യേക താല്പര്യമുള്ളത് കൊണ്ടല്ല ഈ വിഷയത്തെക്കുറിച്ച് നിരന്തരം സംസാരിക്കുന്നത്. മറിച്ച് സ്വന്തം മതത്തിൽ വിശ്വാസമുണ്ടോ? ഉണ്ട്. ആ മതത്തിന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ടോ? ഉണ്ട്. മറ്റു മതത്തെ കൂടി കൂട്ടിപ്പിടിക്കാൻ ശ്രമിക്കുമ്പോൾ അതാണ് ഇവിടുത്തെ കാപട്യമായിട്ട് ഞാൻ കാണുന്നത്. നമ്മുടെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വിഗ്രഹാരാധന ഒരിക്കലും പൊറുക്കാത്ത പാപമാണ്. അള്ളാഹു ഏറ്റവും കൂടുതൽ ശപിക്കുകയും കോപിക്കുകയും ഒരിക്കലും പൊറുക്കാത്ത മഹാപാതകങ്ങളിൽ ഒന്നാമത്തെ സ്ഥാനം നൽകുകയും ചെയ്ത ആ വിഗ്രഹാരാധനയെ പ്രോത്സാഹിപ്പിക്കുകയും ആ വിഗ്രഹാരാധന നടത്താൻ നമ്മൾ കൂടി ഒരു ഭാഗവാക്കാകുകയും ചെയ്താൽ എങ്ങനെ അത് ശരിയാകും? ഇവിടെ ഞാൻ ഇസ്ലാം മതത്തിൽ നിന്നും പുറത്തു വന്നു. നമ്മളൊക്കെ മുർത്തദ്ദുകൾ, എറിഞ്ഞു കൊല്ലേണ്ടവർ. നമ്മളൊന്നും ഇനി ജീവിച്ചിരിക്കാൻ അർഹരേ അല്ല. ഒരു ഇസ്ലാമിക രാജ്യത്തിന്റെ ഭരണാധികാരിക്ക് അങ്ങനെയുള്ള ഒരാളെ കൊല്ലാൻ വരെ റൈറ്റ്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവര് മതത്തിനകത്താണോ പുറത്താണോ? ഈ കാപഢ്യമാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. പിന്നെ ഇവര് ഈ മതം വിട്ട ആളുകളോട്, ഇസ്ലാം മതത്തിൽ നിന്നും പുറത്തു വന്ന ആളുകളോട് ഇവര് കാണിക്കുന്ന ഒരു വെറുപ്പും അവഗണനയും ഉണ്ടല്ലോ, അതും കുറച്ച് ഓവറാണ് എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പം ഒരുപാട് വസ്തുതകളെ മുൻനിർത്തിയാണ് ഈ വിഷയം സംസാരിക്കുന്നത്. സൃഷ്ടാവും സൃഷ്ടികളും തമ്മിലുള്ള ഒരു അഭിമുഖ സംഭാഷണമാണ് നമസ്കാരം. അതിന് മുനാജാത്ത് എന്ന് പറയുക, അഭിമുഖ സംഭാഷണം. അപ്പൊ എന്താണോ സൃഷ്ടിക്ക് പറയാനുള്ളത് അത് സൃഷ്ടാവിനോട് പറയുന്നു. അതൊരു ക്യാമറ കൊണ്ടുവച്ച് അതിന് മുമ്പിൽ നിന്ന് നമസ്കരിച്ച് ആരെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്? ഇപ്പൊ ഒരിക്കല് സന്തോഷ് പണ്ഡിറ്റിന്റെ ഒരു ഇന്റർവ്യൂ, ഒരാള് അദ്ദേഹത്തെ ഒരുമാതിരി കോമാളിയാക്കാൻ വേണ്ടിയിട്ട് ഒരു ചോദ്യം ചോദിച്ചു. താങ്കൾ ഒരു പേന നൽകിയാലും അതെന്തിനാണ് ആളുകളെ അറിയിക്കുന്നത് ഫോട്ടോ എടുത്തിട്ട്? I have one question for teacher. If you and point mistakes religion, it is only the basis of the understanding always. I'm not saying it's wrong. How can you say your understanding? വിഷയത്തെക്കുറിച്ച് സംസാരിക്കൂ റൊണാക്ക് ബൗ. നമ്മൾ വേറൊരു വിഷയത്തെക്കുറിച്ചിട്ടല്ലേ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് ആരിഫുമായിട്ടുള്ള ഡിസ്കഷനെ കുറിച്ചിട്ട് നിങ്ങൾ ചോദിക്കുന്നത്, ഇതിനെക്കുറിച്ച് സംസാരിക്കുക. അപ്പോ നമസ്കരിക്കുന്ന ചിത്രം എടുത്ത് പുറത്തു വിടുകയാണ്. ഇത് എന്തിനു വേണ്ടിയാണ് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പൊ സന്തോഷ് പണ്ഡിറ്റിന്റെ ഒരു ഇന്റർവ്യൂല് സന്തോഷ് പണ്ഡിറ്റിനോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാ ഒരു പേന കൊടുത്താലും? അപ്പൊ അദ്ദേഹം പറഞ്ഞ അർത്ഥവത്തായ ഒരു മറുപടി ഉണ്ട്. ഞാൻ പോയ സ്ഥലത്തുള്ള കുട്ടികൾക്ക് 100 പേർക്ക് പേന വേണം, 100 പേർക്ക് ബുക്കുകളും ബാഗും ഒക്കെ വേണം. ഞാൻ 5 പേർക്ക് വാങ്ങിക്കൊടുക്കും, അത് ഞാൻ പബ്ലിഷ് ചെയ്യും, അത് ഞാൻ ആളുകളെ അറിയിക്കും. അത് കാണുമ്പോൾ എന്ത് ചെയ്യും? അത് മൊത്തം ആളുകൾക്കും സ്പോൺസേഴ്സ് വരും. ഇതൊരു പരസ്യമാണ്. അതുപോലെ കൂടുതൽ ആളുകളെ നമസ്കരിപ്പിക്കുക എന്നതാണോ ലക്ഷ്യം? ഇപ്പൊ വൈറലാകാൻ വേണ്ടിയിട്ട് ഒരുപാട് ഉമ്മച്ച് കുട്ടികൾ ഈ ഇസ്ലാം എന്ന മതത്തിന്റെ പുറന്തോടുകൾ ഭേദിച്ചുകൊണ്ട് പുറത്തു വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇതുപോലെ തന്നെ ഗുരുവായൂരെത്തി റീൽസ് ഇട്ടിട്ടൊരു മുസ്ലിം പെൺകുട്ടി തട്ടമാണ് ഇവരുടെയൊക്കെ ഐഡന്റിറ്റി. അങ്ങനെ തന്നെ മുന്നോട്ട് വന്നിട്ടുണ്ട്. വേറെ 1-2 മുസ്ലിം കുട്ടികൾ കൃഷ്ണഗാഥയോ കൃഷ്ണലീലയോ ഇതൊക്കെ പാട്ടുപാടി ആത്മീയതയിലേക്ക് തിരിയുന്നു എന്നുള്ള രൂപത്തിൽ അതും തട്ടമിട്ടിട്ടുണ്ട്, മുന്നോട്ട് വന്നിട്ടുണ്ട്. വേറൊരു സ്ത്രീയും ഒരു കുട്ടിയും കൃഷ്ണഗാഥ പാടി. എത്ര കാലമായി മാർക്കോസ് ഇസ്ലാമിക ഭക്തിഗാനങ്ങൾ പാടാൻ തുടങ്ങിയിട്ട്? അവരൊക്കെ ഇങ്ങനെ വീഡിയോ പോസ്റ്റ് ചെയ്തെടുത്തിട്ട് ഞാൻ ഇസ്ലാം മതത്തിന്റെ ആളാണെന്ന് പറഞ്ഞിട്ട് അല്ല. ഇപ്പോ ഹിന്ദുക്കൾ മുഴുവനും ഇവർക്കെതിരായി. അവരെല്ലാവരും നിയമപരമായി ഇതിനെ നേരിടാനാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട്
ഹിന്ദുക്കൾ ചോദിക്കുന്നു, ഈ ജസ്ന സലീം എന്ന സ്ത്രീ ഇവര് പറഞ്ഞു എവിടേക്കാണ് പോകുന്നത് എന്നാണ് അവരുടെ ചോദ്യം. ഒരു സ്ത്രീ ചോദിക്കുവാണ്, ജസ്ന, നിങ്ങൾ പറയുന്നു വീഡിയോയില് ഹിന്ദുക്കൾക്ക് വിളക്ക് കൊളുത്താൻ ഒരു അവസരം ഉണ്ടാക്കിയെന്ന്, ഹിന്ദുക്കളുടെ വിശ്വാസം കാക്കുകയാണ് നിങ്ങൾ ചെയ്തതെന്ന്. ഈ ഡയലോഗൊക്കെ നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ വെച്ചു. നിങ്ങൾ വരയ്ക്കേ, വരപ്പിക്കേ, വലിക്കേ, വലിപ്പിക്കേ, പറ്റിക്കേ, പറ്റിപ്പിക്കേ, എന്ത് വേണമെങ്കിലും ചെയ്തു. നിങ്ങൾ ഇതുണ്ടാക്കേ, വിൽക്കേ. അതിനപ്പുറം വിശ്വാസ സംരക്ഷകയും ആചാര സംരക്ഷകയും ഒന്നും ആകാൻ വരല്ലേ. നിങ്ങളുടെ ബർത്ത്ഡേ ഗുരുവായൂർ വന്നാൽ യഥാർത്ഥ ഭക്തയാണെങ്കിൽ പ്രാർത്ഥിച്ചിട്ടല്ലേ പോകുക, അല്ലാതെ അമ്പലത്തിൽ കേക്ക് മുറിച്ചിട്ട് തൊള്ളക്കകത്ത് വെച്ച് തിന്നിട്ടാ പോകുക. അത് നിങ്ങൾക്ക് എവിടെയാണോ പറ്റുന്നത് അവിടെ പോയിട്ട് ചെയ്യണം എന്നാണ് അവര് പറഞ്ഞു വെക്കുന്നത്. ഞാൻ വരെ നിർത്തണോ? ഞാൻ നിങ്ങളുടേത് സംരക്ഷിച്ചില്ലേ? ഞാൻ നിങ്ങളുടെ ആചാരത്തെ സംരക്ഷിച്ചില്ലേ? ഞാൻ കാരണമല്ലേ നിങ്ങൾക്ക് വിളക്ക് വെക്കാൻ പറ്റിയത്? പിന്നെ പറയുന്നതെല്ലാം കള്ളത്തരങ്ങളാ. അതായത് ഇന്ന് ഇവർക്ക് നല്ല വയസ്സുണ്ട്. ഇവര് കല്യാണം കഴിയുന്നതുവരെ ശ്രീകൃഷ്ണന്റെ ചിത്രം കണ്ടിട്ടില്ല, കണ്ണനെ ഇവർക്ക് അറിയില്ലായിരുന്നു എന്ന് പറയുന്നത് എത്ര വലിയ കള്ളത്ത. നമ്മൾ സ്കൂളുകൾ മുതൽ പഠിക്കുന്നതല്ലേ അല്ലേ? കണ്ണനെ അറിയാത്ത, ശ്രീകൃഷ്ണന്റെ ചിത്രം കണ്ടിട്ടില്ലാത്ത എത്ര ആളുകൾ ഉണ്ടാകും ഈ കാലഘട്ടത്തിൽ പോലും. അപ്പൊ പിന്നെ ആ കാലഘട്ടത്തിന്റെ കാര്യം പറയാനുണ്ടോ? അപ്പൊ ഇവരാദ്യമായിട്ടാണത്രേ കാണുന്നത് ഒരു കൂട്ടുകാരന്റെ വീട്ടിൽ പോയപ്പോ. അയ്യോ, ഒരു വാവ, ഈ വാവയുടെ പേര് പറഞ്ഞതിനാണോ ഞാൻ ഇത്രയും വിസ്മിച്ചത് എന്ന്. ഉടായിപ്പേ ഒരുപാടായാൽ അത് പിടിക്കപ്പെടും. കുറച്ചാകാമെന്നല്ലേ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം കേട്ടോ. ഇപ്പോ താത്തായ്ക്ക് കേസ് പറഞ്ഞിനും കോടതി വരാന്തകൾ നിരങ്ങാനാണ് വിധി. ഒരു രക്ഷയുമില്ല. താത്തായെ ഒരു രൂപത്തിലും വിടില്ല. ഈ ഉഡായിപ്പ് കൃഷ്ണഭക്തയെ വലിച്ച് കീറിയിട്ടല്ലാതെ ഇനി ഞങ്ങൾ വിശ്രമിക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് ഹിന്ദുക്കൾ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. എൻ്റെ ഒരു സുഹൃത്തുണ്ട് ഉണ്ണി. അവൻ ഈ കേസ് എവിടെ എത്തിയെന്നും കോടതി എന്താണ് ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞതെന്നും ഹിന്ദു സ്ത്രീകൾ ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാട് എന്താണെന്നും എത്ര പേരാണ് കേസ് കൊടുത്തിരിക്കുന്നതെന്നും പല വസ്തുതകളും തുറന്നു പറയുന്നുണ്ട്. കേൾക്കാം. ജസ്ലക്കെതിരെ ഇന്ന് കോടതിയിൽ ഒരു കേസ് ഉണ്ടായി. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന്റെ സമയത്ത് കാണിക്കുന്ന ഷോ, അതിനെതിരെ ഭക്തരായിട്ടുള്ള കുറച്ച് പേര് കേസ് കൊടുത്തു. അത് ഇന്ന് കോടതി ഫയൽ സ്വീകരിച്ചു. ആ ഫയൽ സ്വീകരിക്കുന്ന സമയത്ത് തന്നെ, അതായത് ആർഗ്യുമെന്റ്സ് നടത്തേണ്ട വക്കീൽ പറയണം 9-ാം തീയതിയാണ് ഞാൻ ആർഗ്യുമെന്റ്സ് നടത്തുന്നുള്ളൂ എന്ന് പറഞ്ഞു. തൽക്കാലം കേസ് ഫയൽ സ്വീകരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് അപ്പിയർ ചെയ്തത്. ആ സമയത്ത് ജഡ്ജി ഈ നമ്മുടെ കൃഷ്ണാജി വക്കീൽ പറയണം 9-ാം തീയതി ഞാൻ ആർഗ്യുമെന്റ്സ് വെച്ചോളാം, ഞാൻ എന്റെ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞോളാം എന്ന് പറയുമ്പോൾ ആർഗ്യുമെന്റ്സ് കേൾക്കാതെ തന്നെ ജഡ്ജി പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അത് വിശ്വാസികളെ സംബന്ധിച്ച് വളരെ കോള് വന്നതാണ്. സോറി. ഹലോ, ഒരു കോള് വന്നതാ. ഈ സെയിം ഫോണിലായതുകൊണ്ടാണ്. ഹലോ, ഞാൻ പ്രോഗ്രാമില്ല. എന്തായി? ഞാൻ പ്രോഗ്രാമിലാണ്, ഞാൻ വിളിക്കാം. ശരി, ഓക്കെ. ഇങ്ങനെ കേസും വഴക്കൊന്നും വരുമെന്ന് വിചാരിച്ചില്ല കേട്ടോ. കാരണം ഈ സംഘികൾ തന്നെയാണ് കുറെ കാലങ്ങളായിട്ട് ഇവരെ പൊക്കിക്കൊണ്ട് നടന്നത് എന്നാണ് ഇവര് തന്നെ പറയുന്നത്. പെട്ടെന്ന് ഒരു ദിവസം അവർ ഈ രൂപത്തിൽ റിയാക്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നതല്ലല്ലോ. അങ്ങനെ കിട്ടിയ പണിയാ. വളരെയധികം. അതും കേരളത്തിൽ അങ്ങനെ ഒരു എന്താ പറയാ ജഡ്ജി ഒരു പരാമർശം നടത്തുന്ന അത്ഭുതമാണ്. അത് വിശ്വാസത്തിന്റെ പേര്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ജസ്നയ്ക്കൊക്കെ പണി എന്ന് പറഞ്ഞ ജഡ്ജി പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അത് വിശ്വാസികളെ സംബന്ധിച്ച് വളരെയധികം. അതും കേരളത്തിൽ അങ്ങനെ ഒരു
എന്താ പറയാ ജഡ്ജി ഒരു പരാമർശം നടത്തുന്ന അത്ഭുതമാണ്. അത് വിശ്വാസത്തിന്റെ പേര്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ജസ്നയ്ക്കൊക്കെ പണി എന്ന് പറഞ്ഞ പണിയുടെ മേലെ പണി അവരാണ്. അവരെല്ലാം ഇത് കാണുന്നുണ്ട് എന്നുള്ളതാണ്. അവരെല്ലാം അല്ലെങ്കിൽ ഇതൊക്കെ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ കാഴ്ചയിൽ തന്നെ അവർക്ക് അതിന്റെ ഒരു എന്താ പറയാ ഭക്തർക്കുണ്ടാകുന്ന വികാരം അവർ മനസ്സിലാക്കിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ജഡ്ജി മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ജഡ്ജി പറഞ്ഞ കാര്യം അത്രത്തോളം എന്താ പറയാ പ്രതീക്ഷയാക്കുന്നതാണ് ഇവിടുത്തെ ഭക്തർക്ക്. അതായത് ഈ ജസ്നയ്ക്ക് മാത്രമല്ല പണി, എല്ലാവർക്കും ഉണ്ട്. ദേവസ്വം ബോർഡിലെ ഓഫീസർമാർക്കുണ്ട്, പോലീസിനുണ്ട്, ഈ റീൽസ് ചെയ്യുന്ന ആള് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ഇടുന്നത് അവർക്കുണ്ട് പണി, എല്ലാവർക്കും. ഇതെല്ലാം അവിടെ പറഞ്ഞ വിഷയങ്ങളാണ്. പോലീസിനെ, ഈ ദേവസ്വം ബോർഡ് ഓഫീസർമാരെ, അതുപോലെ തന്നെ റീൽസ് എടുക്കുന്ന ആളുകളെ. ക്ഷേത്രം എന്ന് പറയുന്ന പരിപാവനമായിട്ടുള്ള സ്ഥലമാണ്. അവിടെ ഭക്തർ മാത്രം വന്നാൽ മതി, ഷോ നടത്തേണ്ടവർ അവിടെ വരേണ്ടതില്ല എന്നാണ് സത്യം പറഞ്ഞ കോടതി പറഞ്ഞത്. അപ്പോ നമ്മുടെ വക്കീലിന്റെ ആർഗ്യുമെന്റ്സ് കേൾക്കാതെ തന്നെ ഇത്രയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃഷ്ണരാജ് വക്കീലാണ്, അറിയാലോ. ഇതങ്ങോട്ട് വാദം തുടങ്ങിക്കഴിഞ്ഞാലുള്ള ഈ പറയുന്ന ജഡ്ജിയുടെ പരാമർശം എത്രത്തോളം സ്ട്രോങ് ആയിരിക്കും എന്ന് ഊഹിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം. അദ്ദേഹം ഈ പറയുന്ന വാദം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എത്രത്തോളം പരാമർശിച്ചിട്ടുണ്ട് എങ്കിൽ ഇത് തുടങ്ങിക്കഴിഞ്ഞാലുള്ള അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കി. ജസ്നൊക്കെ കണ്ടം വഴി ഓടേണ്ടി വരും. ജസ്ന അതിനൊക്കെ പണി നല്ല ഭഗവാൻ നല്ല രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ ഷോക്ക് ഭഗവാൻ തന്നെ നേരിട്ട് തരും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ ഇനി ഈ വേറൊന്നും കൂടി പറഞ്ഞു ജഡ്ജി, ഈ കൃഷ്ണന്റെ വേഷം കെട്ടിക്കൊണ്ടുവരുന്ന ആളുകളുടെ കാല് തൊട്ട് തൊഴുക, ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ വളരെ എന്താ പറയാ യഥാർത്ഥ ഭക്തർ ചെയ്യേണ്ട കാര്യങ്ങളല്ല. അത് ഭഗവാൻ എന്ന് പറയുന്നത് ഭഗവാൻ. ഈ ഭഗവാന്റെ വേഷം കെട്ടി വരുന്നവരെ കാൽ തൊട്ട് തൊഴേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ അത് റീൽസ് എടുക്കാൻ വേണ്ടി അങ്ങനെ തൊഴുക മാത്രമല്ല, അതൊരു എന്താ പറയാ വളർത്തുകയാണ്, മറ്റുള്ളവരോട്ട് അത് എത്തിക്കുക. ഇപ്പൊ ഞാൻ കണ്ടു കുറച്ച് മുമ്പ് തന്നെ കൃഷ്ണജയന്തിക്കാണെന്ന് തോന്നുന്നു, ഗുരുവായൂർ ക്ഷേത്രത്തിൽ പയ്യൻ കൃഷ്ണവേഷം കെട്ടി വരുന്നു, കുറെ അമ്മമാർ കാല് തൊട്ട് വന്നിരിക്കുന്നു, പുള്ളിക്കാരൻ അതിങ്ങനെ അനുഗ്രഹിക്കുന്ന പോലെ. ഇതൊന്നും ശരിയല്ല, ഇതൊന്നും യഥാർത്ഥത്തിൽ ചെയ്യാൻ പാടില്ല എന്ന് തന്നെയാണ് അത് കോടതി കൂടി പറഞ്ഞു. അപ്പൊ അത് എത്രത്തോളം നമ്മളെ ഭക്തർക്ക് സന്തോഷം നൽകുന്ന കാര്യമാണ്. ആദ്യമായിട്ടായിരിക്കും എത്രത്തോളം സന്തോഷം തരുന്ന ഒരു ജഡ്ജ്മെന്റ് വരാൻ പോകുന്നതാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു ദിവസത്തെ പരാമർശത്തിൽ തന്നെ നമുക്ക് എല്ലാം ഉണ്ട്. അപ്പൊ ഇനി പരിപാലനമായിട്ടുള്ള ക്ഷേത്രം അത് അങ്ങനെ തന്നെ തുടരണം. അവിടെ വന്ന് റീൽസ് എടുക്കാനും ഫോട്ടോഷൂട്ട് നടത്താനും അദ്ദേഹം പറഞ്ഞൊരു കാര്യം കൂടിയുണ്ട്. ഈ പറയുന്ന സെലിബ്രിറ്റികൾ ഏതെങ്കിലും ഒരാൾ വരുന്നു, അതിന്റെ കൂടെ ഒരു 9 ക്യാമറമാൻ വരുന്നു, അത് ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു, പല രീതിയിലെ വിമർശനങ്ങളാണ് നടത്തുന്നത്. സത്യത്തിൽ കോരി ധരിച്ചു പോയി ഞാനത് കേട്ടപ്പോൾ. ഇന്ന് കോടതിയിൽ നിന്ന് നമുക്ക് അതിന്റെ ആ ഒരു എന്താ പറയാ അറിയിപ്പ് നമുക്ക് കിട്ടുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കോരി ധരിച്ചു പോവാണ് ഒരു ഭക്തൻ എന്ന നിലയ്ക്ക്. ഇതുപോലത്തെ തമ്മാടികളെ ഒതുക്കി നിർത്താനുള്ള ഒരു നിയമം വരുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. അത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ മാത്രമല്ല, കേരളത്തിലെ ഉടനീളമുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും ഇനി മുതൽ ഈ പറയുന്ന ക്യാമറ എന്ന് പറയുന്ന സാധനം കൊണ്ടുപോകാൻ പറ്റില്ല. അത് അങ്ങനെ ഒരു നിയമമായിരിക്കും നേരത്തെ വരാൻ പോകുന്നത്. പിന്നെ ഇതുപോലെ ഷോ നടത്തി കഴിഞ്ഞാൽ ജസ്ന താത്താക്കുള്ള പണി അതൊരു 1.5 പണി തന്നെയായിരിക്കും ജസ്ന നിനക്ക് കിട്ടാൻ പോകുന്നത്. കാരണം ഒന്ന് കൃഷ്ണരാജ് വക്കീലാണ്, നിനക്ക് പണി തരാതെ മൂപ്പർ പോകില്ല. പിന്നെ ഈ വാദം കേൾക്കാൻ ഈ ഒരു ഭക്തരുടെ ഭാഗത്തു നിന്നുള്ള വാദം കേൾക്കാൻ വേണ്ടി കാതു കുറിപ്പിച്ചിരിക്കുന്ന ഒരു ജഡ്ജിയുണ്ട് നമുക്ക് ഇപ്പോൾ എന്നാണ് എന്റെ ഒരു കണക്കൂട്ടല്. അതുകൊണ്ട് തന്നെ പണിയുടെ കാര്യത്തിൽ നിനക്ക് കുറവൊന്നും ഉണ്ടാവില്ല, അല്ല അസല് പണിയായിരിക്കും കിട്ടാൻ പോകുന്നത്. എന്തായാലും നമുക്ക് ഇവർക്കെതിരെ ഈ പറയുന്ന ഫേക്ക് ഭക്തക്കെതിരെ കൊടുത്ത ആ കേസ് കൊടുത്ത ആളുകൾ, ഹിന്ദു സഹോദരന്മാരായിട്ടുള്ള ബബിത എന്ന് പറയുന്ന സ്ത്രീ, അതുപോലെ തന്നെ ജബ്ബാർ എന്ന് പറയുന്ന നമ്മുടെ സംഘപ്രവർത്തകൻ, അതുപോലെ തന്നെ ശ്രീരാജ് കൈമൾ, അതുപോലെ ലസിത പാലക്കൽ, വേറെ സ്ത്രീ കൂടി ഉണ്ടല്ലോ, മറന്നുപോയി അവരുടെ പേര്. എന്തായാലും ഞാൻ മറന്ന പേര് ഞാൻ ക്ഷമിക്കാം കേട്ടോ. നിങ്ങളുടെ പോസ്റ്റ് ഞാൻ ഇട്ടിരുന്നു, എനിക്ക് പേര് ഓർമ്മയില്ലാത്തതാണ്. അപ്പൊ ഇവരെല്ലാം നമ്മൾ അഭിനന്ദിക്കുക. അതിനോടൊപ്പം ശ്രീലാപിള്ള, ലക്ഷ്മി കാനത്ത്, പിന്നെ അഡ്വക്കേറ്റ് ഹരി, ഒരുപാട് പേര് കൊടുത്തിട്ടുണ്ട്. തന്നെ ഹൈന്ദവ വിശ്വാസികൾക്ക് സന്തോഷമേകുന്ന, മനസ്സിനൊരു കുളിര് കിട്ടുന്ന ഒരു ജഡ്ജ്മെന്റ് തന്നെയായിരിക്കും ഈ വിഷയത്തിൽ വരാൻ പോകുന്നത് എന്നുള്ളൊരു പ്രതീക്ഷ കൂടിയാണ് ഇപ്പോ നമുക്കുള്ളത്. എന്തായാലും ഇത് ഒരുപാട് കാപഠ്യമായി നമുക്ക് ഒരു ബിസിനസ് ചെയ്യാം, അതിനൊക്കെ അതിൻ്റെതായിട്ടുള്ള അതിരുകളുണ്ട്. ഈ അതിരുകളും ഭേദിച്ച് പണത്തിൻ്റെയും പോപ്പുലാരിറ്റിയുടെയും പിന്നാലെ ഒരു ലഹരിയായി പോയത് കൊണ്ട് കിട്ടിയ പണിയാണിത്. അപ്പം ശ്രീലാപിള്ള പുതിയ ഒരു വസ്തുത കൂടി പറയുന്നുണ്ട്, കേൾക്കാം. നമസ്തേ, കേൾക്കുന്നുണ്ടോ ആരെങ്കിലും? ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഓടി വരണം. എനിക്ക് സന്തോഷമുള്ള ഒരു കാര്യം പറയാനുണ്ട്, അതുകൊണ്ടാണ് ഇന്ന് അല്പം നേരത്തെ വരാമെന്ന് തീരുമാനിച്ചത്. അതുകൊണ്ടാണ് നമസ്തേ, ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സംസാരിക്കണം. കേൾക്കുന്നുണ്ടോ? എന്നെ കമന്റ്സ് വരുന്നില്ല, അതുകൊണ്ട് എന്തെങ്കിലും ലേറ്റ് ആവുന്നതായിരിക്കും. എന്തായാലും എനിക്ക് കേൾക്കാമോ എന്നറിയില്ല. ഓക്കെ, ലൈക്ക് വന്നു. കഴിഞ്ഞ കുറേ ദിവസമായി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഉഡായിപ്പ് കൃഷ്ണഭക്തിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തന്നെയാണ്. ഇന്ന് ഏതായാലും അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. വളരെ സന്തോഷകരമായ ചില കാര്യങ്ങളാണ്. അമ്പിളി ചെയ്യുമാറ അമ്പിളി. അപ്പോൾ
ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആദ്യം മുതൽ തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു, ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ അവിടേക്ക് എത്തി ക്ഷേത്ര പരിസരത്ത് അവർ വലിയ രീതിയിൽ പ്രകോപനം ഉണ്ടാക്കുന്ന രീതിയിൽ ഉടായ്പ കൃഷ്ണഭക്തയും അവരുടെ കിങ്കിരകളും എല്ലാം കൂടി ചേർന്ന് വലിയ തരത്തിലുള്ള പ്രശ്നം ഉണ്ടാക്കി നമ്മൾ എതിരെ കണ്ടത്. അതുമായി ബന്ധപ്പെട്ട് ഇവർ പറഞ്ഞത് ഇവർ ഇനി ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് വരില്ല, 2 ദിവസത്തേക്കെങ്കിലും എങ്ങനെയെങ്കിലും അതിനുള്ള സാധ്യതകൾ നൽകണം, അത് അഷ്ടമി രോഹിണിക്കും വിഷുവിനും ഒക്കെ അവിടേക്ക് എത്തണമെന്നൊക്കെയാണ് അവർ പറഞ്ഞത്. ഏതായാലും ഞങ്ങളൊക്കെ അന്നേ പറഞ്ഞിരുന്നു ഞങ്ങൾ കോടതിയിലേക്ക് പോകാൻ ഒരുങ്ങുന്നുണ്ട് എന്ന് അന്നേ പറഞ്ഞിരുന്നു. ഏതായാലും ഇന്ന് അതുമായി ബന്ധപ്പെട്ട ഒരു പരാതി ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിന് മുൻപ് വന്നിരുന്നു. ആ പരാതിയുമായി ബന്ധപ്പെട്ട് ഇന്ന് അതിന്റെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് കൃഷ്ണരാജാണ് അഭിഭാഷകൻ. കൃഷ്ണരാജ് ഇവിടെ ഉണ്ടായിരുന്നില്ല, അദ്ദേഹം ഡൽഹിയിലാണുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഓൺലൈനിലൂടെയാണ് അദ്ദേഹം അപ്പിയർ ചെയ്തത്. അപ്പോൾ തിങ്കളാഴ്ച അദ്ദേഹം അപ്പിയർ ചെയ്യാം എന്ന് കോടതിയെ അറിയിച്ചു, കോടതി ഫയലിൽ സ്വീകരിച്ചു. പക്ഷെ അപ്പോൾ തന്നെ കോടതി ചില നിരീക്ഷണങ്ങൾ നടത്തിയിരുന്നു. ആ നിരീക്ഷണങ്ങൾ വളരെ പ്രസക്തമാണ്. ആ നിരീക്ഷണങ്ങളിൽ കോടതി ഈ വീഡിയോ, അതായത് ഇവർ വന്ന് ക്ഷേത്രത്തിൽ വന്ന് ബഹളം ഉണ്ടാക്കുന്ന വീഡിയോ കോടതി കണ്ടു എന്ന് അദ്ദേഹം പറയുകയും ക്ഷേത്രനട റീൽസ് എടുക്കാനുള്ളതല്ലെന്നും അത്തരത്തിലുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്ന ആശ്വാസമല്ല എന്ന് പറഞ്ഞു. ഹൈ സെക്യൂരിറ്റി സോണിലുള്ള സ്ഥലത്ത് എങ്ങനെയാണ് ഇത്തരത്തിൽ പെരുമാറാൻ കഴിയുക, അതുപോലെ തന്നെ സെക്യൂരിറ്റി അടക്കമുള്ളവർ അവരെക്കുറിച്ച് ഗുരുവായൂർ ദേവസ്വത്തിന് കത്തയക്കണമെന്നും ഗുരുവായൂർ ദേവസ്വത്തിനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നും കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. ഏതായാലും വരുന്ന ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കോടതി കാര്യമായതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല. അതുമായി ബന്ധപ്പെട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി വാദം കേട്ട ശേഷം തീരുമാനിക്കും. ഏതായാലും വളരെ സന്തോഷകരമായ കാര്യമാണ്. കോടതി ഈ വീഡിയോ കണ്ടിരിക്കുന്നു. അതുമാത്രമല്ല ഡയറ്റിക് ഇല്ലാത്ത എന്ത് പ്രത്യേകതയാണ് അവിടെ എത്തുന്ന മറ്റുള്ളവർക്കുള്ളതെന്നും താൻ ഈ വീഡിയോ കണ്ടുവെന്നും കൂടി ജഡ്ജ് പറഞ്ഞു വെക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും ഇക്കാര്യത്തിൽ ഒരു കൃത്യമായ തീരുമാനം ഉണ്ടാകുമെന്നാണ്. ഇനി അവർ കരഞ്ഞു പറയാനോ അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുന്നില്ല എന്ന് അവരുടെ ഔദാര്യത്തിനോ കാത്തു നിൽക്കേണ്ടതില്ല എന്ന് തോന്നുന്നു. ഏതായാലും ഹിന്ദു സമൂഹത്തിന്റെ ക്ഷേത്ര വിശ്വാസികളുടെ, ഹിന്ദു സമൂഹം എന്നതിലുപരി ക്ഷേത്ര വിശ്വാസികളുടെ ആ വിശ്വാസം, അതിന് വിലയുണ്ട്. ആ വിശ്വാസം വളരെ കൃത്യമായി തന്നെ കോടതിക്ക് ആ വിശ്വാസം ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും വലിയ സന്തോഷമാണ് വിഷയവുമായി ബന്ധപ്പെട്ടുള്ളത്. കാരണം ഗുരുവായൂർ ക്ഷേത്ര നടക്കിൽ ഇവർ കഴിഞ്ഞ കുറെ നാളുകളായി കാട്ടിക്കൂട്ടിയത് വലിയ രീതിയിലുള്ള പ്രശ്നമാണ് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. കഴിഞ്ഞ കുറെ നാളുകളായി അവരുടെ വീഡിയോസിലെല്ലാം അവരുടെ റീൽസ് എടുത്ത് നോക്കിയാൽ അറിയാം, കൃഷ്ണവേഷം കിട്ടിയ കുട്ടികളെ കൊണ്ട് അവർ ഓടിക്കളിക്കുന്നു. 35 വയസ്സിന് മുകളിലുള്ള ഒരു സ്ത്രീ ചെറിയ ചെറിയ കൃഷ്ണവേഷം കിട്ടിയ കുട്ടികളെ, അത് എനിക്ക് തോന്നുന്നു അഷ്ടമിയോഗ്യ ദിവസമല്ല എന്ന് തോന്നുന്നു, അങ്ങനെ ഒരാളെ കൊണ്ടുവരുന്നു. അതുപോലെ ഇവരുടെ മറ്റൊരു വീഡിയോ ഞാൻ വളരെ കൃത്യമായി തന്നെ ശ്രദ്ധിച്ചത്, ഇവർ ഒരിക്കൽ മറ്റൊരു ആളെ കൊണ്ടുവന്നിരുന്നു, മറ്റൊരു കൃഷ്ണനാണെന്ന് പറഞ്ഞ ഒരു മുസ്ലിമായ ഒരാളെ കൊണ്ടുവരുന്നു. അയാൾ കൃഷ്ണവേഷം ധരിച്ചുകൊണ്ട് വരുന്നു. വന്നിട്ട് ഇവർ പറയുന്നു ഞാൻ ഇവിടെ വെച്ച് പരിചയപ്പെട്ട കണ്ണനാണ്, അപ്പോൾ മുസ്ലിം വിഭാഗത്തിൽ വേറെയും കണ്ണന്മാരുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ അവർ ചെയ്തിരിക്കുന്നുണ്ട്. ഞാൻ അവരോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്, കൃഷ്ണവേഷത്തിൽ അവിടെ എത്തിയ ഒരു മുസ്ലിമിനെ നിങ്ങൾക്ക് എങ്ങനെയാണ് അത് മുസ്ലിമാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞത്? അങ്ങനെ ഒരാളെ നിങ്ങൾ എങ്ങനെ അത് കണ്ടുപിടിച്ചു? അപ്പോൾ വളരെ കൃത്യമായി തന്നെ ഇത്തരത്തിലുള്ള ചില ആൾക്കാർ അവിടെ പല രീതിയിലും പല ആൾക്കാരും അവിടെ വരുന്നുണ്ട്. ഇവരുടെ ഈ വരവും ഈ റീൽസും കണ്ടിട്ടാണെന്ന് തോന്നുന്നു അത്തരത്തിലുള്ള പല ആൾക്കാരും അവിടേക്ക് വന്നു തുടങ്ങിയിരുന്നു. ഏതായാലും ഞങ്ങളാരും സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഇത്തരത്തിലുള്ള റീൽസുകളൊന്നും ശ്രദ്ധിക്കുന്ന ആളല്ല. കൂടുതൽ സമയവും നമ്മൾ കൂടുതൽ വാർത്തകളുടെ ലോകത്തായതുകൊണ്ട് വാർത്തകളാണ് കൂടുതൽ കാണുക. അതുകൊണ്ട് എപ്പോഴും ഇവര് പ്രധാനമന്ത്രിക്ക് ചിത്രം കൊടുത്തതൊക്കെ കണ്ടിരുന്നു, എപ്പോഴും ആർക്കും ഇവരെ കുറിച്ച് പറഞ്ഞിരുന്നു, പക്ഷേ കൂടുതലായി ശ്രദ്ധിച്ചിട്ടില്ല. ഇത്തരത്തിൽ ഗുരുവായൂർ അമ്പലത്തിന് നടക്കി വന്നിട്ട് മറ്റു ക്ഷേത്രങ്ങളിൽ വന്നിട്ട് ഇത്തരത്തിലുള്ള പരിപാടിയാണ് ഇവർ കാണിക്കുന്നതെന്ന് നമുക്ക് ബോധ്യമുണ്ടായിരുന്നില്ല. ഇത് പറഞ്ഞ ആദ്യഘട്ടത്തിൽ ഇത് പറഞ്ഞത് ചില ആൾക്കാർ, ചില തൃശ്ശൂരിൽ നിന്നുള്ള ഹരിതയും അതുപോലെ തന്നെ ലസിതയും ഒക്കെ ഇത് പറയുമ്പോൾ ലസിതയും ഹരിതയും ഒക്കെ കല്ലെറിയാനായിരുന്നു എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ ഇത് കാണുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ വിഷയവുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകളും ഒക്കെ എനിക്ക് ശേഖരിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. ഇവരുമായി ബന്ധപ്പെട്ട എല്ലാ തെളിവുകളും ശേഖരിച്ച ശേഷം മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നത്, നിങ്ങളോട് ഈ കാര്യങ്ങൾ പറയാനും വന്നത്. ഏതായാലും ഒരു ദൈവദൂതനെ പോലെ ഇതിലേക്ക് കൃഷ്ണാചോക്കി കൂടി എത്തുകയായിരുന്നു. ഏതായാലും വലിയ സന്തോഷമുണ്ട് ഈ വിഷയം കേൾക്കുമ്പോൾ. കാരണം ഭക്തരുടെ വികാരങ്ങളെ മാനിക്കാത്ത ദൈവത്തിന്, അതായത് ഡയറ്റിക്ക് ഒരു തരത്തിലുള്ള ഒരു മാന്യതയും നൽകാത്ത അങ്ങനെ ഒരാൾ ആ ക്ഷേത്ര നടയിലേക്ക് എത്തുന്നത് തടയുക തന്നെ വേണം എന്ന ആവശ്യമായിരുന്നു ഞങ്ങൾ അവർ മുമ്പോട്ട് വെക്കുന്നത്. അവരവിടേക്ക് വരേണ്ട ഒരു ആവശ്യമില്ല. ക്ഷേത്രത്തിലേക്ക് വരുന്നത് വിശ്വാസികളാണ്, ക്ഷേത്രാചാരങ്ങൾ പാലിക്കപ്പെടണം. ആ ക്ഷേത്രാചാരങ്ങൾ പാലിക്കുന്നവർക്ക് മാത്രമേ അവിടെ വരേണ്ട ആവശ്യമുള്ളൂ. അല്ലാത്തവർ അവിടെ വന്നിട്ട് വന്നത് മുഴുവൻ റീൽസ് എടുക്കാനും അവിടെ കച്ചവടം നടത്താനുമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് കാണുന്നവർക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ ബോധ്യമാവുകയും ചെയ്യും. ഞാൻ ചോദിക്കട്ടെ, അവർ പറയുന്നു എനിക്കറിയില്ലായിരുന്നു, പക്ഷേ ക്ഷേത്രത്തിൽ വരുന്നതിന്റെ ആചാരങ്ങളെ പറ്റി അറിയില്ലായിരുന്നു എന്ന് പറയുന്നത്. ഇനി ക്ഷേത്രമല്ല, ഏത് സ്ഥലത്ത് പോയാലും, മുസ്ലിം പള്ളിയിൽ പോയാലും ക്രിസ്ത്യൻ പള്ളിയിൽ പോയാലും എവിടെ പോയാലും നമ്മൾ അച്ചടക്കം പാലിക്കുകയും ആ ക്ഷേത്രത്തിന്റേതോ അല്ലെങ്കിൽ പള്ളിയുടേതായ മര്യാദ കാണിക്കുകയോ വേണം. ആ കാര്യത്തിൽ സംശയമില്ല. നമ്മളൊന്നും വേണ്ട, നമ്മൾ നമ്മുടെ ഒരു റിലേറ്റീവിന്റെ വീട്ടിൽ പോകുന്നു, അതല്ലെങ്കിൽ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ പോകുന്നു, ഏതെങ്കിലും ഒരു വ്യക്തിയുടെ വീട്ടിലാകട്ടെ, നമ്മൾ പോയിട്ട് നമ്മുടെ റൂൾ അവിടെ എടുക്കാൻ നോക്കുമ്പോൾ അവിടെ നമ്മൾ പാലിക്കേണ്ട ഒരു മര്യാദയുണ്ട്. ഒരു പൊതുസ്ഥലത്ത്, ഒരു മാർക്കറ്റിൽ, ഒരു കല്യാണം നടക്കുന്ന ഓഡിറ്റോറിയത്തിൽ, എല്ലായിടങ്ങളിലും അങ്ങനെ നോക്കുമ്പോൾ പാലിക്കപ്പെടേണ്ടുന്ന ചില മര്യാദകളുണ്ട്. അതൊരു കോളേജിൽ നിന്നും കാണാതെ പഠിപ്പിക്കുന്നതല്ല, എഴുതി പഠിക്കുന്നതല്ല, ഇമ്പോസിഷൻ എഴുതി പഠിക്കേണ്ടതുമല്ല. നമ്മുടെ ഈ പൊതുജീവിതത്തിൽ നിന്നും നമ്മൾ നേടിയെടുക്കേണ്ടുന്ന ഒരു പൊതു മര്യാദയുടെ ഭാഗമാണത്. അവരും പണ്ട് മുതലേ അമ്പലത്തിന്റെയും ക്ഷേത്രത്തിന്റെയും പള്ളിയുടെയും ഒക്കെ മുമ്പിൽ കൂടി പോകുന്നവരാണ്. മര്യാദ കാണിക്കാതെയല്ല നമ്മൾ ആരും ക്ഷേത്രത്തിന്റെയും അമ്പലത്തിന്റെയും പള്ളിയുടെയും ഒക്കെ മുമ്പിൽ കൂടി പോകുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഞാൻ എവിടെ ഏതെങ്കിലും സ്ഥലത്ത് പ്രസംഗിക്കുകയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നിൽക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ വാങ്ങി കേട്ടാൽ നിർത്തുന്ന ശീലം ഞങ്ങൾക്ക് എവർക്കുമുണ്ട്. ഞങ്ങൾ ആരും ഒരു മതവിഭാഗക്കാരെയും എതിർക്കുകയോ, ഞാൻ എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ എന്റെ ഇത്രയും കാലത്തിനിടയിൽ ആദ്യമായിട്ടാണ് ശബരിമല വിഷയം വന്നപ്പോഴും ഈ വിഷയം വന്നപ്പോഴും മാത്രമാണ് ഇങ്ങനെ ഒരു പ്രതികരണം നടത്താനായി വന്നത്. അല്ലെങ്കിൽ ഒരു കാലത്തും എനിക്ക് രാഷ്ട്രീയമുണ്ട്, കൃത്യമായ രാഷ്ട്രീയ നിലപാടുകളും ഉണ്ട് എന്നുള്ളതല്ലാതെ ഞാൻ ഒരിക്കലും ഒരാളെയും ആക്ഷേപിക്കാനോ ഒരു മതവിഭാഗക്കാരെയും വേർതിരിച്ച് കാണാനോ ഒന്നും ഞാൻ എന്റെ ജീവിതത്തിൽ ശ്രമിച്ചിട്ടില്ലാത്ത ആൾ കൂടിയാണ്. അപ്പോൾ എന്നെയൊക്കെ ഈ ഒരു ഇതിലേക്ക് കൊണ്ടുവന്നത് പോലും ഇത്തരത്തിലുള്ള സഹിക്കാൻ വയ്യാത്ത
യോജിക്കാത്ത രീതിയിലുള്ള കാഴ്ചകൾ കണ്ടതുകൊണ്ടാണ്. അവരുടെ ഫേസ്ബുക്കിൽ നോക്കിയാലും അതുപോലെ തന്നെ അവരുടെ യൂട്യൂബിൽ നോക്കിയാലും ഇൻസ്റ്റയിൽ നോക്കിയാലും ഒക്കെ കാണുന്നത് ഇത്തരത്തിൽ മുതലെടുക്കാൻ വേണ്ടി അവർ നടത്തിയ ഫോട്ടോഷൂട്ടുകളാണ്. അപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിലെ തന്ത്രിയുമായി ബന്ധപ്പെട്ട് തന്ത്രിയുടെ 3-4 വീഡിയോ, അതായത് തന്ത്രിയുടെ മുറിയിൽ എപ്പോൾ കയറുമ്പോഴും നേരെ എടുത്ത് ഞാൻ നിങ്ങൾ ചലഞ്ച് ചെയ്യുകയാണ്, അത് നേരെ എടുത്ത ഒരു വീഡിയോയുമല്ല, എല്ലാ വീഡിയോകളും സൈഡിൽ നിന്ന് എടുത്താണ്. അദ്ദേഹം അറിയാതെയാണ് ഈ വീഡിയോ മുഴുവൻ അവിടെ ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം ഒരു കാര്യമുണ്ട്, ഒരു സംശയം നമുക്ക് വരും. സ്വാഭാവികമായി ഒരു മറ്റൊരു പെൺകുട്ടി മറ്റു ബന്ധപ്പെട്ട പെൺകുട്ടി ചിത്രം വരച്ചുകൊണ്ട് അവിടേക്ക് ചെല്ലുമ്പോൾ ഒരു പക്ഷേ അദ്ദേഹത്തെ കാണുമെന്ന് പറയുമ്പോൾ അദ്ദേഹം കാണാൻ സൗകര്യം കൊടുത്തിട്ടുണ്ടാവും. പക്ഷേ അത് മുതലെടുപ്പിന് വേണ്ടി അത് അടുത്ത എന്ന് ഞാൻ ചോദിക്കട്ടെ, ഒരു കാര്യം ചോദിക്കട്ടെ, പോകുന്ന മുഴുവൻ റെക്കോർഡ് ചെയ്യുന്നത് എന്തിനാണ്? എവിടെ ആരോട് സംസാരിച്ചാലും റെക്കോർഡ് ചെയ്തു. ഞാൻ ആദ്യമേ തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ആദ്യമേ തന്നെ നമുക്കൊക്കെ ഞാനും ചിന്തിച്ചിട്ടുണ്ട്, ഇതിന്റെ ശരീരം മൊത്തം ക്യാമറയാണോ എന്ന്. നീ ഞങ്ങളെ പഠിപ്പിക്കണ്ട അബ്ദുറഹീം, നീ ഇറങ്ങിപ്പോടാ, നീ ഇറങ്ങിപ്പോയിക്കോ. നിന്നെ പഠിപ്പിക്കാന്ന് പറഞ്ഞ ഞങ്ങൾ ആരെങ്കിലും ഇവിടെ വിളിച്ചോ? എന്തിനാടാ വിവരദോഷികളെ നീ ഒക്കെ കയറി വരുന്നത്? നിങ്ങളെ പഠിപ്പിക്കാൻ ഞാൻ വിളിച്ചിട്ടില്ല, നിങ്ങൾ പഠിക്കുന്ന സ്കൂളിലേക്ക് ഞാൻ വന്നിട്ടുമില്ല. പിന്നെ നീ ഞങ്ങളെ പഠിപ്പിക്കണ്ട എന്ന് പറഞ്ഞാൽ ഇറങ്ങിപ്പോടാ, കുറെ എണ്ണ ഇങ്ങ് വരും. നിനക്കൊക്കെ വിവരമില്ലാത്തതോ പോട്ടെ, നീയൊക്കെ ഒരു പൊതു ശല്യമായിട്ടാണ് മാറിയിരിക്കുന്നത്. അപ്പോൾ ഇവര് പോകുന്നു, വീഡിയോ പിടിക്കുന്നു, അത് പുറത്തു വിടുന്നു. ഇവരിതൊക്കെ ആഘോഷിക്കുമായിരുന്നു. സത്യത്തില് ഒരു മുസ്ലിം പള്ളിയിൽ അല്ലെങ്കിൽ കഅബയിൽ പോയിട്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ? ഇവർക്ക് ചെയ്യാൻ പറ്റുമോ മക്കയിൽ പോയിട്ട്? അപ്പൊ ഇത് ബിസിനസ് തന്ത്രവും കൂടുതൽ ക്ലയൻസിനെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള പരസ്യങ്ങളുമായിരുന്നു. നമുക്കൊക്കെ 20, 25, 30 വർഷം പരിചയമുള്ള ബന്ധമുള്ള BJP നേതാക്കന്മാരും RSS നേതാക്കന്മാരും കാര്യാലയം. ഞാൻ പറഞ്ഞു വന്നത് അതാണ്, ഇവരുടെ ശരീരം മൊത്തം ക്യാമറയാണോ എന്ന് തോന്നിപ്പോകും. ആരോട് മിണ്ടിയാലും ഒരു ഇളിച്ചോണ്ട് നിൽക്കുന്ന ഫോട്ടോ, വീഡിയോ, മറ്റവരോട് മിണ്ടിയാലും അതെ, ഇവരോട് മിണ്ടിയാലും അതെ, അവരുമായിട്ട് സംസാരിച്ചാലും ഇവരുമായിട്ട് കയർത്താലും അങ്ങനെയാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ അകത്ത് ഒരു ഭക്തയുമായിട്ട് ഒരു കമന്റ് ഇട്ട വിഷയത്തിലുള്ള തർക്കമൊക്കെ വീഡിയോ രൂപത്തിൽ പുറത്തു വരുന്നത് എങ്ങനെയുണ്ട്? അതൊക്കെയാണ് പ്രകോപനമുണ്ടാക്കിയത്. ഏതു മതവും വളരെ പെട്ടെന്ന് വികാരപ്പെടുന്നു, വ്രണപ്പെടുന്ന വികാരത്തിന്റെ ആളുകളാണ്. അപ്പോ അത് മനസ്സിലാക്കണം. ഇസ്ലാം മത വികാരം മാത്രമല്ല പെട്ടെന്ന് വ്രണപ്പെടുക, എല്ലാ മതത്തിന്റെയും വൈകാരികതകൾ അങ്ങനെ തന്നെ. ഒക്കെ നമുക്ക് ഏവർക്കും 10-40 വർഷമായിട്ട് ബന്ധമുള്ള സ്ഥലങ്ങളും ബന്ധമുള്ള ഇടങ്ങളും ഒക്കെയാണ്. പക്ഷെ നമ്മൾ ആരും ക്ഷേത്രത്തിൽ പോകുമ്പോൾ നമ്മൾ ഫോട്ടോ എടുത്താൽ ക്ഷേത്രത്തിന്റെ കോമ്പൗണ്ടിന് പുറത്തു നിന്നാണ് നമ്മൾ ഫോട്ടോ എടുക്കുന്നത്, അല്ലാതെ നമ്മൾ ക്ഷേത്രത്തിനകത്ത് ഫോട്ടോ എടുക്കാറില്ല. അപ്പോൾ നമ്മൾ അത് ഉത്സവ സമയത്തോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും സമയത്ത് ക്ഷേത്ര കോമ്പൗണ്ടിന് വെളിയിൽ നിന്ന് ഫോട്ടോ എടുക്കുകയുള്ളൂ ചെയ്യുന്നത്. ക്ഷേത്രാചാരങ്ങൾ പാലിക്കുന്നവർക്ക് മാത്രമാണ് ഈ വീഡിയോ മുഴുവൻ അവിടെ തിമർക്കുകയായിരുന്നു എന്നുള്ളത്. സത്യത്തിൽ ഗുരുവായൂർ ദേവസ്വത്തിലേക്ക് വിളിച്ചപ്പോൾ പുറത്തുള്ള കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് നോക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് അവരുടെ ജോലിയാണ് എന്നാണ് കോടതി എന്ന് പറഞ്ഞിരിക്കുന്നത്. 2-3 വർഷമായി ഇവരവിടെ ആടി തിമർക്കുകയായിരുന്നു എന്നുള്ളത് സത്യത്തിൽ ഇത് ഗുരുവായൂർ ദേവസ്വത്തിന്റെ പിടിപ്പുകേടാണെന്ന് പറയും. ഇനി പോട്ടെ, ഇതെല്ലാം കഴിഞ്ഞു. ഈ അടുത്ത കാലത്ത് ഞാൻ ഗുരുവായൂർ ദേവസ്വത്തിന് പരാതി അയച്ചിരുന്നു. അങ്ങനെ ആരൊക്കെയോ 3, 4, 5 പരാതികൾ എനിക്ക് തോന്നുന്നു ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർക്ക് നൽകിയിരുന്നു. ഞാൻ അയക്കുക മാത്രമല്ല അവിടേക്ക് ഫോൺ ചെയ്യുകയും ആ ഫോൺ ചെയ്തുകൊണ്ട് അവരോട് കൃത്യമായ കാര്യങ്ങൾ പറയുകയും അവർക്ക് പരാതി കിട്ടിയോ എന്ന് ഞാൻ എന്റെ ബോധ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. കാരണം അത് വിളിച്ച് ചോദിക്കാൻ കാരണം ഇനി മെയിലിൽ അയച്ച പരാതി കിട്ടിയില്ലെങ്കിൽ എന്ന് വിചാരിച്ച് അവിടെ വിളിച്ച് കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കിയാണ് പരാതി കിട്ടിയത്. അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. ടെമ്പിൾ പോലീസ് സ്റ്റേഷനിലെ ആൾക്കാരെ ആ നിമിഷം വഴക്ക് നടക്കുമ്പോൾ ഇൻഫോം ചെയ്തിരുന്നു. അതിന് മുമ്പ് പരാതി അയച്ചിരുന്നു. DGPക്ക് അടക്കം പരാതി നൽകിയിരുന്നു. ഇതൊക്കെ കിട്ടുമ്പോഴും ഗുരുവായൂർ ദേവസ്വം ബോർഡ് അടക്കമുള്ളവർ മിണ്ടാതിരിക്കരുത് എന്ന് ലൈവിൽ ഒരു ചേച്ചി പറയുന്നത് കേട്ടു. ആ ചേച്ചി ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഗുരുവായൂർ ദേവസ്വത്തിലേക്ക് വിളിച്ചപ്പോൾ പുറത്തുള്ള കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് നോക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് അവരുടെ ജോലിയാണ് എന്നാണ് കോടതി എന്ന് പറഞ്ഞിരിക്കുന്നത്. കാരണം അത് ജോലിയല്ലേ. ഗുരുവായൂരിലെ സെക്യൂരിറ്റി സമയത്ത് പിന്നെ എന്തിനാണ് സെക്യൂരിറ്റിക്കാരെ വെക്കുന്നത്? അവർക്ക് പുറത്തുള്ള കാര്യങ്ങൾ നോക്കാൻ അല്ലെങ്കിൽ അകത്ത് മാത്രമാണ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ക്ഷേത്രത്തിന്റെ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ അവിടുത്തെ മുഴുവൻ കാര്യങ്ങൾ എവിടെയൊക്കെ ആൾക്കാർക്ക് കയറാൻ പറ്റില്ല, അവിടെ എന്തെങ്കിലും ക്ഷേത്രാചാരങ്ങൾ ലംഘിക്കപ്പെടുന്നുണ്ടെന്ന് നോക്കാനാണ്. അല്ലാതെ അവിടെ വന്ന് തൂണിക്കുന്ന ഭക്തന്മാരെ വെട്ടി ഓടിക്കാനല്ല സെക്യൂരിറ്റി. അവരുടെ വിചാരം എനിക്ക് തോന്നുന്നു ഗുരുവായൂർ അമ്പലത്തിലെ സെക്യൂരിറ്റിയുടെ വിചാരം അവിടെ വന്ന് ദിവസങ്ങളോളം വ്രതമെടുത്തും അവിടെ വന്ന് മണിക്കൂറുകളോളം കാത്തുനിന്നും തൊഴാനെത്തുന്ന അവിടുത്തെ ഭക്തരെ, അവർ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് അവിടെ എത്തുന്ന ഭക്തരെ വിരട്ടി ഓടിക്കാനുള്ളതാണ് സെക്യൂരിറ്റി എന്ന ധാരണയാണ് അവർക്കുള്ളതെന്ന് സംശയം ഉണ്ടാകുന്നത്. അല്ലാതെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ കാണുമ്പോൾ എവിടെയാണ് നിൽക്കുന്ന കൽവിളക്കിന് താഴെയാണ് അവർ നിന്ന് ഫോട്ടോ എടുക്കുന്നത്. അത് കൊടിമരം പോലെ തന്നെയാണ് കൽവിളക്കും. ക്ഷേത്രത്തിന്റെ പ്രിമൈസാണ്, ക്ഷേത്രത്തിൽ ഹിന്ദുക്കൾക്ക് പ്രവേശനമില്ലാത്ത സ്ഥലമാണ്. ആ സ്ഥലത്താണ് അവർ നിന്ന് ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തുകൊണ്ടിരുന്നത്. ഏതായാലും ഒരു വലിയ സന്തോഷം, അത് കോടതിക്ക് മനസ്സിലായല്ലോ. ഒരു ഭക്തരുടെ വികാരങ്ങൾ മനസ്സിലാക്കാൻ കോടതി ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് ആദ്യം ഉണ്ടായിരുന്ന ആശ്വാസം കോടതിയായിരുന്നു. അത് കോടതി കേൾക്കാൻ തയ്യാറാകുന്നു എന്നുള്ളത് വലിയ സന്തോഷമാണ്. ഏതായാലും അതിന് നിമിത്തമായി കൃഷ്ണ ജോക്കിലൂടെ എത്തിയതോടുകൂടി ഈ വിഷയത്തിൽ ഒരു തീരുമാനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഇനി തെളിയിക്കാനുള്ളത് ഞാൻ പറഞ്ഞ ചില കാര്യങ്ങളാണ്. അതുമായി ബന്ധപ്പെട്ട കേസുമായി ഞാൻ മുന്നോട്ട് പോകുക തന്നെ ചെയ്യും. ഏതായാലും ഞാൻ ഇവരുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ച ആരോപണങ്ങൾ, ഇവർക്ക് മറ്റ് ചില ബന്ധങ്ങളുണ്ട്, അത് മറ്റ് ചില രാജ്യവിരുദ്ധ ശക്തികളുമായി ബന്ധമുണ്ടോ എന്ന സംശയമുണ്ട് എന്ന് പറയുന്നതിന്റെ കുറച്ചേറെ തെളിവുകളും എനിക്ക് ലഭ്യമായിട്ടുണ്ട്. ആ തെളിവുകളെല്ലാമായി അടുത്ത ഘട്ടത്തിലേക്ക് ഞങ്ങൾ പോവുകയും ചെയ്യും. ഏതായാലും ആദ്യ ഘട്ടത്തിൽ ഈ വിഷയം കോടതിയിൽ എത്തിക്കാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷം. അത് കൃഷ്ണ ജോക്കിയും അതുപോലെ തന്നെ പരാതിക്കാരനും അങ്ങനെ എല്ലാവരും ചേർന്ന് അത് കോടതിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. വലിയ സന്തോഷം. അത് കേൾക്കാനും നമ്മുടെ ഏറ്റവും ബഹുമാനപ്പെട്ട ജഡ്ജ് അതിന് തയ്യാറായി
തയ്യാറായി. അത് ഞങ്ങളുടെ ഒരു ആശങ്ക, ഞങ്ങളുടെ ഒരു മനസ്സിലാക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന സന്തോഷമാണ് ഞങ്ങൾക്കുള്ളത്. ഏതായാലും ഇന്ന് അദ്ദേഹത്തിന് ആ കോടതി അദ്ദേഹം കണ്ടിരിക്കുന്നു, ആ വീഡിയോ, അവിടെ ഉണ്ടാകുന്ന ആ പ്രശ്നം ഉണ്ടായത് അദ്ദേഹം കണ്ടിട്ടുണ്ട് എന്നുള്ളത് തന്നെ വലിയ സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഒരു ഭക്തയ്ക്ക് ആ ക്ഷേത്രത്തിൽ വന്ന് തൊഴണമെങ്കിൽ ഈ സ്ത്രീയുടെ കൂടെ വരുന്നവരുടെയും കാരുണ്യം ഉണ്ടെങ്കിലേ കഴിയുള്ളൂ എന്ന രീതിയിലുള്ള ആക്രോശങ്ങളായിരുന്നു അവിടെ കണ്ടുകൊണ്ടിരുന്നത്. ആ ആക്രോശം കാണുന്ന ആർക്കും അത് മനസ്സിലാകും. ഈ കോടിയെ കുറിച്ച് ഇത് എങ്ങനെയാണ് ഇങ്ങനെ ഒരു ക്ഷേത്ര നടയിലെത്തി ഇങ്ങനെ അലറി വിളിക്കാൻ ഒരു അന്യമതസ്ഥരുടെ ക്ഷേത്രത്തിലേക്ക് നിങ്ങൾ എത്തുമ്പോൾ തന്നെ അത് തന്നെ നിങ്ങൾക്ക് മറ്റുള്ള മതവിഭാഗം, പ്രത്യേകിച്ച് ഹൈന്ദവരുടെ ക്ഷേത്രങ്ങളിലേക്ക് എത്തുമ്പോൾ ഹൈന്ദവർ നൽകുന്ന ആനുകൂല്യമാണ് അത്തരം ഒരു സ്ഥലത്തേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാൻ കഴിയുക എന്നുള്ളത്. അത് മുതലാക്കിക്കൊണ്ട് അവിടെ വരുന്ന ഭക്തരെ വിരട്ടി ഓടിക്കാനും അവിടെയുള്ളവരെ അടിക്കാൻ ചാടിച്ചെല്ലാനും അയാളുടെ ആ പ്രകൃതം, അയാളുടെ ആ അരുൺ ബഷീർ എന്ന് പറയുന്ന അയാൾ കാണിക്കുന്ന പോപ്രായം കണ്ടാൽ തന്നെ അറിയാം എന്താണ് അവിടെ ചെയ്തു വെക്കുന്നത്. അതുപോലെ തന്നെ ഒരു 4 പേരെ ഇതേപോലെയുള്ള നിങ്ങൾ റോഡിലേക്ക് ഇറങ്ങിയാൽ നിങ്ങളുടെ കാൽ വെട്ടി കളയുന്നോ, റോഡിലേക്ക് ഒന്ന് ഇറങ്ങി വരും, അപ്പോൾ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ സ്ത്രീ അടക്കം അവരടക്കം കിടന്ന് ആക്രോശിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഏതായാലും വലിയ സന്തോഷം. ഈ സന്തോഷം നിങ്ങളോട് പങ്കുവെക്കാനാണ് ഞാൻ വന്നത്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ തിങ്കളാഴ്ചയാണ് ബാക്കി കോടതി നടപടികൾ ഉണ്ടാവുക. കാരണം വക്കീൽ വാദിക്കാനായി അദ്ദേഹം ഇറങ്ങിയില്ല. അദ്ദേഹം ഉപാധി വാദിച്ചോളാം എന്ന് പറഞ്ഞപ്പോഴാണ് കോടതി വിഷയങ്ങൾക്ക് നിരീക്ഷിച്ചുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ പറഞ്ഞത്. പിന്നെ കോടതി വിഷയമായതുകൊണ്ടും മറ്റു കാര്യങ്ങളൊന്നും സംസാരിക്കുന്നില്ല. ഏതായാലും ഇനി നിങ്ങളുടെ ഔദാര്യം, നിങ്ങൾ അവിടേക്ക് വരുന്നില്ല എന്ന ഔദാര്യം വേണ്ട, അവിടേക്ക് നിങ്ങളെ അടിച്ചിറക്കുകയാണ് ഇവിടുത്തെ ഹൈന്ദവ സമൂഹം എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. അത് മറ്റൊന്നും കൊണ്ടല്ല, നിങ്ങളോടുള്ള മറ്റൊരു തരത്തിലൊരു മുസ്ലിം അവിടെ എത്തിയത് കൊണ്ട് ഒന്നുമല്ല. ക്ഷേത്രാചാരങ്ങൾ പാലിക്കാതിരിക്കുകയും ക്ഷേത്രത്തിന്റെ പരിസരത്ത് വന്ന് നിങ്ങൾ ബഹളം വെക്കുകയും ക്ഷേത്രത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് കേക്ക് മുറിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ ഇത്തരത്തിലുള്ള, മാത്രമല്ല നിങ്ങളുടെ കാപട്യവും കള്ളത്തരവും നിങ്ങളുടെ ഫ്രോഡുലന്റ് ആക്ടിവിറ്റീസും ഒക്കെ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടും മറ്റു ചില ബന്ധങ്ങളുണ്ട് എന്ന സംശയത്തിന്റെ പേരിലുമാണ് നിങ്ങളോട് ഞങ്ങൾ ഇത്തരത്തിൽ ഒരു എതിർപ്പുമായി വന്നത്. അല്ലാതെ ഞങ്ങൾക്ക് മറ്റൊരു തരത്തിൽ ഈ വിഭാഗത്തോടോ ഇസ്ലാം വിഭാഗത്തോടോ ഒന്നും ഞങ്ങൾക്ക് ഒരു എതിർപ്പുമില്ല. ഞങ്ങൾ എല്ലാ വിഭാഗക്കാരെയും ഞങ്ങളോടൊപ്പം ചേർത്ത് നിർത്തുന്നവർ തന്നെയാണ്, യാതൊരു സംശയവുമില്ല. ഞങ്ങളോട് നിരവധി പേരുണ്ട്. ഞങ്ങൾ അവരോട് ആരോടും ഒരു പ്രശ്നവും, ഒരുപാട് പേർ വന്നിട്ടുണ്ട്. മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് നിരവധി പേർ ഈ ഹൈന്ദവ ധാരയിലേക്കൊക്കെ വന്നിട്ടുണ്ട്. അവരോട് ആരോടും ഞങ്ങൾ ആരും ഒന്നിനും പോകുന്നില്ല. കാരണം അവരുടെ കാര്യം നോക്കി അവർ പറയുന്ന കാര്യങ്ങളും ആചാരങ്ങൾ പോലും അനുഷ്ഠിക്കുന്ന ചില മുസ്ലിംസ് ഉള്ളതായിട്ട് എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ഞങ്ങൾക്ക് അങ്ങനെ ആരോടും ഒരു എതിർപ്പുമില്ല. പക്ഷേ നിങ്ങളെ ഞങ്ങൾ എതിർക്കുന്നതിന് വ്യക്തമായ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് നിങ്ങളെ എതിർത്തത്. കഴിഞ്ഞ കുറെ നാളുകളായി നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന പ്രവർത്തികളും അതിന് കാരണമായിട്ടുണ്ട്. അക്കാര്യത്തിൽ ഒരു സംശയമില്ല. നിങ്ങൾക്ക് റീൽസ് എടുക്കാനും നിങ്ങളുടെ ബിസിനസ് നടത്താനുമുള്ള സ്ഥലമല്ല ഗുരുവായൂർ. അത് നിങ്ങൾ വ്യക്തമായി ഓർത്തിരിക്കണം. ബാക്കിയുള്ള കാര്യങ്ങൾ വഴിയെ ഞാൻ പറയുന്നതായിരിക്കും. ഏതായാലും വലിയ സന്തോഷം. പിന്നെ കാണാം. എല്ലാവരും കൂടെ ഉണ്ടാകും പറയുന്നു. മായാജി പ്രസാദ് ബാജ്. യെസ്, ആദ്യഘട്ടത്തിൽ പറഞ്ഞ എല്ലാവരെയും ക്രൂശിക്കാനായിരുന്നു ഹൈന്ദവ വിഭാഗത്തിൽ തന്നെയുള്ള ചിലരെങ്കിലും ശ്രമിച്ചിട്ടുണ്ട്. അത് ചില വ്യക്തിവൈരാഗ്യങ്ങളുടെ പേരിൽ പെൺകുട്ടികളെ വല്ലാതെ ആക്രമിക്കുന്ന, അതായത് ലസിതയും ഹരിതയും ഒക്കെ വല്ലാതെ ആക്രമിക്കുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ പോയിരുന്നു. ഏതായാലും എനിക്ക് അത്തരത്തിലുള്ള അക്രമം ഉണ്ടായില്ല. ഫേസ്ബുക്കിൽ 1-2 പേരൊക്കെ കമന്റ് ഇട്ട് പോകുന്നു എന്നുള്ളതല്ലാതെ പിന്നെ ഇൻബോക്സിലൊക്കെ വന്നിട്ട് ഇവർക്കെതിരെ വാർത്ത ചെയ്യരുതെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ വാർത്ത ചെയ്യുന്നു, വാർത്ത പിൻവലിപ്പിക്കാനും ഒക്കെ വലിയ ശ്രമങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഞാൻ അതിനൊന്നും വഴിപ്പെട്ടില്ല. വന്ന് മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട് ഞാൻ കൂടുതൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട് പഠിക്കുകയും ഈ വന്നവരുടെ ഫോൺ നമ്പർ അടക്കം ട്രേസ് ചെയ്തുകൊണ്ട് ആരാണ് വന്നത്, ആരാണ്, എന്താണ്, ഏതാണ് എന്ന് പഠിക്കാനും ആ കൂടുതൽ വിവരങ്ങൾ, അതുകൊണ്ട് എനിക്ക് ഗുണമുണ്ടായിട്ടേ ഉള്ളൂ. കൂടുതൽ വിവരങ്ങൾ എനിക്ക് പഠിക്കാനും കഴിഞ്ഞു. കൂടുതൽ വിവരങ്ങൾ ഇവരുടെ പിന്നിലുള്ള ബാക്കിയുള്ള കഥകൾ കൂടി എനിക്ക് പഠിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് സന്തോഷം. അപ്പോൾ വലിയ സന്തോഷമുള്ള ദിവസമാണ്. ഏതായാലും നമുക്ക് തിങ്കളാഴ്ചയോടുകൂടി ഏതായാലും നല്ല ഒരു നിലയിലേക്ക് നമ്മുടെ ഈ കാര്യങ്ങൾ എത്തിച്ചേരട്ടെ. ഭഗവാനോട്, കൃഷ്ണനോട് പ്രാർത്ഥിക്കുന്നു, ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുന്നു. ഞാനും 5000 കൊടുത്ത് വാങ്ങി. ഒത്തിരി പേര് വാങ്ങിയിട്ടുണ്ട്. എന്ത് ചെയ്യാനാ? അതിലെന്തെങ്കിലും കൃഷ്ണചിത്രമല്ലേ, അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. ഒരുപാട് പേര് വാങ്ങിയിട്ടുണ്ട്. അവരുടെ ചിത്രം തന്നെ നമ്മൾ പറഞ്ഞില്ലേ, ആ തരത്തിലുള്ള ചിത്രം തന്നെ തട്ടിപ്പാണോ എന്ന് സംശയമുണ്ട്. അതെന്തെങ്കിലും ആയിക്കോട്ടെ. ആരാണ് പറഞ്ഞത് ജസ്നയോട് ചെയ്തത് മോശമായി പോയി. ബാലാമണിയുടെ മതമാണോ നിങ്ങളുടെ പ്രശ്നം? അതന്നെ പറയുന്നത്. ഇപ്പോൾ നമ്മളിത് പറയുമ്പോൾ ഇസ്ലാം വിഭാഗത്തിൽപ്പെടുന്ന, എനിക്ക് തോന്നുന്നില്ല ശരിക്കും നല്ല ഇസ്ലാം ആണെന്ന് തോന്നുന്നില്ല. നല്ല ഇസ്ലാം ആണെങ്കിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, നല്ല ഇസ്ലാം ആണെങ്കിൽ എല്ലാ ആചാരങ്ങളെയും ബഹുമാനിക്കണമെന്ന് പഠിപ്പിക്കുന്നതാണ്. അതേപോലെ തന്നെയല്ലേ നമ്മളും നമ്മുടെ, അല്ലെങ്കിൽ ആരെങ്കിലും പറയുമ്പോൾ എന്റെ പള്ളി സംരക്ഷിക്കണമെന്ന് നിങ്ങളുടെ ക്ഷേത്രം പോയി തല്ലിപ്പൊളിക്കാൻ പറയുന്ന അങ്ങനത്തെ ആൾക്കാരില്ലല്ലോ, അങ്ങനത്തെ മുസ്ലിംസ് ഉണ്ടാവും. ഏതായാലും അതില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിക്കുന്നത് അത്തരത്തിലുള്ളവർ തീവ്ര വിഭാഗത്തിലുള്ളവരായിരിക്കും. ഞങ്ങൾ പറഞ്ഞത് മറ്റൊന്നുമല്ല, അവർക്ക് ക്ഷേത്രത്തിൽ വരേണ്ട, അവർ ഭക്തിയല്ല, അവർ ഈ വിഭാഗത്തിൽപ്പെടുന്നവരല്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചിത്രങ്ങൾ വരയ്ക്കും. ഞങ്ങൾ ചിത്രം വരയ്ക്കുന്നതിനൊന്നും പറഞ്ഞിട്ടില്ല. ചിത്രം വരയ്ക്കുകയോ വിൽക്കുകയോ എന്ത് വേണമെങ്കിലും അവർക്കാവാം. അത് ക്ഷേത്ര നടയിലേക്ക് വന്ന് ക്ഷേത്രത്തിൽ വരുന്ന ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാനും ക്ഷേത്രത്തിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കാനും മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് പോകാനും ഹിന്ദുവും മുസ്ലിമും തമ്മിൽ നിലനിൽക്കുന്ന സൗഹാർദ്ദം ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾക്ക് ചുക്കാൻ പിടിക്കാനുള്ള അവരുടെ ശ്രമത്തെ തന്നെയാണ് ഞങ്ങൾ എതിർത്തത്. കാരണം ഇതിൽ തന്നെ വ്യക്തതയുണ്ട്. ഇവരെല്ലാ പ്രാവശ്യവും അല്ലാതെ വരുന്ന കുറെ സ്ത്രീകളെയും ഒക്കെ കൂട്ടിക്കൊണ്ട് എന്തെങ്കിലും ഒരു ഷോ കാണിക്കാൻ വേണ്ടിയാണ് ക്ഷേത്രത്തിലേക്ക് വന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതായാലും ഭഗവാൻ കൃഷ്ണൻ അതിന് ചിലപ്പോൾ ഒരു പക്ഷേ ഇവരെ അവിടെ നിന്ന് തുരത്തണമെന്നുള്ള ഭഗവാൻ കൃഷ്ണന്റെ ഒരു തീരുമാനമായിരിക്കാം. അതായിരിക്കും ഞങ്ങൾ എല്ലാവരും കൂടി ഇതിലേക്ക് എത്തിച്ചേർന്നത്. നിരവധി പേര് യു കെയിൽ നിന്ന് ചേച്ചിയൊക്കെ സംസാരിക്കുന്ന കാണാം. അതായത് ഇത് പറയുമ്പോൾ സംസാരിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഒരുപാട് പേർക്ക് ഇവരുടെ കള്ളത്തരങ്ങളും ഇവരെ ഒന്ന് ക്ലോസ് ആയി ഒബ്സർവ് ചെയ്യുന്നവർക്കൊക്കെ ഇവരുടെ കള്ളത്തരങ്ങളൊക്കെ മനസ്സിലായി തുടങ്ങി. അതുകൊണ്ട് ശ്രീല സംസാരിക്കുന്നത് പോലെയല്ല, ഷൈനി ചേച്ചി നല്ല കൊടുക്കലാണ് അങ്ങോട്ട് കൊടുക്കുന്നത്. ശ്രീല നിർത്തട്ടെ, നമുക്ക് ഷൈനി ചേച്ചി. ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാവരോടും സന്തോഷം. അത് കൃഷ്ണചേട്ടനാണ് ഏറ്റവും വലിയ ശക്തിയായി കൂടെ നിന്നത്. വലിയ സന്തോഷം. മറ്റൊന്നും ഉള്ളത് കൊണ്ടല്ല, അവര് നമ്മുടെ മതം വ്രണപ്പെടാൻ പാടില്ല. ഒരിക്കൽ കണ്ടില്ലേ, ഒരു നിള നമ്പ്യാർ, എന്തായിരുന്നു അവരുടെ പ്രശ്നം? മുസ്ലിം പേരിട്ടിട്ട് തുണി ഉരിയാൻ പറ്റില്ല. അത് മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് പ്രശ്നമായി പോകുമോ? മുസ്ലിം പേരിട്ടാൽ വേണ്ടുന്ന രൂപത്തിൽ സ്വീകാര്യത കിട്ടില്ലേ?
അതുകൊണ്ടാണ് അവർ മറ്റൊരു പേര് തന്നെ തിരഞ്ഞെടുത്തത്, നിള നമ്പ്യാർ. ആസിയ എന്ന പേരിടാൻ പറ്റുമോ? ആസിയ നവാസ് എന്ന് ഇടാൻ പറ്റുമോ? പറ്റില്ല. അപ്പോ ഇത് പലരുടെയും മാർക്കറ്റിംഗ് ടൂളാണ്. നമ്മുടെ ഷൈനി ചേച്ചി ഉണ്ടല്ലോ, പൊള്ളിച്ചടുക്കുന്നുണ്ട്, വാരി വലിച്ച് കീറി ഒട്ടിക്കുകയാണെന്നൊക്കെ പറയാറില്ലേ, അതിൻ്റെ നല്ല വേർഷനാണ് ഷൈനി ചേച്ചി. ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലാത്ത രൂപത്തിലാണ് ഷൈനി ചേച്ചി. UK-യിലാണ്. പലപ്പോഴും ഇതുപോലെയുള്ള വിഷയങ്ങളിൽ പ്രതികരിക്കാറുണ്ട് ചേച്ചി. എല്ലാവർക്കും എൻ്റെ നമസ്തേ. അപ്പോൾ വീണ്ടും നിങ്ങളെ വെറുപ്പിക്കാനായിട്ട് വരികയാണെന്ന് കരുതരുത്. ഞാൻ നിങ്ങളോട് എല്ലാവരോടും മുൻകൂറായിട്ട് തന്നെ ഒരു ജാമ്യം എടുക്കുകയാണ്. കാരണം വീണ്ടും സംസാരത്തിനായിട്ട് വന്നിട്ടുള്ളത് താത്ത വിഷയമാണ്. അപ്പം അക്കാര്യത്തിൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഈ വിഷയം കണ്ടും കേട്ടും അറിഞ്ഞും വെറുപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്, അറിയാമല്ലോ. പക്ഷേ ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അത് നമ്മൾ പറഞ്ഞാൽ തന്നെ മനസ്സിലാവുള്ളൂ. നമ്മൾ ഈ പറയാൻ മനസ്സ് കാണിക്കുന്നവരെ, പ്രതികരിക്കാൻ മനസ്സ് കാണിക്കുന്നവരെ അത് പ്രതികരിച്ചില്ലെങ്കിൽ പ്രതികരിക്കാനായിട്ട് ഇപ്പൊ പലതരത്തിലും പറ്റാത്ത ആൾക്കാരുണ്ട്. അവർ വേണമെന്ന് വെച്ചാലും നടക്കാത്ത കുറെ മനുഷ്യരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള നമ്മുടെ സമൂഹത്തിൽ ഈ പ്രതികരിക്കാനുള്ള വിഷയങ്ങൾ പ്രതികരിച്ചില്ലെങ്കിൽ അത് വലിയൊരു ദോഷം ചെയ്യും. അപ്പൊ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും താത്ത വിഷയത്തിൽ സംസാരിക്കാൻ വന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും വെറുപ്പാണെന്നറിയാം, എന്നാലും എന്നോട് ക്ഷമിക്കണം. എനിക്കിത് പറയാതിരിക്കാൻ പറ്റില്ല. താത്ത ഗുരുവായൂര് അഷ്ടമരോഹിണിയുടെ അന്ന്, ഞാനിത് പറയാൻ പോകുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം കൂടെ പറയട്ടെ. ഈ താത്തയെ കുറിച്ച് പറയുമ്പോൾ അതൊരു പാവം പിടിച്ച പെണ്ണാണ്, അവരെവിടെ കിടന്ന് ജീവിക്കട്ടെ, അവരെവിടെ കിടന്ന് പടം പഠിച്ച് ജീവിക്കട്ടെ എന്നൊക്കെ നിങ്ങൾ പറയാറുണ്ട്, ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഈ ഉഡായിപ്പിന്റെ ഉസ്താദായിട്ട് അങ്ങേ അറ്റം വരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും, അതായത് ഹിന്ദു സമൂഹം മൊത്തം വിഡ്ഢികളാണ്, പമ്പര വിഡ്ഢികളാണ്, ഹിന്ദു സമൂഹത്തിന് എപ്പോഴും പറ്റിച്ചുകൊണ്ടിരിക്കാൻ ഒരാൾ വിചാരിച്ചു തുനിഞ്ഞിറങ്ങിയാൽ അത് അനുവദിച്ചു കൊടുക്കാൻ നമ്മളെ പോലുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യങ്ങൾ പറയാൻ പോകുന്നത്. കാരണം കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ മുഴുവനും കാണിച്ചു കൂട്ടിയിട്ടുള്ള അവരുടെ ഓരോ വീഡിയോസും ഞാനിപ്പോ അടുത്ത കുറച്ച് ദിവസങ്ങളായിട്ടാണ് മെനക്കെട്ട് ഞാൻ ഈ വീഡിയോസ് ഒക്കെ കാണാനും അത് അന്വേഷിക്കാനും അതിനെക്കുറിച്ച് അറിയാനും ഞാൻ തയ്യാറായത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഉഡായിപ്പ് എന്ന് പറഞ്ഞാൽ 8ന്റെ പണിയല്ല 16ന്റെ പണിയാണ് ഹിന്ദു സമൂഹത്തിന് മൊത്തം ഈ പെണ്ണുപിള്ള ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അവര് ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ആരെങ്കിലും വിമർശിച്ച് അവർ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ പത്തോ എന്ന് പറഞ്ഞിട്ട് കരഞ്ഞു വിളിച്ച് എന്നെ ഹിന്ദു സമൂഹം ഒറ്റപ്പെടുത്തി, എന്നെ ഹിന്ദു സമൂഹം ഒറ്റപ്പെടുത്തിയിട്ട് എനിക്ക് ജീവിക്കാൻ മേലാതാക്കി, ഞാൻ എന്ത് ദ്രോഹം ചെയ്തു എന്ന് പറയുന്ന കള്ള കണ്ണീരൊഴുക്കിയിട്ട്, ആ മുതലക്കണ്ണീരൊഴുക്കിയിട്ട് വീണ്ടും അവർ ഹിന്ദു സമൂഹത്തിന് കയ്യിലെടുക്കാണ്. ഇനി അഥവാ ഹിന്ദു സമൂഹം കൈവിട്ട് കഴിഞ്ഞാൽ നേരെ അപ്പുറത്ത് പോയിട്ട് മുസ്ലിം സമൂഹത്തിനെ കൂട്ടിപിടിക്കും. അപ്പൊ മുസ്ലിം സമൂഹത്തിലുള്ള ആൾക്കാർ അയ്യോ എന്നെ ഹിന്ദുക്കൾ എല്ലാവരും ചേർന്നിട്ട് ആക്രമിക്കാൻ വരുന്നേ, എന്നെ കൊല്ലാൻ വരുന്നേ എന്ന് പറയുമ്പോൾ അവരുടെ സെന്റിമെന്റ്സ് കിട്ടും. അപ്പൊ രണ്ട് തരത്തിലും രണ്ട് വഞ്ചിയിലും കാലിട്ടിട്ട് രണ്ട് കൂട്ടരുടെയും രണ്ട് സമുദായത്തിനും ഒരുപോലെ പറ്റിച്ചിട്ട് മുസ്ലിം സമൂഹത്തിനെയും ഹിന്ദു സമൂഹത്തിനെയും ഒരുപോലെ പറ്റിച്ചിട്ട് ഒരാൾക്ക് ഒരുപാട് കാലം മുന്നോട്ട് പോകാൻ പറ്റില്ല. അത് കുറെ കാലം കഴിയുമ്പോൾ പൊളിയും. ആ പൊളിഞ്ഞ കാര്യങ്ങളാണ്, എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് തുറന്നു പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിന്റെ ഒന്നാമത്തെ കാര്യം, ഇവര് അഷ്ടമരോഹിണിയുടെ അവിടെ അന്ന് ഗുരുവായൂർ അമ്പലത്തില് പൂഴി മണൽ വാരിയിട്ടാൽ താഴെ വീഴാത്തത്ര തിരക്കാണ്. ആ തിരക്കിനിടയിലും അവരുടെ വീഡിയോയ്ക്കടിയിൽ കമന്റ് ഇട്ട വ്യക്തിയെ കണ്ടുപിടിച്ചിട്ട് അവരുടെ നേരെ ആക്രോശിക്കുന്നതും പിന്നെ സംസാരിക്കുന്നതും അവരുടെ കൂടെയുള്ള പിന്നെ ഒരു കൊഞ്ഞാളനുണ്ട്, ഒരു വേട്ടാവളിയൻ, ആ വേട്ടാവളിയൻ അടക്കം ഈ പറയുന്ന ഇവർക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് പറഞ്ഞിട്ട് വഴക്കുണ്ടാക്കുന്ന ഒരു വീഡിയോ നമ്മൾ കണ്ടു. ആ വീഡിയോ നിങ്ങളെ ഞാനൊന്ന് കാണിക്കാം. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണണം. ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ വെറുതെ കണ്ടാൽ പോരാ, ആ വീഡിയോയിൽ സംസാരിക്കുന്ന അവരുടെ ലാംഗ്വേജ് നിങ്ങൾ ശ്രദ്ധിക്കണം. എന്നിട്ട് ഞാൻ പറയാം, പ്ലീസ്. സോഷ്യൽ മീഡിയ എല്ലാം കൂടി എനിക്കൊരു ഭർത്താവിനെ ഉണ്ടാക്കി തന്നിട്ടുണ്ട്, എന്റെ കത്തിൻ ബ്രദർ. അപ്പൊ ഞാൻ സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്നുണ്ട് അത് ഹിന്ദുവാണ്, ഹിന്ദു ആയതെന്ന് ഞാൻ പറഞ്ഞു. അത് അച്ഛൻ മുസ്ലിമാണ്, അമ്മ ഹിന്ദുവാണ്. അപ്പൊ അവരവരുടെ അമ്മയുടെ പദവികളുണ്ടായിരുന്നു സീരിയസ് സോഷ്യൽ മീഡിയ ഒക്കെ ഞാൻ പറഞ്ഞു. അപ്പൊ ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോ യൂട്യൂബ് ചാനലിനകത്ത് ഞാൻ ഇതേ കാര്യം പറഞ്ഞു. അതിന്റെ താഴെ ഒരു ലേഡി ഒരു ലേഡി കമ്പനി ഞാൻ പറഞ്ഞില്ല, അതിന്റെ കഥ മാത്രം ഞാൻ പറഞ്ഞില്ല. ഭർത്താവ് തെറ്റായതുകൊണ്ട് എനിക്ക് സാധിക്കുന്ന നിൽക്കട്ടെ. ആദ്യത്തെ പോയിന്റ്, ഭർത്താവ് ഗൾഫിലുള്ളത് കൊണ്ടാണ് കൂടെ അസുഖം മാറ്റാനായിട്ട് കൂടെ കൊണ്ട് നടക്കുന്നു എന്നാണ് അവർ പറഞ്ഞു എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആ സ്ത്രീയുടെ മെക്കെട്ട് ഇവർ കയറിയത്. ഇവർ ആ സ്ത്രീയുടെ മെക്കെട്ട് കയറിയിട്ട് ആ സ്ത്രീയിൽ നിന്നിട്ട് യാതൊരു തരത്തിലുള്ള പ്രതികരണവും കാണുന്നില്ല. ഇവരും ഇവളും ഇവളുടെ കൂടെയുള്ളവനും ബാക്കി ഇവളുടെ കൂടെയുള്ളവന്റെ ഒരു തവളയുണ്ട്, അവളും കൂടിയിട്ട്, അതായത് ഇവർക്ക് ഇവരുടെ ഭാഷയ്ക്ക് സംസ്കാരം ഇല്ലെങ്കിൽ എന്റെ ഭാഷയ്ക്കും എനിക്ക് സംസ്കാരം കാണിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ആ സംസ്കാരം തന്നെ ഞാൻ അവർക്കും കൊടുക്കുന്നുള്ളൂ. അപ്പൊ ഇവരും ഇവരുടെ കൂടെയുള്ള സ്ത്രീയും ഈ പറയുന്ന കൊഞ്ഞാളനും കൂടിയിട്ട് ആ സ്ത്രീയുടെ മെക്കെട്ട് കയറുമ്പോൾ കൈ ചൂണ്ടിയിട്ടാണ് ആക്രോശിക്കുന്നത്. നിനക്ക് പെങ്ങളില്ലേ, നിനക്ക് ഇവളടക്കം ഈ താത്തയടക്കം നിങ്ങൾക്ക് പെങ്ങളില്ലേ, നിനക്ക് പെങ്ങളില്ലേ, നിനക്ക് വീട്ടിൽ നിന്ന്. അത് കഴിഞ്ഞിട്ട് ഇവളുടെ ഈ കൂടെ നടക്കുന്ന കിങ്കരൻ ഉണ്ടല്ലോ, ആ കിങ്കരൻ ഒരു ചെറുപ്പക്കാരനാണ്. ആ ചെറുപ്പക്കാരൻ കുറച്ച് പ്രായമായ ഒരു സ്ത്രീയാണ്. ആ സ്ത്രീയോട് എന്താ ചോദിക്കുന്നറിയോ, നിന്റെ വീട്ടിൽ നിന്റെ വീട്ടിൽ അത് നോട്ട് എ പോയിന്റ്, നിന്റെ വീട്ടിൽ നിന്റെ ആങ്ങളമാര് നിനക്ക് ഇങ്ങനെയാണോ ചെയ്തു തന്നുകൊണ്ടിരിക്കുന്നത്? അതായത് നമ്മുടെ ഭഗവാന്റെ ഗുരുവായൂർ അമ്പലത്തിന്റെ നടയിൽ വന്ന് നിന്നുകൊണ്ട് ഒരു സ്ത്രീ അവിടെ തൊഴാൻ വന്ന ഒരു ഭക്ത, നിങ്ങൾ ഈ കാര്യങ്ങളെ അത്ര ചെറുതായിട്ട് കാണരുത്. അവിടെ തൊഴാൻ വന്നിട്ടുള്ള ഒരു ഭക്ത, നമുക്കറിയാം ഗുരുവായൂർ അമ്പലത്തിൽ തൊഴാനായിട്ട് വന്നു കഴിഞ്ഞാൽ എത്ര സമയം നിന്നാലാണ് ഒരു പ്രാവശ്യം ഒരു ദർശനം കിട്ടുക. ഒരു സെക്കൻഡ് നേരത്തെ ദർശനത്തിന് വേണ്ടിയിട്ട് നമ്മൾ 6, 7, 8 മണിക്കൂർ വരിയിൽ നിന്ന് വ്രതമെടുത്ത് വരിയിൽ നിന്നിട്ടാണ് നമ്മൾ തൊഴാൻ വരുന്നത്. അങ്ങനെ വന്നിട്ടുള്ള ഒരു സ്ത്രീയെ
ഇവളും ഇവളുടെ ഈ കുട്ടി കിങ്കരനും ആ കിങ്കരന്റെ തള്ളയും കൂടി ചേർന്നിട്ട് തേജോവധം ചെയ്യണം. എന്നിട്ട് ഇവൻ ആ സ്ത്രീയോട് ഉപയോഗിക്കുന്ന വാക്കാണ്, നിനക്കും നിന്റെ കുടുംബത്തെ ആങ്ങളമാര് നിനക്ക് ഈ പണിയാണ് ചെയ്തു തരുന്നതെങ്കിൽ ഞങ്ങൾ അങ്ങനെയല്ല എന്നാണ് അവൻ പറയുന്നത്. ഇത്രയ്ക്കും നീചമായ രീതിയിൽ കാര്യങ്ങൾ പറയാനായിട്ട് ഇവർക്ക്. അത് കഴിഞ്ഞിട്ട് ഇവന്റെ ആക്രോശം കൂടെ നിങ്ങൾ കേൾക്കണം. കേട്ടോ, നിങ്ങൾ പച്ചയ്ക്ക് കേട്ടോ, നിന്റെ ആങ്ങളമാര് നിന്റെ വീട്ടിൽ നിനക്ക് അങ്ങനെ ചെയ്തു തരുന്നുണ്ടെന്ന് കരുതിയിട്ട് എല്ലാ ആങ്ങളമാരും അങ്ങനെയല്ലെന്ന്. അത് താത്ത നേരിട്ട് പറയാണ്. താത്ത നേരിട്ട് പറഞ്ഞത് മാത്രമല്ല, മറ്റേ ഒരു വഴക്കുണ്ട്. ആ വഴക്കിനകത്ത് അവൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അവനൊരു ചാവാലി തള്ളയുണ്ട്. അവന്റെ തള്ളയാണെന്ന് പറയുന്ന ഒരു ചാവാലി. ആ ചാവാലി തള്ളയും എന്താ പറയുന്നത് അറിയോ? നീ പുറത്തേക്ക് ഇറങ്ങടി, നീ റോഡിലേക്ക് വാടി, നിനക്ക് ഞങ്ങൾ വെച്ചിട്ടുണ്ടടി. അതായത് ഇവരും ഇവരുടെ കൂടെ നടക്കുന്ന കിങ്കരനും എല്ലാവരും കൂടിയിട്ട് ആ സ്ത്രീയെ എടി വാടി പോടി ഇറങ്ങടി പിന്നെ ചെയ്യ എന്ന് പറയുന്ന ഒരു തരത്തിലുള്ള ബഹുമാനവും അർഹിക്കാത്ത ഇത്രയും വലിയൊരു യൂട്യൂബർ ആണല്ലോ ഇവള്. ഈ യൂട്യൂബർ ആയിരുന്ന ഈ സാധനം പറയുന്ന വാക്കുകൾ ആ സ്ത്രീയെ എടി പൊടി വാടി നീ പുറത്തേക്ക് ഇറങ്ങടി ചെയ്യടി എന്നാണ്. ശരി, ഇവള് തന്നെ പറയുന്നുണ്ട് ഇവൾക്ക് ഒരു ആങ്ങളയുണ്ടെന്നുള്ളത്. ആങ്ങളയാണ്, നിന്റെ കൂടെ നടക്കുന്നത് ആങ്ങളയാണ്, ഞാൻ സമ്മതിക്കുന്നു, ഞാൻ സമ്മതിച്ചു തരുന്ന വിഷയമാണ്. ശരി, ഈ ആങ്ങളയും പെങ്ങളും കൂടിയിട്ട് അവിടെ സംസാരിക്കുമ്പോൾ ആങ്ങളയും പെങ്ങളും കൂടിയിട്ട് എപ്പോഴെങ്കിലും കല്യാണം കഴിച്ച് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? എപ്പോഴെങ്കിലും നിങ്ങൾ നമ്മുടെ കുടുംബത്തെ ആങ്ങള പെങ്ങന്മാര് തമ്മിൽ കല്യാണം കഴിച്ച് കണ്ടിട്ടുണ്ടോ? അപ്പോ ഈ സ്ത്രീ അവിടെ വഴക്ക് കൂടുമ്പോൾ ഈ സ്ത്രീ പറയുന്ന ഇവന്റെ ആ കൂടെ നടക്കുന്ന ആ ചെറുക്കന്റെ അമ്മ എന്ന് പറയുന്ന ആ ചാവാലി തള്ള പറയുന്ന വെല്ലുവിളിക്കുന്ന ഒരു വാക്കുണ്ട്. നിങ്ങൾ എല്ലാവരും കേട്ടു കാണുന്നു വിചാരിക്കുന്നു. ആ സ്ത്രീ എന്താ പറയുന്നത്? വേണ്ടി വന്നെങ്കിൽ എന്റെ മോനെ കെട്ടിച്ചു കൊടുക്കണേ, ഞാൻ വേണ്ടി വന്നാൽ എന്റെ മോനെ കെട്ടിച്ചു കൊടുക്കണേ, ഞാൻ അവൾക്ക് എന്റെ മോൻ ഞാൻ കെട്ടിച്ചു കൊടുക്കണേ 3-4 ആവർത്തി അവരവിടെ വെച്ച് പറയുന്നുണ്ട്. എങ്ങനെയാണ് പിന്നെ കൂട്ടരെ ഈ ആങ്ങള പെങ്ങളെ കല്യാണം കഴിക്കുന്നത്? അപ്പൊ നിങ്ങൾക്ക് അപ്പൊ കാണുമ്പോ ആങ്ങള, പിന്നെ കാണുമ്പോ വേണമെങ്കിൽ ഭർത്താവ്. ഇതെന്തോന്നാണിത്? ഈ ഉടായ്പ കേട്ടപ്പോഴേ ഇത് പൊളിക്കണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, ഒരേ സമയം ആങ്ങളെയായിട്ട് കൊണ്ടു നടക്കുന്ന ഒരാളെ അവന്റെ അമ്മ പറയുന്ന വേണ്ടി വന്നാൽ അവൻ കെട്ടിച്ചു കൊടുക്കുന്ന എന്റെ മോനെ, അതെന്റെ മോനാണ്, എന്റെ മോൻ അങ്ങനെ ചണ്ടിയൊന്നും അല്ല, എന്റെ മോൻ നല്ല മോനാണ്, എന്റെ മോന് വേണ്ടി വന്നു കഴിഞ്ഞാൽ ഞാൻ അവളെ കെട്ടിച്ചു കൊടുക്കും എന്ന് പറയുന്നുണ്ട്. അതെങ്ങനെയാണ്? അല്ല ഷൈന ചേച്ചി, അപ്പൊ ഇവിടെ വേറൊരു വിഷയം കൂടിയുണ്ട്. ഇവർക്ക് ഭർത്താവ് ഉണ്ടെന്നും ഭർത്താവ് ഗൾഫിലുണ്ടെന്നും ഒക്കെ പറയുന്നുണ്ടല്ലോ. അപ്പൊ തമ്മിലങ്ങോട്ട് എന്തൊക്കെയോ കോൺട്രഡിക്ഷൻ. ശരി, നേരം എടുക്കുമ്പോൾ പെട്ടെന്ന് ഒരു ദിവസം നിങ്ങൾ ആങ്ങളെ ഭർത്താവാക്കാൻ പറ്റുന്നത് ആ ഏർപ്പാട് എന്താ? കണ്ണൂരുകാരൊക്കെ അങ്ങനെയാണോ? അതോ കണ്ണൂർ താമസിക്കുന്ന എന്റെ സഹോദരനുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം. കണ്ണൂരുകാർ പകൽ ആങ്ങളെയും രാത്രി ഭർത്താവാണോ? കണ്ണൂരുകാരനോട് ക്ഷമിക്കണം, അത് അവിടുത്തെ സംസ്കാരം ഇങ്ങനെയാണോ? അല്ലെങ്കിൽ കണ്ണൂരുകാർ മൊത്തത്തിൽ ഒന്ന് പറയണം, അതോ ഇവരുടെ മാത്രം സംസ്കാരമാണോ ഇത്? ഒരു ഗുരുവായൂർ അമ്പലത്തില് നിങ്ങൾ പടം വരച്ച് വിൽക്കോ, കണ്ണനെ വിൽക്കോ, പിന്നെ എങ്ങനെയൊക്കെ ബിസിനസ് നടക്കാൻ നമുക്ക് യാതൊരു വിരോധമില്ല. ഈ ചെയ്തു കൂട്ടുന്ന അതുപോലെ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ പറയുന്നുണ്ട് ഏതോ ഒരു ശങ്കരേട്ടൻ തിരുമേനിയാണ് പോലും. ഈ ശങ്കരേട്ടൻ തിരുമേനിക്ക് പൂജയും വ്രതവും കാര്യങ്ങളും ഒക്കെ കൊണ്ട് നടക്കുന്ന കാരണം കുട്ടികളില്ലാണ്ട്. അപ്പൊ പൂജയും വ്രതവും കാര്യങ്ങളും കൊണ്ട് നടക്കുന്ന കാരണമാണോ ശങ്കരേട്ടന് കുട്ടികളില്ലാതിരുന്നത്? എന്ത് നോൺസെൻസ് ആണ് ഈ ലേഡി പറയുന്നത്? ഈ ലേഡി പറയുന്ന ഓരോ ദിവസം പ്രതി വരുന്ന ഈ നോൺസെൻസുകൾ വെള്ളം തൊടാതെ വിഴുങ്ങാനായിട്ട് നമ്മൾ എന്താ പൊട്ടന്മാരും? അതോ ഇവർക്ക് ഈ സമൂഹത്തിൽ വന്നിട്ട് വായെ വന്നിട്ട് വിളിച്ചു പറയാനുള്ള എല്ലാ തരത്തിലുള്ള ലൈസൻസും എല്ലാവരും കൊടുത്തിട്ടുണ്ടോ? നിങ്ങളൊന്ന് പറ. ഒരു സമൂഹത്തിന് തന്നെയല്ലേ ഇവിടെ താഴെടുക്കുന്നത്? ശങ്കരേട്ടന് പൂജയ്ക്കും കർമ്മങ്ങൾക്കും നേരം കിട്ടാത്ത കാരണമാണോ ശങ്കരേട്ടന്റെ കുട്ടികളുണ്ടാവാതിരുന്നത്? ഇവരുടെ ഫോട്ടോ വാങ്ങി വെച്ചപ്പോഴാണ് ശങ്കരേട്ടന് കുട്ടി ഉണ്ടായത്. ഈ ജാതിയുള്ള നോൺസെൻസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ അംഗീകരിക്കുന്ന പറയുന്നത്? അത് അതിനെ തോളിയേറ്റിക്കൊണ്ട് നടക്കാനായിട്ട് കുറെ അലവലാദികൾ അല്ലെ? ഇതുകൊണ്ടാണ് ഹിന്ദു സമൂഹം എന്ന് പറയുന്നവരെ മറ്റുള്ളവർ മുതലെടുപ്പ് നടത്തിയിട്ട് ഇത്രയും കാലം കൊണ്ട് നടന്ന് തിന്നുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഹിന്ദു അങ്ങനെ ആയതുകൊണ്ടാണ്. വെറും പൊട്ടന്മാരെന്നല്ലാണ്ട് ഈ ഹിന്ദു സമൂഹം എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടല്ലോ, വെറും പൊട്ടന്മാരെന്നല്ലാണ്ട് വേറെ ഒന്നും എനിക്ക് അവരെ കുറിച്ച് പറയാനില്ല, ഞാനടക്കം. ഇത്രത്തോളം ഇത്ര ഈസി ആയിട്ട് കയ്യിലെടുക്കാനും പറ്റിക്കാനും പറ്റുന്ന ഒരു വർഗം വേറെയില്ല ഈ ഹിന്ദു സമൂഹം. ഇത്രയ്ക്ക് നിഷ്കളങ്കരാവരുത് ആരായാലും. ഈ പറയുന്നതിൽ ഇവൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്റെ ആങ്ങളെയാണ്. നിന്റെ ആങ്ങള നിന്റെ വീട്ടിൽ നിന്റെ ആങ്ങള നിനക്ക് ആ സ്ത്രീയോട് പറയണതാണ്, നിന്റെ ആങ്ങള നിന്റെ വീട്ടിൽ നിനക്ക് എല്ലാ പരിപാടിയും ചെയ്തു തരുന്നെങ്കിൽ എന്റെ ആങ്ങള അങ്ങനെയല്ലാന്ന്. ആ ആങ്ങളെയാണെന്ന് പറയുന്ന അതേ സ്ത്രീ തന്നെയാണ് അവന്റെ അമ്മയാണ് പറയുന്നത് വേണ്ടി വന്നാൽ എന്റെ മോന് ഞാൻ അവളെ കെട്ടിച്ചു കൊടുക്കും. ഈ ഇരട്ടത്താപ്പ് നിങ്ങൾ എവിടെയാണ് കണ്ടിട്ടുള്ളത്? ഈ ഇരട്ടത്താപ്പ് അവളുടെ ആങ്ങള, ആ കമന്റ് ഇട്ട സ്ത്രീയുടെ ആങ്ങള അവരോട് ഇതേപോലത്തെ തോന്നിവാസം കാണിച്ചത് കൊണ്ടാണ് ഇവളോട് അങ്ങനെ സംസാരിക്കാൻ വന്നത്. അപ്പൊ ഇവളുടെ കൂടെയുള്ള കിങ്കരന്റെ അമ്മ എന്ന് പറയുന്ന സ്ത്രീക്ക് ഇവൾക്ക് കെട്ടിച്ചു കൊടുക്കാമെന്ന് പറയാനായിട്ട് ഉളുപ്പില്ല. അപ്പൊ ആങ്ങള ഇല്ലാണ്ടാവും. അതാണ് എന്റെ ഇവളുടെ ഇരട്ടത്താപ്പിനാണ് നിങ്ങൾ മറുപടി പറയേണ്ടത്. ഇനി ഈ ഒരു കാര്യം ഇവിടെ നിൽക്കട്ടെ. ഇനി വേറൊരു കാര്യം കൂടെ ഞാൻ നിങ്ങളെ കാണിക്കാം. ഇതിനേക്കാളും ഒരുപാട് വൾഗറായിട്ടുള്ള മറ്റൊരു കാര്യങ്ങൾ ഞാൻ കാണിക്കാം നിങ്ങളെ. ഇതേപോലെ ഈ അമ്പലത്തിന്റെ മുൻപില് കണ്ടോ, ഇതൊരു ക്ഷേത്രമാണ്, ഇതൊരു ശ്രീകോവിലാണ്. ഈ ശ്രീകോവിലിൽ നിന്നിട്ട് ഇവള് മൊബൈല് മറച്ചു പിടിച്ചിട്ടാണ് വരുന്നത്. കണ്ടോ,
ഇവള് ഈ ശ്രീകോവിലിന്റെ മുന്നിൽ നിന്നാണ് ഞാൻ തെളിവ് സഹിതം നിങ്ങളോട് പിന്നെ പറയാണ്, ഒരു ശ്രീകോവിലിന്റെ മുന്നിൽ നിന്നാണ് മൊബൈൽ കൊണ്ട് ഇറങ്ങി വരുന്നത്. ആ മൊബൈൽ കൊണ്ട് ഇറങ്ങി വരുമ്പോൾ മൊബൈൽ സൈഡിലോട്ട് മറക്കാനായിട്ട് അവൾ കറക്റ്റ് ആയിട്ട് പാടുപെടുന്നുണ്ട്. അപ്പൊ അവൾ അവിടെ പോയി തൊഴാനൊന്നുമില്ല, അവൾ അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുന്ന കാണുമ്പോൾ അവളുടെ റീൽസ് കാണുമ്പോൾ ഈ റീൽസ് എടുക്കാനായിട്ട് പോകുന്നതാണ് ശ്രീകോവിലിന്റെ മുന്നിൽ. ഈ ഹിന്ദു സമൂഹമേ, നിങ്ങളൊന്ന് പറ, ഒരു ശ്രീകോവിലിന്റെ മുന്നിൽ പോയി നിന്നിട്ടാണോ നിങ്ങൾ റീൽസ് എടുക്കുന്നത്? നിങ്ങൾക്ക് ആ ശ്രീകോവിലിന്റെയും അവിടെ ഇരിക്കുന്ന വിഗ്രഹത്തിന്റെയും പരിശുദ്ധി അല്ലെങ്കിൽ അതിന്റെ മൂല്യം എത്രത്തോളം ആണെന്ന് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കണം. അതിനെക്കുറിച്ച് മനസ്സിലാക്കാത്ത ഒരു സ്ത്രീ പിന്നെ ഇറച്ചി മീൻ തിന്നിട്ടാണോ, ചിക്കൻ കഴിച്ചിട്ടാണോ, നോൺ വെജ് തിന്നിട്ടാണോ, അതോ ഇവർക്ക് ശരീരശുദ്ധിയോട് കൂടിയിട്ടാണോ? അതായത് ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ അവർക്ക് മാസമുറ എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അപ്പോൾ ഹിന്ദു സമൂഹം മാസമുറ ഇപ്പോഴും മാറിയിരിക്കുന്ന ഒരു കോവിലിൽ നമ്മൾ മാസമുറ ഉള്ള സമയത്ത് സ്ത്രീകൾ പോകാറില്ല. അപ്പൊ അതിന് പോലും ഇവർക്ക് ആ ശ്രീകോവിലിനോടും ആ അമ്പലത്തിനോടും ആ ക്ഷേത്രത്തിനോടും അതിനോടുള്ള ബഹുമാനവും വിശ്വാസവും ഉണ്ടെങ്കിൽ ഒരു ശ്രീകോവിലിന്റെ മുന്നിൽ പോയി നിന്നിട്ട് ഈ ജാതി തോന്നിവാസങ്ങൾ കാണിക്കാൻ തയ്യാറാവും. ഒരു ശ്രീകോവിലിന്റെ മുന്നിൽ നിന്നാണ് ഇറങ്ങി വരുന്നത്. എന്നിട്ട് ആരും കണ്ടെന്ന് കാണുമ്പോൾ അറിയാത്ത പോലെ ഇങ്ങനെ തുടയുന്ന താളം തട്ടുക, കള്ളത്തരം. അപ്പൊ മൊബൈൽ മറച്ചു പിടിച്ചിട്ട് മൊബൈലും കൊണ്ടുപോയിട്ട് പുറകിൽ നോക്കുമ്പോൾ അവള് ദൈവത്തിനോട് സങ്കടങ്ങൾ പറയുന്ന പോലെ നമുക്ക് നോക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് അവള് ശ്രീകോവിലിന്റെ മുന്നിൽ പോയിട്ട് ദൈവത്തിനോട് അവളുടെ മനസ്സ് തുറന്ന് തൊഴുതിട്ട് അവൾ വരുന്നു. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് തിരിയുമ്പോൾ കയ്യിൽ ഫോണാണ്. ഫോൺ അപ്പൊ വേഗം സൈഡിലോട്ട് പിടിക്കുന്നു. ആ ഫോൺ സൈഡിലോട്ട് പിടിച്ചിട്ട് തുടയും ഇങ്ങനെ താളം തട്ടിക്കൊണ്ട് കള്ളത്തരം കാണിച്ചിട്ട് ഇറങ്ങി പോവുക. അത് ഒരു കാര്യം, അത് നിങ്ങൾ കണ്ടതല്ലേ. ഇനി അടുത്തത്, എനിക്ക് തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇനി അടുത്ത വീഡിയോ നോക്ക്. ഇത് ഗുരുവായൂർ ശാന്തിക്കാരനാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. ഞാൻ ഇന്നുവരെ ഇയാളെ കണ്ടിട്ടില്ല. ഞാനൊരു ഹിന്ദുവാണ്, ഞാനൊരു നായർ ഹിന്ദു തറവാട്ടിൽ ജനിച്ച ഞാനൊരു ഹിന്ദു സ്ത്രീയാണ്. ഞാൻ ഇന്നുവരെ ഈ ഗുരുവായൂർ അമ്പലത്തിലെ മേൽശാന്തിയാണോ ആരാണോ അറിയില്ല ഈ മഹത് വ്യക്തി, ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കാണാൻ ശ്രമിക്കാൻ പോയിട്ട് നമുക്ക് ആർക്കും കാണാനായിട്ട് സമയം കിട്ടാറില്ല. അവർ സമ്മതിക്കാറില്ല. കാരണം തൊഴാൻ തന്നെ ചെന്ന് കഴിഞ്ഞാൽ ആട്ടി വിടുന്ന അവസ്ഥയാണ്. ഈ ഗുരുവായൂർ ദേവസ്വം എന്ന് പറഞ്ഞ ഗുരുവായൂർ അമ്പലത്തിൽ നമ്മൾ വല്ലപ്പോഴും ഒരിക്കൽ ഒന്ന് കാണാൻ ഭഗവാനെ കാണാൻ ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ അവിടെ നിന്ന് ആട്ടി വിടുന്ന അവസ്ഥയാണ്. പോ എന്ന് പറഞ്ഞ ആട്ടലാണ്. വഴിയിൽ നിൽക്കുമ്പോൾ പോലും നിങ്ങൾ മര്യാദയ്ക്ക് നിന്നില്ലെങ്കിൽ നിങ്ങൾ കാട്ട് കിട്ടും. സെക്യൂരിറ്റിയുടെ വായിലിരിക്കുന്ന അത്ര കേൾക്കേണ്ടി വരും. അങ്ങനെ ഭയങ്കര റൂഡായിട്ട് പെരുമാറുന്ന ഒരു ക്ഷേത്രമാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ജീവനക്കാരും അവിടെയുള്ള ദേവസ്വം ബോർഡും. അത്രയ്ക്ക് ക്രൂരലാണ് അവരുടെ സ്വഭാവം. അങ്ങനെയുള്ള ഗുരുവായൂർ ദേവസ്വത്തിന്റെ അല്ലെങ്കിൽ ഗുരുവായൂർ ദേവസ്വത്തിന്റെ അവിടുത്തെ ശാന്തിയാണ് ഈ കാണുന്ന ഈ കോലത്തില് ഇവൾ എടുത്തിട്ട് റീൽസ് ഇട്ടിരിക്കുന്നത്. അദ്ദേഹം വീണ്ടും അതേ സമയം വീണ്ടും അടുത്ത വീഡിയോ നിങ്ങൾ കാണും. ഇതൊക്കെ റീൽസ് ആയിട്ട് ഇട്ടിരിക്കുകയാണ്. സെയിം ആളാണ്. ഇദ്ദേഹത്തിനോട് ചോദിച്ചിട്ടാണോ? ഞാൻ ചോദിക്കുന്നത് ഈ ശാന്തിയെയും അവിടുത്തെ ഇത്രയും വലിയ മേൽശാന്തിയുടെ റൂമുകളിലേക്കൊക്കെ കയറി ചെല്ലാനായിട്ട് ഞാൻ ഇതുവരെ ശ്രമിച്ചിട്ടില്ല. ഒരു മേൽശാന്തിയുടെ റൂമിലേക്ക് കയറി ചെല്ലാനും, അതായത് ഒരു ശാന്തി അമ്പലത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോ വഴിമാറുന്നു പറഞ്ഞിട്ട് നമ്മൾ ഹിന്ദുവായിട്ടുള്ള കുളിച്ച്. ഷൈനി ചേച്ചി, ഇവിടെ വേറൊരു വിഷയമുണ്ട്. ഈ കടന്ന് ചെന്ന ആളെ മാത്രം പറയല്ലേ, ഇവരവിടെ എത്താനുള്ള ചില മീഡിയാസ് ഉണ്ട്. അത് നിങ്ങളിൽപ്പെട്ട ആളുകൾ തന്നെയല്ലേ ഇവരെ അവിടെ എത്തിച്ചത്. ഒരു മുസ്ലിം സ്ത്രീ കണ്ണന്റെ ചിത്രം വരച്ചു, നിങ്ങൾ പൊക്കി വാനോളം, നിങ്ങൾ അവളെ അവിടെയൊക്കെ കൊണ്ടുപോയി പ്രതിഷ്ഠിച്ചു. ഈ മേൽശാന്തിയുടെ അടുത്തു വരെ ഇവരെ കൊണ്ടുവന്ന് എത്തിച്ചതാരാ? മുസ്ലിങ്ങളൊന്നുമല്ലല്ലോ, നിങ്ങളിൽപ്പെട്ട ആൾക്കാർ തന്നെയല്ലേ അവരെ അവിടെ എത്തിച്ചത്. നരേന്ദ്രമോദിയുടെ അടുത്ത് വരെ എത്തിച്ചതാരാ? വ്രതശുദ്ധിയോട് കൂടിയിട്ട് അമ്പലത്തിലേക്ക് വന്നിട്ടുള്ള നമ്മളെ വരെ ആട്ടിവിടുന്ന അമ്പലമാണ് ഗുരുവായൂർ ക്ഷേത്രം. ഗുരുവായൂർ ക്ഷേത്രം അല്ല, എല്ലാവർക്കും അങ്ങനെയാണ്. ഈ തന്ത്രിമാർ വരുന്ന വഴിയിലൊന്നും നമ്മളെ കാണാൻ പാടില്ല, നമ്മൾ നിൽക്കാനും പാടില്ല, അവരെ കൂട്ടി തൊടാൻ പാടില്ല. അങ്ങനെ കൂട്ടി തൊടാൻ പാടില്ലാത്ത അത്രയ്ക്കും എന്താ പറയാ സംഗതികളിൽ ഇതുപോലെ ശുദ്ധത പാലിക്കുന്ന ഒരു മേൽശാന്തി, ഈ മേൽശാന്തിയുടെ സ്വകാര്യ റൂമിൽ ഇതിന് മാത്രം ഡിസ്കസ് ചെയ്യാനായിട്ട് ജസ്ന സലീം എന്തോന്നാണ് അവിടെ ഇരിക്കുന്നത്. ജസ്ന സലീം എന്ന വ്യക്തിക്ക് ഗുരുവായൂർ മേൽശാന്തിയുടെ പ്രൈവറ്റ് റൂമിൽ എന്താണ് പരിപാടി? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളെല്ലാവരും ഈ ഹിന്ദു സമൂഹം എന്ന് പറയുന്ന പമ്പര വിഡ്ഢികളോട് ഞാൻ ചോദിക്കുന്നത്, എവരൊരു ബോംബ് വെച്ച് കിട്ടിയിട്ട് അവിടെ വന്നെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഇത്രയും സുരക്ഷാ ഭീഷണിയുള്ള അമ്പലമാണ്, ഇത്രയും സുരക്ഷാ ഭീഷണിയുള്ള ക്ഷേത്രത്തില് ഇവൾ എന്തിനും തയ്യാറായിട്ട് വന്നാൽ, അല്ലെങ്കിൽ ഇവിടെ കൂടെ നടക്കുന്ന ആംഗ്ല എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ആ സംഭവത്തിനൊക്കെ ഇതേപോലെ തീവ്ര ഇസ്ലാമിസ്റ്റുകളായിട്ടുള്ള ഈ ആൾക്കാരെ കൊണ്ട് വന്നിട്ട് ഈ അമ്പലത്തിനോ അല്ലെങ്കിൽ ഈ പറയുന്ന മേൽശാന്തിയോ ഇതൊക്കെ ഈ അനുവാദം കൊടുത്തിരിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? എന്റെ ചോദ്യം ഗുരുവായൂർ അമ്പലത്തിനോടാണ്. ഞാൻ വിളിച്ചിരുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് വിളിച്ചിരുന്നു. ചെയർമാൻ ആണെന്ന് പറയുന്ന ഒരു മനുഷ്യനോട് സംസാരിച്ചു. അദ്ദേഹം സംസാരം കഴിഞ്ഞപ്പോൾ വഴിപാടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ മറുപടി പറയാം, അല്ലാത്ത കാര്യങ്ങൾക്കൊന്നും അവർക്ക് മറുപടിയില്ല. ഗുരുവായൂർ ദേവസ്വത്തിന് അവിടുത്തെ വഴിപാടോ കാര്യങ്ങളോ വേണമെങ്കിൽ അത് പിന്നെ മനുഷ്യനെ പറ്റിക്കുന്ന പരിപാടിയല്ലേ, അതിനാണെങ്കിൽ അവർക്ക് മറുപടി ഉണ്ട്, അത് കാശ് കിട്ടുന്ന ഏർപ്പാടാണ്. അല്ലാത്ത കംപ്ലൈന്റുകൾക്കൊന്നും അവർക്ക് ഭക്തരോട് മറുപടി പറയേണ്ട ആവശ്യമില്ലെന്നാണ് പറയുന്നത്. അത് മാത്രമല്ല, അമ്പലവും അമ്പലത്തിന് പുറത്ത് നടക്കുന്ന കാര്യങ്ങളും അമ്പലത്തിനകത്ത് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് മാത്രമേ അവർക്ക് അറിയുള്ളൂ, പുറത്ത് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് അവർക്ക് യാതൊന്നും അറിയില്ലെന്നാണ് അവർ പറയുന്നത്. അപ്പൊ പുറത്ത് എന്ത് തോന്നിവാസവും കാണിക്കാം, അമ്പലത്തിന്റെ പുറത്ത് എന്ത് വേശ്യാവൃത്തിയും കാണിക്കാം, അമ്പലത്തിന്റെ പുറത്ത് എന്ത് തോന്നിവാസങ്ങൾ കാണിച്ച് എന്ത് തരത്തിലുള്ള കച്ചവടങ്ങൾ നടത്താനാണോ ഗുരുവായൂർ ക്ഷേത്ര കമ്മിറ്റികളുടെ വിചാരം? അപ്പൊ അക്കാര്യം വന്നപ്പോൾ അയാൾ ഫോൺ കട്ടാക്കി പോയി. എന്റെ റെക്കോർഡ് കിടപ്പുണ്ട് സംസാരിച്ചത്. ഞാനൊരു ഭക്ത എന്നുള്ള രീതിയിൽ അവിടെ സംസാരിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് അറിയില്ല, പുറത്തെന്താ നടക്കുന്നതെന്ന് അദ്ദേഹത്തിന് അറിയില്ല. അമ്പലവും അല്ലെങ്കിൽ ക്ഷേത്രത്തിന് ചുറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങളും ഒരു അഹിന്ദുക്കൾക്ക് പ്രവേശനം ഇല്ല എന്ന നിയമം നിലവിൽ നിൽക്കെ ഈ കാണിക്കുന്ന തോന്നിവാസങ്ങൾ, അതായത് മേൽശാന്തിയുടെ റൂമിൽ എന്താണ് ഇവർക്ക് ഇത്ര വല്ലാണ്ട് ഡിസ്കസ് ചെയ്യാനായിട്ട്? അപ്പൊ ഞാൻ അവിടെയും എത്തി എന്ന് കാണിക്കാനാണോ? അതോ എനിക്കിതൊക്കെ വെറും പുല്ലാണ്, മേൽശാന്തി എന്റെ കക്ഷത്തിന്റെ ഉള്ളിലാണ് എന്ന് കാണിക്കാനാണോ ഇതൊക്കെ റീൽസ് എടുത്തിരുന്നത്? ഇത് അദ്ദേഹത്തിന്റെ കൂടിയിട്ട് അനുവാദത്തോട് കൂടിയിട്ടാണോ? ഈ ഗുരുവായൂർ മേൽശാന്തി തന്നെ, ഇനി ഇദ്ദേഹം തന്നെയാണോ ഇപ്പൊ അവിടെ സ്റ്റിൽ എന്ന് എനിക്കറിയില്ല, ഗുരുവായൂർ മേൽശാന്തി തന്നെ ഈ ഹിന്ദു ഭക്തജനങ്ങളോട് മറുപടി പറയേണ്ടതാണ്. എന്ത് തോന്നിവാസമാണ് ഈ നടക്കുന്നത്? എന്ത് നാടകമാണ് ഈ കാണിച്ചു കൂട്ടുന്നത്?
എന്റെ ചോദ്യമാണ്. ഞാൻ ഈ ചോദിക്കുന്നത് എനിക്ക് ഫോൺ ചെയ്ത് ചോദിച്ചിട്ട് കിട്ടാത്ത ഉത്തരങ്ങളാണ്, അല്ലെങ്കിൽ ഞാൻ നേരിട്ട് അവിടെ പോയി ചോദിച്ചേനെ. ഇതൊക്കെ നിങ്ങൾ കണ്ടതല്ലേ, കാണുന്നില്ലേ നിങ്ങൾ? അപ്പൊ പുറത്ത് വെച്ചിട്ട് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊന്നും അവർക്ക് യാതൊരു തരത്തിലുള്ള ഉത്തരവാദിത്വങ്ങളോ ചുമതലാബോധമോ യാതൊന്നുമില്ല. അവിടെ നടക്കുന്ന വഴക്കുകൾ, അവിടെ നടക്കുന്ന തോന്നിവാസങ്ങൾ, ഇവർ പറയുന്ന ഭാഷകൾ എവിടെയോ വെച്ചിട്ട് ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് ദേഷ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സ്ത്രീയെ വീട്ടിൽ പോയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിയമപരമായിട്ടോ നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാം, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ അമ്മത്തിൽ വെച്ചിട്ട് സ്ത്രീയെ കണ്ടു, അവിടെ വെച്ചിട്ട് അവിടെ മെക്കെട്ട് കയറുന്നു, ഇത് ഇവിടുത്തെ ഇതിന്റെ വെള്ളരിക്കപ്പെടണം. എന്നിട്ട് പറയുന്ന ഭാഷകളോ, നീ എടി വാടി പോടി, നിന്റെ ആങ്ങളെ നിനക്ക് വീട്ടിൽ ചെയ്തു തന്നു വിചാരിച്ചിട്ട് എന്റെ ആങ്ങളെ അങ്ങനെയല്ല. എന്നിട്ട് പിന്നൊരു റീൽസില് ഈ പറയുന്നവരുടെ പിന്നൊരു റീൽസില് ഈ ആങ്ങളെയായിട്ട് പകൽ കൊണ്ട് നടക്കുന്ന ഈ മുതലുണ്ടല്ലോ, ആ മുതലിനെ വെച്ചിട്ട് ഡ്രൈവ് ചെയ്യാനുള്ള ഇവള് ഡ്രൈവ് ചെയ്യുമ്പോൾ വേറെ റീൽസിൽ എന്താണെന്നറിയോ, നീ എന്റെ ആങ്ങളെയാണെന്ന് പറഞ്ഞ് കൊണ്ട് നടക്കുന്നവന്റെ കൂടെ ഇരുന്ന് ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരാള് ഡ്രൈവ് ചെയ്യുന്നു, മറ്റാൾ ഗിയർ മാറ്റുന്നു. ഗിയർ ഇടാനായിട്ട് ഒരാള്, ഡ്രൈവ് ചെയ്യാനായിട്ട് മറ്റൊരാള്. ഇത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനിടയ്ക്ക് ഞാൻ വനമാലയായി നിന്റെ മാവിൽ പടരും, അതാണ് പാട്ട്. ഈ ആങ്ങളെയായിട്ട് പകൽ കൊണ്ട് നടക്കുന്നവനെ അവള് റീൽസ് ഇടുമ്പോൾ ഇട്ടിരിക്കുന്ന പാട്ട്, ആ സിറ്റുവേഷൻസിൽ അവളുടെ റീൽസ് എടുത്ത് നോക്കിയാൽ കാണാം. ഞാൻ നുണ പറയുന്നതല്ല, ഞാനൊരു വനമാലയായിട്ട് നിന്റെ മേൽ പടരുന്നു. കേക്ക് നിങ്ങള് ഈ സാധനത്തിനെ സാധാരണ സ്ത്രീ ആയിട്ട് കാണാൻ പറ്റുമോ? ഈ സാധനത്തിന്, ഈ പൂതനയെ, ഈ താടകയെ സാധാരണ സ്ത്രീ ആയിട്ട് കാണാൻ പറ്റുമോ? ഇത് എന്ത് പറ്റിക്കലാണ്? ഒരു മുസ്ലിം സമൂഹത്തിന് മാത്രമാണോ? ഇവിടെ ഹിന്ദു സമൂഹത്തിന് ഒരുപോലെ പറ്റിക്കല്ലേ? അതിലേക്ക് വേറെ ഏതോ ഒരു മുസ്ലിം ആയിട്ടുള്ള വന്നിട്ട് പറഞ്ഞത് കേട്ടു, ഇവള് ഹിന്ദുക്കളുടെ പെട്ടിയിലെ കാശ് അവളുടെ കയ്യിൽ വാങ്ങി ഇടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് നഷ്ടം? അപ്പൊ പിന്നിലുള്ള അജണ്ട മനസ്സിലായോ? ഹിന്ദുക്കളുടെ, അതായത് പമ്പര വിദ്യകളായ ഹിന്ദുക്കളുടെ കയ്യിലുള്ള പോക്കറ്റിലുള്ള പൈസ അവളുടെ പോക്കറ്റിലാക്കുന്നുണ്ടെങ്കിൽ അത് അവളുടെ ബുദ്ധി എന്നാണ് പറയുന്നത്. ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ ലൈവിൽ വന്നിട്ട് പറയുന്നത്, ഈ പറയുന്ന പമ്പര വിദ്യകളായ ഹിന്ദുക്കളുടെ കയ്യിലെ പൈസ അവളുടെ പോക്കറ്റിൽ അവൾ വരുത്തുന്നുണ്ടെങ്കിൽ അത് അവളുടെ കഴിവ്. അപ്പൊ നമ്മൾ ആരായി? ഓരോ ദിവസവും എനിക്ക് ഓരോരോ വീഡിയോസും കാണുമ്പോൾ അതിന് മുമ്പ് പറയുന്നുണ്ട് ഇവൾക്ക് ഒരു ഭർത്താവുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ റീൽസ് ഞാൻ കണ്ടതാണ്, എന്റെ ഭർത്താവ് എന്ന് പറയുന്ന ഒരു റീൽസിന്റെ ഹെഡ്ലൈൻ കൊടുത്തിട്ട് എന്റെ ഭർത്താവ്, അതായത് എന്റെ ഭർത്താവ് എന്ന് പറയുന്ന ആള് എന്ന് പറയുമ്പോൾ ഞാൻ അവിടെ ക്ലിക്ക് ചെയ്ത് നോക്കി. ആ ക്ലിക്ക് ചെയ്ത് നോക്കിയപ്പോൾ അതിനകത്ത് കാണുമ്പോൾ ഈ ചെറുപ്പക്കാരനാണ്, ഈ കൂടെ ഗുരുവായൂർ പ്രശ്നം ഉണ്ടാക്കി അവനാണ് കൂടെ ബഷീർ എന്ന് പറയുന്ന ഒരുത്തനാണ്. അല്ല, എന്താണ് അരുൺ ബഷീർ? യെസ്, അരുൺ ബഷീർ. ഈ അരുൺ ബഷീറിനെ ഇവിടെ തൊട്ടടുത്തിരുത്തിയിട്ട് ഇവിടെ പറയാണ്, നിങ്ങൾ എല്ലാവരും എന്നെ സോഷ്യൽ മീഡിയ എനിക്ക് എല്ലാവരും കൂടി എനിക്ക് ഉണ്ടാക്കി തന്ന ഒരാള് ഭർത്താവ് എന്ന് പറയുന്ന ആളാണ് ഈ ഇരിക്കുന്നത്. ഇതെന്റെ ഭർത്താവല്ല, ഇതെന്റെ ഭർത്താവല്ല, ഇതെനിക്ക് ഭർത്താവായിട്ടുള്ള ആളല്ല, ഇതെനിക്ക് കൂടെ നടക്കുന്ന വേറൊരാളാണ്. എന്റെ ഭർത്താവ് എന്ന് പറയുന്ന എന്റെ ഇക്ക ദുബായിലാണ്, എന്റെ പൊന്നിക്ക. ഈ പറയുന്ന ഈ താത്തയുടെ എവിടെയോ കിടക്കുന്ന ഒരു ഭർത്താവ് എന്ന് പറയുന്ന ഒരുത്തൻ ഗൾഫിലുണ്ടെന്നോ ദുബായിലുണ്ടെന്നോ എവിടെയോ ഉണ്ടെന്ന് പറയുന്നുണ്ട്. എന്റെ പൊന്നു ചങ്ങാതി, നിങ്ങൾ മനുഷ്യനാണെന്നുണ്ടെങ്കിൽ, മൂക്ക് കിടപ്പിട്ടുള്ള മനുഷ്യനാണെങ്കിൽ ഒന്ന് പല കാണിക്കും. എന്നിട്ട് ഇവിടെ ഭർത്താവാണെന്ന് വന്നിട്ട് ഒന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിട്ടൊന്ന് പറ. ഇത് ദേവലോകത്തിരിക്കുന്ന ഏതോ ഒരു അലവലാതി എവിടെയാണ് കിടക്കുന്നുള്ള രീതിയിൽ കുറെ കാലമായിട്ട് ഞങ്ങൾ ഇവിടെ ഭർത്താവ് എന്നുള്ള രീതിയിൽ ഒരുത്തനെ കേൾക്കുന്നു. എന്റെ ഇക്ക ദുബായിലാണ്, എന്റെ ഇക്ക ദുബായില. ഈ ഇക്ക ഒരു കാലത്ത് ഞാൻ ചോദിക്കുന്ന ഒരു സ്ത്രീയുടെ പേരിൽ ഇതുപോലുള്ള ഇതേ ആവശ്യത്തിലും അല്ലാത്തപ്പോഴും അതിൽ കിടന്നിട്ടും അല്ലാത്തപ്പോഴും ഒരുപാട് സൈബർ ആക്രമണം. അത് മാത്രമല്ല ചേച്ചി, ഭാര്യ ആത്മഹത്യക്ക് തുനിഞ്ഞ് ആശുപത്രിയിലായിട്ട് പോലും മുഖം കാണിക്കാൻ തയ്യാറാകാത്ത ഭർത്താവ്, കേട്ടില്ലേ? അവിടെ ഉണ്ട്, ഇക്ക അവിടെ ഉണ്ട്, പക്ഷേ ലോൺ അടയ്ക്കാൻ നിവൃത്തിയില്ല. അപ്പൊ ഇക്കയ്ക്ക് ശമ്പളം ഇല്ലേ? ഇക്ക നോക്കൂലേ? അതൊന്നും ചോദിക്കരുത്. ഞാൻ ഈ വരച്ച് കിട്ടുന്ന പൈസ ഇന്ന് വരച്ചിട്ട് ഇന്ന് വൈകിട്ട് പൈസ കിട്ടിയാലേ എനിക്ക് 1 കിലോ അരി വാങ്ങിക്കാൻ പറ്റൂ. ഇതൊക്കെ താത്ത പറയുന്നത്. ഇവിടെ എല്ലാവരും കൂടെ ഒറ്റപ്പെടുത്തി എന്ന് പറയുന്നു, ഇവിടെ കണ്ണീരിലാക്കി എന്ന് പറയുന്നു, കരഞ്ഞുകൊണ്ട് ഇവിടെ നിലവിളിച്ചുകൊണ്ട് ഓടുന്നു, ഇവിടെ ആത്മഹത്യ ചെയ്യുന്നു, ഇവിടെ രണ്ടാമത് ആത്മഹത്യ ചെയ്യുന്നു. ഈ അരുൺ ബഷീർ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കൂടെ എത്തിയിട്ട് ഇവിടെ പറയാണ്, എനിക്ക് ഈ ലോകത്ത് ആരോടും കടപ്പാടില്ല, ഇവനോട് മാത്രമേ കടപ്പാടുള്ളൂ. കാരണം ഞാൻ 2 പ്രാവശ്യം ഞാൻ ചാവാൻ നോക്കിയപ്പോഴും എനിക്ക് ഇവനാണ് വന്നിട്ട് എന്നെ രക്ഷിച്ചത്. അപ്പൊ എന്റെ ജീവന് മൊത്തം കടപ്പാട് ഇവനോടാണ്. എനിക്കൊരു ഇക്കുണ്ട്, എന്റെ ഭർത്താവുണ്ട്, എന്റെ ഭർത്താവ് എന്ന് പറയുന്ന ഒരുത്തനുണ്ട്, ഓൻ അവിടെ ദുബായിലാണ്. അതിപ്പം ആർക്ക് വേണമെങ്കിലും പറയാലോ, എനിക്കൊരു ഭർത്താവുണ്ട് ദുബായിലാണ്, വേറൊരു ഭർത്താവുണ്ട് ഗൾഫിലാണ്, മറ്റൊരു ഭർത്താവുണ്ട് അമേരിക്കയിലാണ്, വേറൊരു ഭർത്താവുണ്ട് പിന്നെ ലണ്ടനിലാണ്, ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും പറയാം, അതാർക്കും പറയാം. പക്ഷെ ഇത്രത്തോളം ആത്മഹത്യ നാടകങ്ങൾ മുഴുവൻ നടത്തിയിട്ട് ഇവിടെ ആത്മഹത്യ ഇങ്ങനെ മുട്ടുമ്പോ ആത്മഹത്യ ചെയ്യുന്ന ആളാണ് ഇവള്. ഈ മുട്ടുമ്പോ ഇവള് ഈ വിറ്റാമിൻസിന്റെ മരുന്നുകൾ എടുത്ത് കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിക്കുമ്പോ ഒരു പ്രാവശ്യമെങ്കിലും എന്റെ പൊന്നിക്ക, ഇവളുടെ ഭർത്താവ് എന്ന് പറയുന്ന ഇക്ക, ഞങ്ങളൊന്ന് തല കാണിക്കേ, ഞങ്ങളൊന്ന് കണ്ട് നിർവൃത്തി അടയട്ടെ. ഇവളുടെ ഭർത്താവ് ആരാണ്? ഇവളുടെ ഭർത്താവോ ഭർത്താവിന്റെ വീട്ടുകാരോ അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് ഒന്ന് തല കാണിക്കേ. അല്ലെങ്കിൽ ഈ ജാതി പൊള്ളത്തരങ്ങൾ പറഞ്ഞിട്ട് ജനങ്ങളെ പറ്റിക്കുമ്പോ പമ്പര വിട്ടികളായ മനുഷ്യരെ നിങ്ങളൊന്നും ചിന്തിക്കേ, ഇതെന്താണ് ഈ സാധനങ്ങൾ? ഈ സാധനം എന്താണ്? നിങ്ങളെ എല്ലാവരും, അതായത് ഇവരുടെ കൂടെ നടക്കുന്ന ഈ പറയുന്ന കച്ചവടത്തില് KS ചിത്ര, നരേന്ദ്രമോദി, സുരേഷ് ഗോപി, പിന്നെ ജയസൂര്യ, കുഞ്ചാക്കോ ബോബൻ, പിന്നെ സിദ്ദിഖ്, അങ്ങനെ മോഹൻലാൽ, അങ്ങനെ മമ്മൂട്ടി, ഞാൻ പറഞ്ഞില്ലേ, സർവേതര സ്റ്റാറുകളും ഇവരുടെ ഫാനാണ്. എല്ലാവരും ഇവരുടെ ഫാനാണ്. ഒരു സമൂഹത്തെ മുഴുവനും കിടന്നിട്ട് ഇങ്ങനെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഈ ചാവാലിയുടെ ഫാനാണ് ഇത്രയും വലിയ താരനിരകൾ മുഴുവൻ. ഇത്രയും മനുഷ്യരോട് മുഴുവനും ആത്മബന്ധന കാണിക്കുന്ന ഈ കുലദ്രോഹിക്ക് സത്യം എന്താണെന്നോ ധർമ്മം എന്താണെന്നോ നീതി എന്താണെന്നോ ന്യായം എന്താണെന്നോ അറിയാവോ? ഒരു ക്ഷേത്രത്തിന്റെ തിരുനടയിൽ വന്നിട്ടാണ് പറയുന്നത്, എടി നിന്റെ ആങ്ങളെ നിന്റെ വീട്ടിൽ നിനക്ക് മറ്റേ പരിപാടി ചെയ്തു തരുന്നെങ്കിൽ എന്റെ ആങ്ങളെ അങ്ങനെയല്ലടി. പച്ചക്കാണ് തെറി വിളിക്കുന്നത്. അവന്റെ ആങ്ങളെ കയ്യോ വന്നു തല്ലാനായിട്ട് ഈ ആങ്ങളുടെ അമ്മ എന്ന് പറയുന്നവൻ പറയുന്നു, എന്റെ മോളെ വേണ്ടി വന്നാൽ ഞാൻ അവന് കെട്ടിച്ചോട് കൂടി. ലൈവായിട്ടാണ് പറയുന്നത്, ഞാൻ ഉണ്ടാക്കിയ കഥയല്ല. ഒരു അമ്പലത്തിന്റെ മുൻപിൽ വന്നിട്ടാണ് ഈ പറയുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള മാനസിക വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് പോകാനുള്ള സ്റ്റേഷനുണ്ട്, കോടതിയുണ്ട്, പല കാര്യങ്ങളുണ്ട്. അല്ലാണ്ട് നിങ്ങൾ ആ ഗുരുവായൂർ അമ്പലം നടയിൽ നിന്നിട്ട് ഫോൺ എടുത്ത് തോണ്ടിക്കൊണ്ട് അയ്യോ ഇതാണ് ഈ കമന്റാണ്
എന്ന് യവനും ഇവന്റെ കൂടെ നടക്കുന്ന പട്ടാളനും കൂടിയിട്ട് തപ്പിപ്പിടിച്ചിട്ട് മറ്റൊരു സ്ത്രീയുടെ നേരെ കയ്യൊപ്പ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ എന്താ പറയാ അവരെ തല്ലാൻ ചെല്ലാനായിട്ട് ഇവർക്ക് ആരും അധികാരം കൊടുത്തത്? ഈ സംസ്കാരിക നായകന്മാരെ മുഴുവനും കാണുന്നുണ്ടല്ലോ ഈ തോന്നിവാസം ഇല്ലേ? ഇവർക്ക് ഈ സ്ഥാനം കൊടുത്താൽ ഇത്രയും ഇത്രയും തലപ്പത്തിരിക്കുന്ന മുകളിൽ ഇരിക്കുന്ന ആൾക്കാരാണ് ഇവിടെ താങ്ങിക്കൊണ്ട് നടന്നിരുന്നത്. അവരുടെ പ്രവൃത്തിയാണ് കണ്ടത്. അമ്മയ്ക്ക് വീടില്ലാണ്ട്, അമ്മയ്ക്കും അപ്പനും അച്ഛനും അമ്മയ്ക്കും വീടില്ലാണ്ട് വീടുണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടിലാണ് താത്ത. ഈ വീടുണ്ടാക്കി കൊടുക്കാനായിട്ട് നോക്കുമ്പോൾ അമ്മയ്ക്ക് ഫോണാണ് സമ്മാനം മേടിച്ച് പ്രസന്റേഷൻ, എന്താ ബർത്ത്ഡേക്ക് പ്രസന്റ് മേടിച്ച് കൊണ്ട് കൊടുക്കുന്നത് അമ്മ ഫോണാണ് അമ്മയ്ക്ക്. അപ്പൊ അമ്മയുടെ കയ്യിൽ ഫോൺ ഉണ്ട്, അത് കേട് വന്നു. അപ്പൊ മോള് വേറെ ഫോൺ മേടിച്ചുകൊണ്ട് കൊടുക്കുകയാണ് അമ്മയ്ക്ക്. അപ്പൊ ഉമ്മ അത് കണ്ടുകൊണ്ട് ഇങ്ങനെ പൊട്ടിത്തെറിച്ച് നിന്നുകൊണ്ട് നോക്കുമ്പോൾ ഉമ്മാനെ കാണുമ്പോഴേ ഉമ്മ 10 പവന്റെ മാലിട്ടിട്ട് നിൽക്കുന്നത്. ഏറ്റവും അടിവയർ വരെ ഉറക്കത്തിൽ 10 പവന്റെ മാല ഇട്ടുകൊണ്ടാണ് ഉമ്മ നിൽക്കുന്നത്. വീടുണ്ടാക്കാൻ പൈസ ഇല്ല, ഉമ്മക്ക് വീടില്ല, ഉപ്പാക്കും വീടില്ല, വീടുണ്ടാക്കാനാണ് നെട്ടോട്ടത്തില്ല. നമ്മുടെ സുരേഷ് ഗോപി സാറ് ലൈവായിട്ട് പറയുന്നത് ഞാൻ കേട്ടതാ. ഈ നമ്മുടെ നാട്ടിലെ ഹിന്ദുക്കളെ അടച്ചുറപ്പില്ലാണ്ടും ഒരു നേരത്തെ കഞ്ഞിക്ക് വകയില്ലാണ്ടും അരപ്പട്ടിണിക്കാരായിട്ട് ഹിന്ദു സമൂഹം മൊത്തം കിടന്ന് കഷ്ടപ്പെടുമ്പോ ഇതേപോലത്തെ ചാവാലികളെ വലിച്ചുകൊണ്ട് പോയിട്ട് നമ്മുടെ നേതാക്കന്മാരും മന്ത്രിമാരും പിന്നെ താരനിരകളിലുള്ളവരും പ്രധാനപ്പെട്ടവരും സാംസ്കാരിക നായകന്മാരും മുഴുവനും ഈ ജാതി പേക്കോലം തുള്ളുമ്പോഴേ എനിക്കൊക്കെ ഇവരോടൊക്കെ വെറും പുച്ഛം മാത്രം. ഉറപ്പാണ് എനിക്ക് നിങ്ങളെ പോലുള്ളവരോട് അറപ്പ്. ഈ ജാതി ചാവാലികൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഇവർക്ക് വേണ്ടിയിട്ട് ഇവിടെ ഉപ്പാക്കും ഉമ്മാക്കും വീടുണ്ടാക്കി കൊടുക്കാനാണെന്ന് നിങ്ങൾ ഇത്രയും പരസ്യം ചെയ്തിട്ട് നടക്കുന്നുണ്ടല്ലോ. എനിക്ക് നിങ്ങളോടൊക്കെ വെറും പുച്ഛമാണ് തോന്നുന്നത്. നിങ്ങളൊക്കെ മനസ്സിലിട്ട് ആരാധിച്ച് ബഹുമാനിച്ച് കൊണ്ട് നടക്കുന്ന അരപ്പട്ടിണിക്കാരായിട്ടുള്ള ഹിന്ദു സമൂഹമുണ്ട് ഇവിടെ. ഒരു നേരത്തെ ആഹാരത്തിന് വഴിയില്ലാണ്ട്, ഒരു യൂണിഫോമിന് പാകില്ലാണ്ട്, കണ്ണടച്ച് നേരെ കിടക്കാനായിട്ട് ഒരു വീടില്ലാണ്ട് കഷ്ടപ്പെടുന്ന ഒരു ഹിന്ദു സമൂഹമുണ്ട് ഇവിടെ. അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ യത്നിക്ക്. അവർ നിങ്ങളുടെ കൂടെ കാണും. അല്ല നിങ്ങളുടെ വർഗ്ഗങ്ങളൊന്നും നിങ്ങളുടെ കൂടെ കാണില്ല, ഉറപ്പുള്ള കാര്യമാണ്. അത്രയും ദേശത്തോടു കൂടി തന്നെ ഞാൻ പറയുന്നത്. എനിക്ക് ആരെന്നെ എങ്ങനെ വിചാരിച്ചാലും എനിക്ക് പ്രശ്നമില്ല. കണ്ട കാര്യങ്ങൾ തന്നെ ഞാൻ പറയുന്നത്. ഇനി അതിന്റെ പേരിൽ നിങ്ങൾ എന്നെ തൂക്കിക്കൊല്ലാൻ വിധിക്കുന്നുണ്ടെങ്കിൽ ഞാനതൊന്ന് സഹിച്ചോളാം, പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഏത് സംസ്കാരിക നായകന്മാരായാലും ശരി, അത് സുരേഷ് ഗോപി അടക്കം അദ്ദേഹം കൂടെ ശ്രദ്ധിക്കണം. ഇതേപോലുള്ള തോന്നിവാസങ്ങൾ സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് പറയുന്നത്. അതൊന്നും നിങ്ങൾക്ക് കാണില്ല. ഈ അലവലാദികളെ നിങ്ങൾക്ക് എത്ര പ്രാവശ്യം ചേർത്ത് നിർത്തിയാലും നിങ്ങൾക്ക് പോരാ. എന്താണ് ഇതിന്റെ ഒരു മീനിങ്? എന്താണ് ഇവർക്ക് എന്തിന്റെ കുറവുണ്ടായിട്ടാണ്? ഒരു ക്ഷേത്രത്തിന്റെ മുന്നിലേക്ക് വരിക, അതിന്റെ ചിത്രം പിടിക്കുക, സിനിമയിൽ തിരിയുന്ന പോലെ വട്ടം കറങ്ങുക, അത് കഴിഞ്ഞിട്ട് പിന്നെ എയറിൽ വരുന്ന പോലെ വരിക, അത് കഴിഞ്ഞിട്ട് പിന്നെ ഇൻഷാ തള്ള എന്നുള്ള തള്ളൽ. ഞാൻ ചോദിക്കുന്ന ഒരു പ്രാവശ്യമെങ്കിലും ഭഗവാന്റെ നടയിൽ വന്നിട്ട് ഭഗവാനെ കൃഷ്ണ എന്നുള്ള ഒരു പ്രാവശ്യമെങ്കിലും കൈകൂപ്പിയതായിട്ട് ഒരു ചിത്രത്തിലും നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ഇന്നിവിടെ അങ്ങോട്ടല്ല, ഇന്നലെ വരെ ഏതെങ്കിലും ഒരു ചിത്രത്തില്, അത് അമ്പലമാണല്ലോ, ഒരു ക്ഷേത്രമാണല്ലോ, ക്ഷേത്ര പരിസരത്ത് വന്നിട്ട് ഭക്തിയോടുകൂടി നമ്മൾ രണ്ട് വ്യക്തികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടാൽ പരസ്പരം കൈകൂപ്പുന്ന ഒരു സംസ്കാരമുണ്ട് നമ്മുടെ ഭാരതത്തിൽ. ആ സംസ്കാരം മുഴുവൻ വിട്ടിട്ട് ഒരു അമ്പലത്തിന് ക്ഷേത്രത്തിന്റെ മുറ്റത്ത് വന്ന് നിന്നിട്ട് കണ്ണാ ഹാപ്പി ബർത്ത്ഡേ പറയാൻ 12 മണിയായി, കണ്ണാ ഹാപ്പി ബർത്ത്ഡേ. ഇവർക്ക് ഈ ജാതി കോലം കെട്ടാനായിട്ട് ഇവിടെ ഞാൻ ചോദിക്കുന്നത്, ഞാനൊരു ഹിന്ദു സ്ത്രീയാണ്. ഞാൻ ഈ ജാതി കോലങ്ങളൊക്കെ കെട്ടിയിട്ട് ഏതെങ്കിലും ഒരു മോസ്കിന്റെ മുമ്പിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇവിടെ പള്ളിയുടെ മുമ്പിലോ പോയി നിന്നിട്ട് ഈ ജാതി കോപ്പറേറ്റർ കാണിച്ചാൽ എന്നെ കയ്യും കാലം കഴുത്ത് പാക്കിണ്ടാവോ? എന്താണ് നിങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ പറയുമ്പോൾ വർഗീയത പറയാന്ന് പറയുന്നില്ലേ? വർഗീയത എന്താ? വൺ വേ ട്രാഫിക് ആണോ വർഗീയത? എന്താ ഹിന്ദുവിന് വർഗീയത വേണ്ടേ? നിങ്ങൾക്ക് മാത്രം മതി വർഗീയത? ജമാഅത്തെ ഇസ്ലാമിക്കും ഇവിടുത്തെ തീവ്ര സംഘടനകൾക്ക് മാത്രം മതി വർഗീയത? എന്താ ഹിന്ദുവിന് പറ്റില്ലേ? നിങ്ങൾക്ക് പറയേ, നിങ്ങൾ ഏതെങ്കിലും പള്ളിയുടെ മുമ്പിൽ വന്നിട്ട് ഞാൻ ചേച്ചി ഒരു സക്കീർ സാജു സ്കൂളിൽ പോയിട്ടില്ലാത്ത ആളാണെന്ന് തോന്നുന്നു, അടിപൊളി ഒരു കമന്റ് ഇട്ടിട്ടുണ്ട്. ആ സ്ത്രീ എന്നായിരിക്കും ഉദ്ദേശിച്ചത്. ശരി, ശ്രീകൃഷ്ണന്റെ പടം വരച്ച് നാട്ടുകാരെ പറ്റിക്കുന്നു, അത് നമുക്ക് മനസ്സിലായി. ജാമിത ലൈവിൽ വന്ന് മതക്കലവരം ഉണ്ടാക്കിയിടുന്നു. നമ്മൾ മുലക്കരമെന്നും മീശക്കരമെന്നും കേട്ടിട്ടുണ്ട്. ഈ മതക്കലവരം എന്തോന്നടി? ആരോടെങ്കിലും ചോദിച്ചിട്ട് അക്ഷരങ്ങളൊന്ന് പഠിച്ച് വന്ന് എഴുതണം കേട്ടോ. ശരി. ഇവർ പറയുന്നതേ ഇവരുടെ മതത്തിന്റെ ആചാരത്തെ സംബന്ധിച്ചിട്ടാണ്, ഇവരുടെ വിശ്വാസത്തെ സംബന്ധിച്ചിട്ടാണ്, ഇവരുടെ ഭക്തിയെ ഒരു മുസ്ലിം സ്ത്രീ എന്ന ഐഡന്റിറ്റിയിൽ ഒരാൾ വ്രണപ്പെടുത്തിയത് കൊണ്ടാണ് ഇവരിത് സംസാരിക്കുന്നത്. ഇവർക്കിത് സംസാരിക്കാൻ 100% റൈറ്റ്സ് ഉണ്ട്. നിങ്ങൾ പള്ളിയുടെ മുമ്പിൽ പെണ്ണുങ്ങൾക്ക് കടക്കാൻ പറ്റില്ല. അത് മാത്രമല്ല, പെണ്ണുങ്ങൾക്ക് നേരെ പള്ളിയുടെ നേരെ മുന്നിലൂടെ കയറി വരാൻ പോലും പറ്റില്ല. ആ സ്ഥാനത്ത് ഞാൻ വന്നിട്ട് ഈ ജാതി കോപ്രായങ്ങൾ റീൽസ് എടുക്കാൻ ഞാനും വരാൻ പോവുക. എന്റെ കഴുത്തും എന്റെ കയ്യും എന്റെ കാലും ഒക്കെ, അതായത് ഇടത്തെ കൈ വെട്ടണമെന്നുണ്ടെങ്കിൽ വലത്തെ കാല് വെട്ടണം, വലത്തെ കാല് വെട്ടണമെന്നുണ്ടെങ്കിൽ ഇടത്തെ കൈ വെട്ടണം. നേരെ ഓപ്പോസിറ്റ് ആണ് ഖുർആൻ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനെ ചെയ്യുന്ന മനുഷ്യരെ കഴുത്ത് വെട്ടി കളയുമെന്റെ. പിന്നെ എങ്ങനെയാണ് ഒരു ക്ഷേത്രത്തിന്റെ പരിസരത്ത്, ക്ഷേത്രമാണോ പള്ളിയാണോ അല്ലെങ്കിൽ മോസ്കാണോ എന്നുള്ളതല്ല ചോദ്യം, അതൊരു പരിശുദ്ധിയുടെ, ഒരു മതത്തിന്റെ അല്ലെങ്കിൽ ആരാധനയുടെ ഒരു ഘടകം. മുഹമ്മദ് എന്ന് ചോദ്യപേപ്പറിൽ എഴുതിയതിന്റെ പേരിലാണ് ജോസഫ് മാഷിന്റെ കൈയും കാലും വെട്ടിയത്. ഇവർക്കെതിരെ എതിർപ്പുകൾ ഉയരുന്നില്ല മുസ്ലിം സമൂഹത്തിൽ. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ഈ വിഷയത്തെ അണ്ടർലൈൻ ചെയ്യുന്നത്. അല്ലേ, ക്ഷേത്രങ്ങളും പള്ളികളും മോസ്കുകളൊക്കെ അതിന്റെ മുന്നിൽ വന്ന് നിന്നിട്ട് ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞിട്ട് ഒരു വാക്കുകൊണ്ട് പടച്ചേനല്ലാണ്ട് ഇൻഷാ അല്ലാഹ് അല്ലാണ്ട് ഇവരുടെ വായെന്ന് കണ്ണാ ഇവിടെ ഏതാണ്ട് പറയുന്ന കേട്ടത് പട്ട വീട്ടിലെ ചെക്കനെ വിളിക്കുന്ന പോലെ കണ്ണനെ വിളിക്കുന്നത്. തൊട്ടപ്പെട്ട വീട്ടിലെ ചെക്കന്റെ കൂടെ ഇവിടെ പൂർണ്ണമായിട്ട് ശയിക്കുന്നത് കണ്ണന്റെ കൂടെ. നീ പൂർണ്ണമായിട്ട് ശയിക്കുന്നുണ്ടെങ്കിലേ നിന്റെ മുതലെടുപ്പിന് വേണ്ടിയിട്ടാണ് നീ കിടന്നിട്ട് നിലവിളിക്കുന്നുണ്ടല്ലോ. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മറുനാടൻ മലയാളിക്ക് താത്തേനെ എത്രത്തോളം പ്രൊമോട്ട് ചെയ്തിട്ട് പോരാ. മറുനാടൻ മലയാളിക്ക് താത്തയെ എത്രത്തോളം പ്രൊമോട്ട് ചെയ്തിട്ട് പോരാ. നമ്മുടെ മറുനാടൻ മലയാളിയിൽ വർക്ക് ചെയ്യുന്ന പീയൂഷ് ഉണ്ടല്ലോ, ഈ പീയൂഷിനോട് എന്റെ വളരെ അടുത്ത് ഒരുപാട് വർഷമായിട്ട് എനിക്ക് അറിയാവുന്ന ഒരു ഫാമിലി, ഒരു ഹിന്ദു ഫാമിലിയാണ് നമ്മുടെ ചേച്ചിയോട്. അത് ഞാൻ മറുനാടൻ മലയാളിയോടും ഈ പറയുന്ന പീയൂഷിനോട് ഞാൻ കയ്യും കാലും പിടിച്ച് ഞാൻ പറഞ്ഞു, പീയൂഷെ ഒരു സഹായം ചെയ്യേ, ഒരു സുഖമില്ലാത്തൊരു അമ്മയുണ്ട്, 2 കാലും വളഞ്ഞിട്ട് മുട്ടിന്റെ അവിടെ വെച്ച് വളഞ്ഞിട്ട് അവർക്ക് നടക്കാനും ഇരിക്കാനും വയ്യാത്തൊരവസ്ഥയാണ് അവരുടെ.
ആ കുടുംബത്തെ ഒന്ന് സഹായിക്കേ. അവർക്കൊരു മോളാണ്, മകളുടെ ഭർത്താവ് വേറൊരു പെണ്ണിനെ കൊണ്ട് പോയി 2 കുട്ടികളുണ്ട്, വാടക വീട്ടിലാണ് താമസിക്കുന്നത്. അന്നത്തെ ജീവിതം കഴിഞ്ഞു പോകാൻ തന്നെ വലിയ കഷ്ടപ്പാടാണ്. ആ അമ്മയ്ക്ക് നടക്കാൻ പറ്റില്ല. അവർ വടി കുത്തി പിടിച്ചിട്ടാണ് നടക്കുന്നത്. മാത്രമല്ല കാലിൽ രാത്രിയാവുമ്പോൾ അവർക്ക് ഉറങ്ങാൻ പറ്റാതെ ജീവൻ പോകുന്ന വേദനയാണ്. അങ്ങനത്തെ ഒരു അമ്മയുടെ കഷ്ടപ്പാട് പറഞ്ഞിട്ട് ഞാൻ ഈ പീയൂഷിന്റെ പുറകെ നടന്നിട്ട് 1000 ആവർത്തി ഞാൻ റിക്വസ്റ്റ് ചെയ്യാൻ പറഞ്ഞു, പീയൂഷെ ഒരു വീഡിയോ അവർക്ക് വേണ്ടി ചെയ്യുക. നിങ്ങളെ പോലെ കുറച്ചുകൂടെ റീച്ചുള്ള ആൾക്കാർ ചെയ്യുമ്പോൾ അവർക്ക് 10 രൂപ കിട്ടണമെങ്കിൽ കിട്ടട്ടെ. അവരുടെ കാലിന്റെ ഓപ്പറേഷൻ നടത്താനാണ്. ഗതിയില്ലാത്ത പാവങ്ങളാണ്. ഇവൻ തിരിഞ്ഞു നോക്കിയില്ല. 2-3 പ്രാവശ്യം ഇവനെ ഞാൻ വിളിച്ചു, ഇവൻ തിരിഞ്ഞു നോക്കിയില്ല. അവൻ എന്റെ താത്തയുടെ പുറകെ മണപ്പിച്ചു കൊണ്ട് താത്തയുടെ സർവ്വമാന വിഡ്ഢിത്തങ്ങളും കേൾക്കാനായിട്ട് ഇവൻ വന്നിരിക്കാൻ എനിക്ക് അറപ്പാണ് തോന്നുന്നത്. അറപ്പ്. മറുനാടൻ മലയാളിയെ നിങ്ങളെ കുറിച്ച് ഞാൻ ഒരിക്കലും ഞാൻ ഇങ്ങനെ വിചാരിച്ചതല്ല. ഇല്ലെങ്കിൽ അവർ പറയട്ടെ, മറുനാടൻ മലയാളി അത് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറയട്ടെ. ഈ പീയൂഷും പറയട്ടെ, ഈ പീയൂഷിനെ ഞാനാ വിളിച്ചത്. അവനത് ചെയ്തില്ല. ഇത്രയും ഉടായ്പ നടത്തിയിട്ട് ഒരു ഹിന്ദു സമൂഹത്തെ മാത്രം പറ്റിച്ച് നടക്കുന്ന ഒരു താത്തയുടെ പുറകെ പോയിട്ട് അവൾ പടച്ചു വിടുന്ന വിഡ്ഢിത്തങ്ങൾ മുഴുവൻ അവൻ മൈക്കും കൊണ്ട് കേട്ടുകൊണ്ട് നിന്നിട്ട് പിന്നെയും സംഭാഷണം ചെയ്യാം മറുനാടൻ മലയാളിയിൽ. വീണ്ടാമതും അതായത് താത്തയുടെ കരച്ചിൽ എത്ര കാണിച്ചിട്ടും മതിയാവുന്നില്ല മറുനാടനെ. അപ്പൊ എന്താ മറുനാടൻ മലയാളിക്ക് ഹിന്ദു സമൂഹത്തോട് ഒരു പ്രതിബദ്ധതയില്ലേ? മറുനാടൻ മലയാളി എന്ന ചാനലിന് ഹിന്ദു സമൂഹത്തോട് ഒരു പ്രതിബദ്ധതയില്ലേ? താത്ത മാത്രം ജീവിച്ചാൽ മതിയോ? താത്ത അവിടെ വന്ന് കാണിച്ചു കൂട്ടിയ തോന്നിവാസങ്ങളും അവളുടെ കൂടെ നടന്ന മനുഷ്യരുടെ തോന്നിവാസങ്ങളും വായിന്ന് വന്ന ഇത്രയും എന്താ പറയുക അപഹാസ്യ രീതി മാതിരിയുള്ള പെരുമാറ്റങ്ങളും സംസാര രീതികളൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ മൊത്തം വൈറലായതല്ലേ? അത് മറുനാടൻ കണ്ടതല്ലേ? എവിടെ കാണിച്ചു കൊടുക്കുന്ന തോന്നിവാസങ്ങൾ മുഴുവൻ മറുനാടൻ കാണാം. അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണല്ലോ. എന്നിട്ട് പിന്നെ അവർ കണ്ടിട്ട് ഒരു പ്രാവശ്യം കണ്ടു, ശരി എന്തോ ആവട്ടെ, ചാനലുകാരാണ്, അവർക്ക് അവരുടെ റീച്ച് കൂട്ടണമെന്ന് മാത്രമേ ഉള്ളൂ, പൈസ ഉണ്ടാക്കണം മാത്രമേ ഉള്ളൂ, ശരി. അത് കഴിഞ്ഞിട്ട് 2ാമതും 3ാമതും താത്തയെ തന്നെ പ്രൊമോട്ട് ചെയ്ത് കാണിക്കുന്നത്. അപ്പൊ ഗുരുവായൂർ അമ്പലത്തിൽ എന്ത് തോന്നിവാസം കാണിച്ചാലും മറുനാടൻ മലയാളിക്ക് വിഷയമില്ല. ഗുരുവായൂർ അമ്പലത്തിൽ ഏത് ഭക്തനെ വന്നിട്ട് തല്ലാൻ വന്നാലും ചീത്ത വിളിക്കാൻ വന്നാലും അതൊന്നും മറുനാടൻ മലയാളിക്ക് വിഷയമല്ല. ഗുരുവായൂർ അമ്പലത്തിൽ എവിടെ വന്നിട്ട് കാണിച്ചു കൂട്ടുന്ന തോന്നിവാസങ്ങൾക്കും അതിലും മറുനാടൻ മലയാളിക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നവുമില്ല. മറുനാടൻ മെയിനായിട്ട് പ്രശ്നം താത്തയുടെ കണ്ണീരാണ്. ഒരു മനുഷ്യനെ അർഹിക്കുന്നവർക്ക് സഹായിക്കാനായിട്ട് ഞാൻ ഒരു മനുഷ്യത്വം പോലെ ചോദിച്ചതാണ് ഈ പീയൂഷിനോട്. എന്നിട്ട് പിന്നെ ഇത് കാണുമ്പോൾ ഞാനൊരു സാധാരണക്കാരിയാണ്, നമ്മളെല്ലാവരും സാധാരണക്കാരാണ്. ഒരു സാധാരണക്കാരൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വന്നപ്പോഴാണ് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പൊ അത് കണ്ടതുകൊണ്ടെങ്കിലും ഇത് 2 സമൂഹമായിട്ട്, അതായത് ഹിന്ദു സമൂഹവും മുസ്ലിം സമൂഹവും തമ്മിലുള്ള വഴക്കായിട്ട് മാറുമെന്നെങ്കിലും ഒരു കോമൺ സെൻസ് എങ്കിലും തോന്നിയോ മറുനാടന്? തോന്നിയില്ലല്ലോ. എന്തുകൊണ്ടാണ് തോന്നാത്തത്? അപ്പൊ താത്തയുടെ കണ്ണീരാണ് നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആണോ? ഇതിൽ വർഗീയ ലഹളയായി വരുന്നത് പോലും അവർക്ക് തോന്നുന്നില്ല. പിന്നെ എങ്ങനെ പറയാതിരിക്കും? ഒരു സ്ത്രീ പാവമാണ്, അവർ ജീവിച്ചു പോട്ടെ. അവർ ജീവിക്കുന്നതിന് ചെയ്യുന്നതിന് പരിധികളുടെ ഒരു ക്ഷേത്രത്തിന് നടയിൽ വന്നിട്ടല്ല നിങ്ങൾ റീച്ച് എടുക്കുക. ഒരു ക്ഷേത്രത്തിന് അപ്പൊ പറയും നിങ്ങൾ കണ്ണൂരിൽ എനിക്ക് ഇത്രയും ദൂരം വരേണ്ട കാര്യമില്ല, എനിക്ക് കാർ ഓടിച്ച് കണ്ണൂരിൽ ഇത്രയും ദൂരം വരേണ്ട കണ്ണെന്ന് നടക്കി റീച്ച് എടുക്കാനായിട്ടൊന്ന്. കണ്ണൂർക്കാരിയല്ല ചേച്ചി, ഇവര് കോഴിക്കോടുകാരിയാണ്, കൊയിലാണ്ടിക്കാരിയാണ്. കൊയിലാണ്ടിയിൽ നിന്ന് 140 കിലോമീറ്റർ, എന്റെ വീട്ടിൽ നിന്ന് ഒരു 8 കിലോമീറ്റർ 7 കിലോമീറ്റർ ഉള്ളൂ ഈ ലേഡിയുടെ വീട്. പിന്നെ നിങ്ങൾ വരുന്നേ എന്താ ഭഗവാൻ എന്താ നിങ്ങളെ കണ്ടിൽ ഉറക്കം വരില്ലേ? അതാണ് അവസ്ഥ. അത് ഗുരുവായൂർ അമ്പലത്തില് പിന്നെ രാവിലത്തെ പൂജയും ഉച്ചക്കലത്തെ പൂജയും പന്തിരടി പൂജയും പിന്നെ ഉച്ച തിരിഞ്ഞിട്ടുള്ള പൂജകളൊക്കെ മുടങ്ങി പോകുമോ ഈ സാധനം അവിടെ വന്നില്ലെങ്കിൽ? ഇനിയിപ്പോ വിഷുവിനും സംക്രാന്തിക്കും പിന്നെ മറ്റേ ദിവസങ്ങളിലൊക്കെ അവർക്ക് അത് അന്നത്തെ ദിവസമാണ് കറക്റ്റ് ആയിട്ട് അവിടെ ഒരുപാട് മനുഷ്യർ വരുന്നത്. അഷ്ടമിരോഹിണി എന്ന് പറയുന്ന ദിവസവും വിഷു എന്ന ദിവസങ്ങളിലൊക്കെയാണ് കണ്ണനെ കണി കാണാനായിട്ട് ജനലക്ഷങ്ങൾ ഒഴുകിയെത്തുന്നത്. അപ്പൊ താത്തയ്ക്ക് നന്നായിട്ട് അറിയാം, ബിസിനസിന്റെ ടെക്നിക്ക് നല്ലോണം പഠിച്ചിരിക്കുന്ന ആളാ താത്ത. അപ്പൊ താത്തയ്ക്ക് അന്നത്തെ ദിവസം വരുമ്പോഴാണ് കച്ചവടം നല്ലോണം മുറക്കി കിട്ടുക, അന്നാണ് കച്ചവടം നടത്താൻ പറ്റുക. അതുകൊണ്ടാണ് മഹാബലി വരുന്ന പോലെ എനിക്ക് കൊല്ലത്തിൽ 2 തവണ വരാനുള്ള പിന്നെ അനുവാദം തരണം എന്ന് പറയുന്നത്. ഇനി എവിടെങ്ങാനും ഗുരുവായൂർ അമ്പലത്തിൽ കാലെടുത്ത് കുത്തിയാൽ ഗുരുവായൂർ ദേവസ്വം ബോർഡിനോടും മറ്റുള്ളവരോടും കൂടി പറയാണ് അടിച്ചുവിടെ കാലൊടിക്കും ഞാനും നടക്കുന്ന ഹിന്ദു സമൂഹം. ഇവിടെ കൈക്കരുത്തുള്ള വേണ്ട പെണ്ണുങ്ങളുണ്ട്. ഈ മതേതരത്വം പഠിക്കുന്ന പെണ്ണുങ്ങൾ മാത്രമല്ല, നല്ല കൈക്കരുത്തുള്ള ഹിന്ദു വർഗീയത മാത്രം വിളമ്പുന്ന ഹിന്ദു വർഗീയവാദി വേണമെങ്കിൽ നിങ്ങൾ വിളിച്ചോ, 10 പ്രാവശ്യം വിളിച്ചോ, 1000 പ്രാവശ്യം വിളിച്ചോ, ഐ ഡോണ്ട് കെയർ. ഞാൻ എന്നാലും ഞാൻ പറയും, എന്റെ സമൂഹത്തിന് വേണ്ടിയിട്ട് ഞാൻ പറയും. അത് മാത്രമല്ല, എനിക്ക് സമൂഹത്തിനോട് പ്രതിബദ്ധതയുണ്ട്. ആ പ്രതിബദ്ധത വെച്ചിട്ട് ഞാൻ പറയുന്നത് 2 സമൂഹങ്ങൾ കൂടിയിട്ടുള്ള പ്രശ്നത്തിന് വഴിയെടുക്കും ഇവള്. അതായത് മുസ്ലിം സമൂഹവും ഹിന്ദു സമൂഹവും ഇതൊക്കെ ഒരു ബാലൻസിൽ പോകുന്ന സ്ഥലമാണ് കേരളം അല്ലെങ്കിൽ ഭാരതം. ആ ബാലൻസ് തെറ്റിച്ചിട്ട് ഈ വശം കഴിഞ്ഞാൽ അപ്പുറം ആ വശം ഈ കവളമട്ടനെ ചവിട്ടിയ പോലത്തെ സ്വഭാവം എടുക്കരുത്. ആ സ്വഭാവം 2 സമൂഹങ്ങളെ തമ്മിൽ തെറ്റിക്കാനാണ്. ഇത്രയും വലിയ സീരിയസ് ഇഷ്യൂ മറുനാടിന് മനസ്സിലായില്ലെങ്കിൽ പിന്നെ ഇത് എന്ത് കളിയാണ്? അല്ലെങ്കിൽ ഹിന്ദു സമൂഹത്തിനോട് 2 കൂടിയാണ് നമ്മള്. ഈ കരച്ചിലൂടെ എവിടെ നോക്കിയാലും കരച്ചില്. ചാത്തയുടെ കരച്ചിലില്ലാത്ത അവസ്ഥയില്ല. പറ്റിച്ച് നല്ലോണം തിന്നു കൊടുത്ത് എല്ലിന്റെ ഇടയിൽ വറ്റു കുത്തി കഴിഞ്ഞപ്പോൾ താത്തക്ക് എന്തുമാവാന്നുള്ള തോന്നിവാസം. ഒരു പരിധി ഉണ്ടപ്പോ എല്ലാ കാര്യങ്ങൾക്കും. നിങ്ങളെ പരിധിക്ക് നിൽക്കുക, ആ പരിധി വിട്ട് അപ്പുറത്തേക്ക് പോവല്ലേ. നിങ്ങളുടെ വായും തന്നെ തോന്നിവാസങ്ങൾ, അത് സംബന്ധിച്ച് തന്നെ ബുദ്ധിമുട്ടാണ്. എല്ലാവരും ജീവിക്കുന്നുണ്ട്, സ്വന്തമായിട്ട് കഷ്ടപ്പെട്ട് വഴിവെട്ടി വന്ന ഒരാളാണ് ഒരു സ്ത്രീയാണ് ഞാനും. അപ്പൊ ആ സ്ത്രീകളുടെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടൊക്കെ എനിക്ക് നന്നായിട്ട് മനസ്സിലാവും. പക്ഷേ ആരായാലും ശരി അതിന് കിടക്കരുത്. അത് നമ്മൾ കൃത്യമായിട്ട് അറിയണം. അല്ലെങ്കിൽ ഭഗവാനായിട്ട് തോന്നിപ്പിക്കുന്നതാണ് എന്ന് മാത്രമേ ഞാൻ വിചാരിക്കുന്നുള്ളൂ. ഞാനൊരു കൃഷ്ണഭക്തയാണ്. ഞാൻ അങ്ങേയറ്റം ഗുരുവായൂരപ്പന്റെ കൃഷ്ണഭക്തന്റെ മാത്രമല്ല, ഞാൻ ഗുരുവായൂരപ്പന്റെ അങ്ങേയറ്റത്തിൽ ഭക്തയാണ്. അപ്പൊ ആ ഭഗവാനോട് എനിക്കൊരു കടപ്പാടുണ്ട്. ആ വിശ്വാസത്തിലാണ് ഞാൻ പറയുന്നത്. ഇതും ഭഗവാനായിട്ട് തോന്നിപ്പിക്കുന്നതാണ്, ഞാനായിട്ട് പറയുന്നതല്ല. ഭഗവാനായിട്ട് തോന്നിപ്പിക്കുന്നതാണെന്നാണ് എന്റെ വിശ്വാസം. നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ പൊളിപ്പിക്കട്ടെ എന്ന് പറഞ്ഞ പോലെ എന്റെ വിശ്വാസമാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത്. ആ വിശ്വാസത്തിലാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഒരു തരത്തിലുള്ള വിശ്വാസവും ബഹുമാനവും ഇല്ലാത്ത വ്യക്തി ആ നടയിൽ വന്ന് നിന്നിട്ട് ഇതുപോലത്തെ കോപ്രായത്തരങ്ങൾ കാണിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ഇതേപോലെ കമന്റ് ഇട്ട ആൾക്കാരും അല്ലാത്തവരൊക്കെ തപ്പിപ്പിടിക്കണമെങ്കിൽ നിങ്ങൾ സമൂഹത്തിൽ ഇറങ്ങുമോ, പോലീസ് സ്റ്റേഷനിൽ പോവോ, അവിടെ പോയിട്ട് വെല്ലുവിളിക്കോ, എന്താ ചെയ്യേ? എന്നിട്ട് വായിന്ന് വരുന്ന വർത്തമാനം എന്താണ്? വായിന്ന് വരുന്ന വർത്തമാനം എന്താണ്? ഇതാണ് ഗുരുവായൂർ നടക്കൽ നിങ്ങൾ വന്ന് നിന്ന് പറയേണ്ടത്? ഇതാണ് നിങ്ങളുടെ സംസ്കാരം? നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ആ സ്ത്രീയോട് പറയുന്നതാണ്, കൈ ചൂണ്ടി ആക്രോശിച്ച് അവരെ തല്ലാൻ ചെന്നിട്ട്
എവളുണ്ട്, എവളുടെ കൂടെ കുട്ടിക്കിങ്കരനുണ്ട്. ആ കുട്ടിക്കരങ്ങനും പിന്നെ ഇവളും, കാരണം ഇവളുടെ കുട്ടിക്കരങ്ങന്റെ അമ്മയാണെന്നുള്ള സ്ത്രീയും അവരും കൂടിയിട്ട് പറയണം നീ ഒന്ന് പുറത്തേക്ക് ഇറങ്ങ. ഞാൻ കഴിഞ്ഞ ദിവസമാണ് ഈ വീഡിയോ കണ്ടത്. നിന്റെ വീട്ടിൽ നിന്റെ ആളുമാർ എനിക്ക് ഈ മറ്റേ പണിയാണോ ചെയ്തു തരുന്നേ? അപ്പൊ ഞങ്ങൾ അങ്ങനെയല്ല എന്ന് പറയുന്നു. നീ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി വാ, വേണ്ടി വന്നാൽ എന്റെ മോനെ ഞാൻ കെട്ടിച്ചു കൊടുക്കും. ആഹാ, ഇതൊക്കെ ദൈവമായിട്ട് നിന്റെ വായും ചാടിപ്പിക്കുന്നതാ. അപ്പൊ ഇവള് അമ്മ വേണ്ടമ്മ വേണ്ടമ്മ വേണ്ടമ്മ, ഇവള് പിന്നാലെ നടന്നിട്ട് അമ്മ വേണ്ട, അല്ലെങ്കിൽ ഇവള് വേണ്ടെന്ന് പറഞ്ഞില്ലെങ്കിൽ ആ സ്ത്രീയെ അടിച്ചാനെ. മണിക്കൂറുകളോളം ഭക്തിയോട് കൂടിയിട്ട് ഭഗവാനെ ഒരു നോക്ക് കാണാൻ വന്ന സ്ത്രീയോടാണ് ഈ കാണിക്കുന്നത്. ഇവൾക്ക് സ്റ്റേഷനും പോലീസ് സ്റ്റേഷനൊന്നും ഇല്ലേ? എവിടെ മൊബൈൽ എടുത്ത് ഇറങ്ങിയേക്കാണോ നാട്ടുകാരെ മൊത്തം പിടിക്കാനും കമന്റ് പറയാനും ആഘോഷിക്കാനും തല്ലാനും? നോൺസെൻസ്. ഇത് സാധാരണക്കാര് മതേതരന്മാരോട് ഇരുന്നോട്ടെ, അത് ഒരു വഴിക്ക് കിട്ടുമ്പോ ശരിക്കും കിട്ടുമ്പോ പഠിച്ചോളൂ. അല്ലാത്തവന്മാർ മനസ്സിലാക്കണം ഇവരുടെ ഈ ഇരട്ടത്താപ്പും ഈ രണ്ട് സമൂഹങ്ങളെ കൂട്ടി തെറ്റിക്കുന്നുള്ള ഈ പരിപാടികൾ അത് നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ വലിയൊരു പ്രശ്നമാണ് നമ്മുടെ സമൂഹത്തിൽ ഇറങ്ങാൻ പോകുന്നത്. എനിക്കത് നിങ്ങളോട് തോന്നി, അല്ലെങ്കിൽ ഭഗവാൻ എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ബി കെയർഫുൾ. ഈ ജാതിയുടെ തോന്നിവാസങ്ങൾ അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല. ആരോ എന്താ എവിടെ പോയി ചെയ്ത് ജീവിച്ചോട്ടെ, നമുക്ക് അതിലൊരു വിഷയം കാര്യമില്ല. നമ്മളാരും മെക്കെട്ട് കയറാനോ അല്ലെങ്കിൽ ഒരാളെ അനാവശ്യമായിട്ട് താറടിക്കാനോ വരുന്ന സമൂഹമല്ല നമ്മുടെ ഹിന്ദു സമൂഹം. പക്ഷെ സഹിക്കാൻ പറ്റാണ്ടായാലും അത് ശരിയാവില്ല. അങ്ങനെ ഇവിടെ ചിത്രം വെച്ച് കഴിഞ്ഞാൽ കുട്ടികളുണ്ടാവും. നാളെ ഇപ്പൊ പരസ്യമിറങ്ങുമല്ലോ, താത്തയുടെ ചിത്രം വെച്ച് കഴിഞ്ഞാൽ ശങ്കരേട്ടന് കുട്ടി ഉണ്ടായി. ശങ്കരേട്ടൻ എങ്ങനെ കുട്ടി ഉണ്ടായത്? താത്തയുടെ ചിത്രം വെച്ചിട്ടാണ്. ഒരു മനുഷ്യൻ ജനിച്ച് ജീവിച്ച് അവന്റെ അവസാനം വരെ വിധി എന്ന് പറയുന്ന ഒരു യോഗം എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അവന്റെ കർമ്മങ്ങൾക്കനുസരിച്ച് അവന്റെ ജീവിതത്തിലെ ഓരോരോ കാര്യങ്ങൾ പടിപടിയായിട്ട് വന്നുകൊണ്ടിരിക്കും. അങ്ങനെയാണ് നമ്മുടെ വിശ്വാസം. ഒരു മനുഷ്യൻ ജനിച്ച് ജീവിക്കുന്ന കാലയളവില് അവന്റെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന അവന്റെ തലവരെ പോലെ ഓരോരോ കാര്യങ്ങൾ ഇപ്പൊ നമ്മളെല്ലാവരും സാധാരണ ഭാഷയിൽ പറയില്ലേ, വരാനുള്ളത് വന്നില്ലെങ്കിൽ ഓട്ടോറിക്ഷ പിടിച്ച് വരുന്നു. ആ വരാനുള്ളത് അവന്റെ ജീവിതത്തിലെ കാലത്തൊട്ട് വൈകുന്നേരം വരെ നമ്മുടെ ഓരോ കാര്യങ്ങളും പറയുന്നതും പ്രവർത്തിക്കുന്നതും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതും അത് യാദൃശികമായിട്ടും അല്ലാതെ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ അതിനൊക്കെ പറയാം കർമ്മയോഗം. കർമ്മദോഷം കഷായം കുടിച്ചാൽ മാറില്ല. അപ്പൊ കർമ്മദോഷം താത്തയുടെ ചിത്രം വെച്ചാൽ മാറാൻ പോടില്ല. എപ്പോഴും ആ ശങ്കരേട്ടന്റെ ഒരു കുട്ടി ഉണ്ടാവാന്ന് വിചാരിച്ചു. അത് ശങ്കരേട്ടന്റെ യോഗമാണ്. ശങ്കരേട്ടന്റെ വയസ്സിൽ ഒരു കൊച്ചു ജനിക്കാനായിട്ട് യോഗം ഉണ്ടെങ്കിൽ അത് ജനിച്ചിരിക്കും. എന്നിട്ട് അതിനെ അവൾ അവരുടെ ബിസിനസ് ടെക്നിക്കാണ്. അത് പൊക്കി പിടിച്ചിട്ട് കേൾക്കാനായിട്ട് മറുനാടനും അത് റിപ്പോർട്ട് ചെയ്യാനായിട്ട് മറുനാടനും. എനിക്ക് കാറ് തുപ്പാനാ തോന്നുന്നത്. ഈ ജാതി പരിപാടികളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ട് സ്വന്തം നാടൻ, അതായത് ഒരു ഭാഷ ചൊല്ലി പറയും, ഈ തൂരിയവനെ പേറിയവനെ നാറുന്നു. ഈ മറുനാടൻ ഈ നാറാൻ പോകുന്നേ ഉള്ളൂ. അത് തർക്കമില്ലാത്ത കാര്യമാണ്. എന്നിട്ട് പറയുന്നതാണ് ഇവരെന്താ സമൂഹത്തിന് കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? ഇതെല്ലാവരുടെ വീട്ടിലുള്ള ഫോട്ടോ മേടിച്ച് വെക്കാനോ? ഓരോ മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ഓരോ വിധികൾ, ഓരോ യോഗങ്ങൾ, ആ യോഗങ്ങൾക്കനുസരിച്ച് കാര്യങ്ങൾ വരിക. അതിനപ്പുറത്തേക്ക് മാറ്റാനായിട്ട് സർവീശ്വരനെ കൊണ്ട് പോലും പറ്റില്ല. സർവീശ്വരനെ കൊണ്ട് പോലും വിധിയെ തടുക്കാൻ സാധിക്കില്ല. വിധി അത് വിധിയാണ്. വിധി ലിഖിതം ഇതൊന്നും മാറ്റാവതല്ല എന്ന് പറയുന്നത്. വിധി അതിന്റെ സമയത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കും, അതിലൊരു മാറ്റില്ല. അപ്പൊ ശങ്കരേട്ടന്റെ കുട്ടി ഉണ്ടാവുന്ന സമയത്ത് ശങ്കരേട്ടന്റെ കുട്ടി ഉണ്ടായി. അതിന് താത്തയുടെ പടം വെച്ചിട്ടാണെന്ന് പറഞ്ഞിട്ട് തള്ളി മറിക്കുന്ന ഈ പമ്പര വിഡിത്തരമൊക്കെ ഇത് നാട്ടുകാരെ കേൾപ്പിക്കുമ്പോൾ മറുനാടാ നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾ എന്താണ് വിളിച്ച് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ എന്താണ് ഈ സമൂഹത്തിൽ കൊടുക്കുന്ന മെസ്സേജ് എന്ന്. എന്നിട്ട് വേണം ഈ ജാതി പമ്പര വിട്ടിയുടെ മെസ്സേജുകളൊക്കെ സമൂഹത്തിലൊക്കെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാനായിട്ട്. ഇപ്പൊ ഞങ്ങൾ എല്ലാവരും കേൾക്കുന്നവരൊക്കെ വിഡ്ഢികളോ അതോ ഞങ്ങളൊക്കെ പൊട്ടന്മാരോ ഈ നോൺസെൻസ് കാണിക്കാം? അപ്പൊ ഇത് കേട്ടുകൊണ്ട് പാവം ഇന്ന് ആത്മീയതയാണ് ഏറ്റവും വലിയ കച്ചവടം. ആത്മീയതയാണ് ഇന്ന് ഏറ്റവും വലിയ കച്ചവടം. ആത്മീയത വിറ്റിട്ടാണ് ഒരുപാട് പേര് കോടീശ്വരന്മാരാകുന്നത്. ഏറ്റവും വലിയ ബിസിനസ് ആണ് ആത്മീയത. അപ്പൊ താത്ത അതിനെ പിടിച്ച് കയറാണ്. താത്തയുടെ പിക്ചർ വെച്ച കുട്ടി ഉണ്ടാവും, താത്തയുടെ പിക്ചർ വെച്ച ജോലി കിട്ടും, താത്തയുടെ പിക്ചർ വെച്ച കല്യാണം കഴിയും. ഇനി ഇവിടെ നമുക്ക് തുടങ്ങാലോ. ഹിന്ദു പൊട്ടന്മാർ തയ്യാറല്ലേ? അയ്യോ എന്റെ വീട്ടിലേക്ക് കൊണ്ട, എന്റെ വീട്ടിലേക്ക് കൊണ്ട, ഇന്ന സ്ഥലത്ത് പോയി അവിടെ പോയപ്പോൾ ഇന്ന കാര്യം നടന്നു. ആത്മീയത ഏറ്റവും വലിയ ബിസിനസ് ആണ് ഇന്ന്. നിങ്ങൾ ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ നിങ്ങൾ പറഞ്ഞു, അതല്ലേ? നമ്മളെല്ലാവരും ഒരു ജോത്സ്യം എടുത്ത് പോയി ആ ജോത്സ്യം പറയുന്നതൊക്കെ കറക്റ്റ് ആട്ടോ അച്ചട്ടാ എന്ന് പറയുമ്പോൾ പിന്നെ നാളെ തൊട്ട് അവന്റെ വീട്ടിലേക്ക് ആയിരങ്ങളും പതിനായിരങ്ങളും കൊടുത്തിട്ട് ഇങ്ങനെ ആൾക്കാർ പോകാൻ തയ്യാറാവുക. ആരുടെ പൈസ പോകുന്നേ? നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ പൈസയാണ് കൊണ്ട് കൊടുക്കുന്നത്. പക്ഷെ ദൈവം നമുക്ക് വിധിച്ചതെല്ലാം ആരെ കൊണ്ടെങ്കിലും മാറ്റാൻ പറ്റുമോ? ഏതെങ്കിലും പണിക്കരെ കൊണ്ട് മാറ്റാൻ പറ്റുമോ? നടക്കില്ല. നമുക്ക് വെച്ച വിധികളൊന്നും മാറ്റാൻ ഈ പണിക്കരല്ല ഈ ലോകത്ത് ആര് വിചാരിച്ചാലും സാധ്യമല്ല. അത് അതിന്റെ സമയത്ത് അത് വന്നിരിക്കും, എന്ത് തന്നെ പറഞ്ഞാലും. പിന്നെ നമ്മുടെ ആത്മീയത, നമ്മുടെ വിശ്വാസം, നമ്മുടെ പ്രാർത്ഥന, അതെല്ലാം നമ്മുടെ ഒരു കോൺഫിഡൻസ് ആണ്. നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവണം. നാളെ എന്നൊരു പ്രതീക്ഷ. ആ പ്രതീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ അമ്പലത്തിൽ പോകുന്നു, ദൈവത്തെ വിളിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അത് നമ്മുടെ കോൺഫിഡൻസ്. കാരണം കോൺഫിഡൻസ് ഇല്ലെങ്കിൽ മനുഷ്യനില്ല. അത്രേ ഉള്ളൂ. ഇതൊക്കെ ഒരു വിശ്വാസങ്ങൾ മാത്രമാണ്. ആ വിശ്വാസങ്ങൾ സംരക്ഷിക്കപ്പെടണം. അതാണ് ഹിന്ദു സംസ്കാരം. ഈ വിശ്വാസങ്ങളും സംസ്കാരങ്ങളും എല്ലാം ഇഴ ചേർന്ന് കിടക്കുന്ന ഒരു അവസ്ഥയാണ്. അതിന്റെ ഇടയിൽ കൂടെ കയറിയിട്ട് ഒരാൾ ഇങ്ങനെ ഒരുപാട് കാലങ്ങളായിട്ട് അത് വിറ്റ് തിന്നാന്ന് വിചാരിച്ചാല് അത് നടക്കില്ല. അത് നടക്കില്ല. പല്ലും നഖവും ഉപയോഗിച്ച് നമ്മളത് എതിർക്കും. അത് എതിർക്കണം, എതിർക്കപ്പെടണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് ചെയ്തില്ലെങ്കിൽ പിന്നെ നമ്മുടെ ഹിന്ദു എല്ലാ മതത്തിനും അതിൻ്റെതായിട്ടുള്ള വിശ്വാസങ്ങളുണ്ട്. അത് മതവിശ്വാസികൾ ഫോളോ ചെയ്യും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു മതത്തിലും വിശ്വസിക്കുന്ന ആളല്ല. ഒരു മതനിയമങ്ങളും ഒരു മതത്തിൻ്റെ ഒരു അനുഷ്ഠാനങ്ങളും ഒരു വിശ്വാസങ്ങളും ഫോളോ ചെയ്യുന്ന ആളല്ല ഞാൻ. ഒരു ഇസ്ലാം മത വിശ്വാസിയായിരുന്നു. ആ മതത്തിൻ്റെ ഒരുപാട് വശങ്ങൾ നന്നായി പഠിച്ച് ആ മതം ഒഴിവാക്കിയ ആളാണ് ഞാൻ. ഏതാണ്ട് വേറൊരു മതത്തിലേക്ക് പോകണമെന്നോ ഈ മതത്തിനേക്കാൾ മറ്റേ മതം മെച്ചപ്പെട്ടതാണെന്നോ എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല. സ്മൃതിയും ശ്രുതിയും വായിച്ചിട്ടുണ്ട്, ഭഗവത്ഗീത വായിച്ചിട്ടുണ്ട്, ബൈബിള് വായിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട് എന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്, വായിച്ചിട്ടുണ്ട്. അതുപോലെ ഒരുപാട് ഇതിനെ സംബന്ധിച്ച് അറിയാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇവിടെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഒന്ന് ആലോചിച്ച് നോക്കിക്കോ. ഞാനൊരു ഇസ്ലാം മത വിശ്വാസിയാണ് എന്ന് പറയുകയും ഞാൻ രാവിലെ കണ്ണന്റെ ചിത്രം വരയ്ക്കാൻ ഒരു ഗ്ലാസ് ചായയും കുടിച്ചിട്ടിരിക്കും.
ഉച്ചയ്ക്കും വൈകിട്ടുമുള്ള നമസ്കാരം ഒരുമിച്ച് നമസ്കരിക്കും. അപ്പോൾ ഞാനൊരു ഇസ്ലാം മത വിശ്വാസിയാണ് എന്ന് മറ്റുള്ളവരോട്, മുസ്ലിങ്ങളോട് പറയുക. ഞാൻ കണ്ണന്റെ ചിത്രം വരയ്ക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് നിങ്ങൾ എന്നെ മാറ്റി നിർത്തണ്ട. ഞാൻ ഇസ്ലാം മത വിശ്വാസിയാണ്, അള്ളാഹുവിൽ വിശ്വസിക്കുകയും അള്ളാഹുവിനെ അംഗീകരിക്കുകയും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്ന് ഇവര് മുസ്ലിം സമൂഹത്തോട് വിളിച്ചു പറയുവാണ്. അതാണ് നമ്മളാ കാണുന്നത്. ഇവര് പറയുന്നു, ഇവര് വരച്ച കണ്ണന്റെ ചിത്രം മക്കളില്ലാത്ത ശങ്കരേട്ടൻ കൊണ്ടുവച്ചപ്പോൾ ശങ്കരേട്ടൻ ഗർഭിണിയായി. അതല്ലെങ്കിൽ പോട്ടെ, ശങ്കരേട്ടന്റെ ഭാര്യ ഗർഭിണിയായി. അപ്പോ കണ്ണനാണ്, അതല്ലെങ്കിൽ ഇവര് വരയ്ക്കുന്ന ചിത്രമാണ് അവരെ ഗർഭിണിയാക്കിയത് എന്നല്ലേ ഇവര് പറയുന്നത്? അങ്ങനെ വിശ്വസിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ഇസ്ലാം മതത്തിൽ അംഗീകരിക്കാൻ പറ്റുന്നത്, ഇസ്ലാം മതത്തിൽ നിൽക്കാൻ പറ്റുന്നത്, ഇസ്ലാം മതം വിശ്വസിക്കാൻ പറ്റുന്നത്? അപ്പൊ കണ്ണനാണ് എല്ലാത്തിനും ഓൾ ഇൻ ഓൾ എന്നല്ലേ ഇവര് പറഞ്ഞു വെക്കുന്നത്. ഇത് വളരെ ട്രോള് രൂപത്തിൽ ഷൈനി ചേച്ചി തന്നെ അവതരിപ്പിക്കുന്നുണ്ട്, കേൾക്കുക. ഒരു കഥ ചൊല്ലിടുക. അതായത് ഒരുപാട് പണ്ട് നടന്നതാണ്. അതായത് ഞങ്ങളുടെ നാട്ടിൽ ശങ്കരേട്ടൻ ഉണ്ടായിരുന്നേ. ശങ്കരേട്ടന് കുട്ടികൾ ഉണ്ടായിരുന്നില്ല. ശങ്കരേട്ടന് കുട്ടികൾ ഉണ്ടാവാണ്ടായപ്പോ ശങ്കരേട്ടൻ ഭയങ്കര ദുഃഖിതനായിരുന്നേ. ശങ്കരേട്ടൻ കുട്ടികൾ ഉണ്ടാവാത്തതിന്റെ കാര്യങ്ങൾ അന്വേഷിച്ച് പോയപ്പോ ശങ്കരേട്ടൻ പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്ന ആളായതുകൊണ്ടാണ് ശങ്കരേട്ടന് കുട്ടികൾ ഉണ്ടാവാതിരുന്നത്. അപ്പൊ അങ്ങനെ ശങ്കരേട്ടൻ ഇതിന് എന്താണ് ഒരു പ്രതിവിധി അന്വേഷിച്ചപ്പോ ശങ്കരേട്ടനോട് ആരോ പറഞ്ഞു, ഒരു താത്തയുടെ കയ്യിൽ നിന്ന് ഫോട്ടോ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പ കുട്ടികൾ ഉണ്ടാവും എന്ന് പറഞ്ഞു. അന്നേരം പിന്നെ ശങ്കരേട്ടൻ താത്തയുടെ അടുത്ത് ഓടി. അങ്ങനെ ശങ്കരേട്ടൻ വന്നിട്ട് താത്തേനെ കണ്ടിട്ട് പടം വരച്ച് തരാൻ പറഞ്ഞു. അങ്ങനെ താത്ത പടം വരച്ച് കൊടുത്തപ്പോ ശങ്കരേട്ടന്റെ ഭാര്യയ്ക്ക് വൈറലായി. അങ്ങനെ അയ്യോ തെറ്റിദ്ധരിക്കരുത്, ശങ്കരേട്ടന്റെ ഭാര്യയ്ക്ക് വയറ്റിലുണ്ടായി എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ അങ്ങനെ ശങ്കരേട്ടന്റെ ഭാര്യയ്ക്ക് വയറ്റിലുണ്ടായി കഴിഞ്ഞപ്പോൾ ശങ്കരേട്ടൻ ഭയങ്കര ഹാപ്പി ആയി. അപ്പൊ അത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഒരു ജ്യോതിഷന്റെ അടുത്ത് പോയപ്പോൾ ജ്യോതിഷം പറഞ്ഞു, വയറ്റിലുണ്ടാവാനായിട്ട് എന്താ ചെയ്ത് ശങ്കരേട്ടാന്ന് ചോദിച്ചു. അപ്പൊ ശങ്കരേട്ടൻ പറഞ്ഞു, അത് അങ്ങനെ പെട്ടെന്ന് പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല, എന്നാലും ഞാൻ പറയാം. ഞങ്ങളുടെ നാട്ടിൽ ഒരു താത്ത ഉണ്ടായിരുന്നേ, ഒരു തട്ടം വിട്ട താത്ത. അപ്പൊ ആ താത്തയുടെ കയ്യിൽ ഫോട്ടോ വരച്ച് മേടിച്ച് എന്റെ വീട്ടിൽ കൊണ്ടുവച്ചപ്പോഴാണ് എന്റെ ഭാര്യയ്ക്ക് ഗർഭം ഉണ്ടായിരുന്നു ശങ്കരേട്ടൻ പറഞ്ഞു. അപ്പൊ ജ്യോതിഷം പറഞ്ഞു, എന്തായാലും അത് അവിടെ തന്നെ വെച്ചോ, പിന്നെ ഗർഭം പോവില്ല, ഗർഭം പോവാതെ തന്നെ അവിടെ നിന്നോളും, അത് അവിടെ തന്നെ വെച്ചോ എന്ന് പറഞ്ഞു. അങ്ങനെ താത്ത വെച്ച പിക്ചർ വെച്ചപ്പോഴാണ് ശങ്കരേട്ടന്റെ ഭാര്യയ്ക്ക് ഗർഭം ഉണ്ടായത്. അപ്പോ ചുരുക്കം പറഞ്ഞു വന്നു കഴിഞ്ഞാല് പിന്നെ അങ്ങനെ ശങ്കരേട്ടൻ പിന്നെ വൈറലായി, ശങ്കരേട്ടന്റെ വാക്കുകൾ വൈറലായി. ഇതേ ഇവരിതിനെ എന്തുകൊണ്ടാണ് വിമർശിക്കുന്നത് എന്നറിയാമോ? ഓരോ വ്യക്തിക്കും അവനവന്റെ വിശ്വാസം പവിത്രമല്ലേ? ആ വിശ്വാസത്തെ മലിനമാക്കാൻ ശ്രമിച്ചാൽ അവരാ രൂപത്തിൽ പ്രതികരിക്കും. മുസ്ലിങ്ങളും അങ്ങനെ തന്നെയല്ലേ ചെയ്യുന്നത്? ഇപ്പൊ എന്തുകൊണ്ടാണ് മുജാഹിദ്, ജമാഅത്തെ ഇസ്ലാമി, സുന്നി തർക്കങ്ങളൊക്കെ എന്തുകൊണ്ടാണ് നിലനിൽക്കുന്നത്? ഒരാളുടെ വിശ്വാസമല്ല മറ്റൊരാളുടെ വിശ്വാസം. അതിനെ അവർ നിരന്തരം എതിർത്തും കലഹിച്ചും വിമർശിച്ചും മറുപടികൾ പറഞ്ഞും സംവദിച്ചും തർക്കിച്ചും തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒരു വിഭാഗം പറയുന്നത് മാത്രം വർഗീയതയും വേറെ ഒരു വിഭാഗം പറയുന്നത് മാത്രം യുക്തിഭദ്രവുമാകുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക്? ഇത് ഇസ്ലാം മത വിശ്വാസിയാണ് എന്ന് ഇവർ അടിക്കടി അവകാശപ്പെടുന്നു. ഞാൻ നമസ്കരിക്കുന്ന ആളാണ്, ഞാൻ നോമ്പ് പിടിക്കുന്ന ആളാണ്, ഞാൻ അള്ളാഹുവിനോടാണ് പ്രാർത്ഥിക്കുന്നത്. പക്ഷേ ഇവര് വരച്ച കണ്ണന്റെ ചിത്രം കൊണ്ടുവച്ചപ്പോൾ ശങ്കരേട്ടൻ ഗർഭിണിയായി. എന്റെ എല്ലാ വിഷമങ്ങളും എല്ലാ സങ്കടങ്ങളും ഞാൻ കണ്ണനോടാണ് തുറന്നു പറയുന്നത്. എനിക്ക് സന്തോഷമുണ്ടായാലും ഞാൻ കണ്ണനെ കാണാൻ വരും, എനിക്ക് സങ്കടമുണ്ടായാലും ഞാൻ കണ്ണനെ കാണാൻ വരും. ഇത് ഇസ്ലാമിൽ നിന്നും വിഭിന്നമായ ഒരു വിശ്വാസമാണ്. ഇസ്ലാം പറയുന്നത് ആറാമത്തെ ഒരു വിശ്വാസ കാര്യമുണ്ട്, ഈമാൻ കാര്യങ്ങളിൽ 6. ഖൈറും ഷർറും കുല്ലും മിൻ ഇൻദി റബ്ബി, എല്ലാം അള്ളാഹുവിൽ നിന്നാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നന്മയും തിന്മയും അള്ളാഹുവിന്റെ ഖദറിൽ വിശ്വസിക്കണം, കഴിവിൽ. അള്ളാഹുവിന്റെ ഖളായിൽ വിശ്വസിക്കണം, വിധിയിൽ. ഇത് രണ്ടും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള വിശ്വാസമാണ്. അതിൽ ആറാമത്തെ കാര്യമാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്നാണ്. ഇവര് പറയുന്നു, ജസ്ന പറയുന്നു, എന്റെ നിഷ്കളങ്കത, എന്റെ നിരപരാധിത്വം തെളിയിക്കാൻ ദൈവദൂതനെ പോലെ ഒരാൾ വരും. ഇസ്ലാമിന്റെ വിശ്വാസം അനുസരിച്ച് ദൈവദൂതൻ, അവസാനത്തെ ദൈവദൂതൻ മുഹമ്മദ് നബിയാ കഴിഞ്ഞു. പിന്നെ ഏത് ദൈവദൂതനെയാണ്? അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇവർ അതിലും നിൽക്കുന്നില്ല ഇതിലും നിൽക്കുന്നില്ല, ഇവർക്ക് ഇത് രണ്ടും ബിസിനസ് മാത്രമാണ്. അതുകൊണ്ടാണ് നമുക്കിതിനെ ശക്തിയുക്തം വിമർശിക്കേണ്ടി വരുന്നത്. നന്ദി. ഖദീജ VK ഹായ്. ഓക്കെ, നമുക്കിനി പിന്നെ കാണാം.